ഗദ്യം, പദ്യം, കവിത. ഇവയാണ് നമ്മൾ നിർമ്മിക്കാറുള്ളത്. ഗീതം, സംഗീതം, അതാണ് നേരത്തെ പറഞ്ഞ മൂന്നിനെ നാം സ്വരത്തിലൂടെ ആവിഷ്കരിക്കുമ്പോൾ ആണ് ഗീതം, സംഗീതം. രണ്ടിൻ്റെ ഇടയിലുള്ള വ്യത്യാസം പറയും. നിർമ്മാണത്തിനാണ് നേരത്തെ പറഞ്ഞ പേര് ഉപയോഗിക്കുക. നസ്ർ എന്ന് നമ്മൾ അറബിയിൽ പറയും ഗദ്യത്തിന്. ഈ നസ്റിനെ വാക്കുകളെ അതിൻ്റെ വൃത്തം, അതുപോലെ പ്രാസം, ഇത് പരിഗണിച്ചുകൊണ്ട് സ്വരുക്കൂട്ടി വെക്കുന്നതിന് ആണ് സാധാരണയിൽ നളുമ്, പദ്യം, ബെയ്ത്ത് എന്നൊക്കെ പറയും. പദ്യവും ബെയ്ത്തും തമ്മിൽ വ്യത്യാസമുണ്ട്. ഓരോന്ന് പറയുമ്പോൾ നേരം കുറേ ആവും. ആകത്തുക പറയും, പിന്നീട് ഓരോന്ന് നോക്കിയെടുത്താൽ മതി. അവിടെ പദ്യം എന്നുള്ളതിന് നേരത്തെ അവിടെ പറഞ്ഞിട്ടുണ്ട് വൃത്തങ്ങളുടെ രൂപങ്ങളും കാര്യങ്ങളൊക്കെ. ആ പരിഗണന മാത്രം മതി. പ്രത്യേക ആശയം വേണമെന്നില്ല. ആ ആശയങ്ങൾ തന്നെ അതിലെ വർണ്ണനകൾ വേണമെന്നില്ല. ചുറ്റുപാടുകളെ വർണ്ണിച്ചുകൊണ്ട് അതിനെ ചിന്തോദ്ദീപകമായ രൂപത്തിൽ ഒരു ഭാവുകത്തോടെ നിർമ്മിക്കുന്നതിനാണ് ഷെയർ എന്ന് പറയുക. നളുമ്, ഷെയർ തമ്മിലുള്ള വ്യത്യാസം അതാണ്. അപ്പം അത് കവിതയായി. കവിതയിൽ ആകർഷണീയത ഉണ്ടാവും, ഷായറിൻ്റെ ഭാവനകൾ അതിലുണ്ടാവും, ആശയങ്ങളും ഉണ്ടാവും. അപ്പം ആകർഷണീയത, ഭാവനകൾ, ആശയങ്ങൾ. ഈ ആശയങ്ങൾ പ്രകൃതിയിൽ നിന്ന് എടുക്കുന്നതാവാം. ചന്ദ്രനെ പറ്റിയാവാൻ കാണുന്ന ഈ നയന മനോഹര വസ്തുക്കളെ കർണകവാടത്തിലൂടെ ഹൃദയത്തിലേക്ക് എത്തിക്കുന്ന സ്വരനാദങ്ങൾ. ഇതാണ് ഇപ്പം നമ്മൾ ഷെയർ, കവിത എന്ന് പറയുന്നത്. അപ്പം അതിന് ആശയങ്ങളുണ്ടാവും. അത് ഭാവനയിലൂടെ ഉണ്ടാകാം, ഹക്കീക്കിയായ ഇതിനെ ഭാവിക്കുന്നതാകാം. ജാഹിലിയ കാലത്തുള്ള ഷെയറുകളുടെ ഒക്കെ പ്രത്യേകത, പല ശാരീര്യങ്ങളുടെയും പ്രത്യേകത, അവരുടെ ജീവിത അനുഭവങ്ങളെ അവര് പ്രതിഫലിപ്പിക്കുകയാണ്. അതും തന്മയത്വത്തോടുകൂടെ വലിയ ആശയങ്ങളാണ് അവർ പ്രതിഫലിപ്പിക്കുന്നത്. ആ ജീവിതാനുഭവങ്ങൾ ചിലപ്പോ തൻ്റെ മനസ്സ് ഉടക്കിയ, അല്ലെങ്കിൽ തൻ്റെ നയനം കണ്ടുമുട്ടിയ ഒരു സ്ത്രീയെ സംബന്ധിച്ചാവാം, തടാകത്തെ സംബന്ധിച്ചാവാം, പ്രകൃതിയിൽ എന്തു ആകും. ഇതാണ് ഇപ്പൊ ഷെയർ എന്ന് പറയുന്നത്, കവിത. ഈ കവിതയും അതുപോലെ നളുമും നേരത്തെ ഇവിടെ പറഞ്ഞു. ഷെയറിന് പ്രാസം വേണമെന്നില്ല, വൃത്തം വേണമെന്നില്ല, നിബന്ധനയില്ല എന്ന് പറഞ്ഞ ആളുകളുണ്ട്. അതനുസരിച്ച് പദ്യ കവിതയുണ്ടാവും, ഗദ്യ കവിതയുണ്ടാവും. അപ്പൊ നമുക്കറിയാം മലയാളത്തിൽ തന്നെ കുറെ അങ്ങനെയുള്ള പദ്യ കവിതകൾ, ഗദ്യ കവിതകൾ ഉണ്ടാവും. അത് വാദ്യോപകരണങ്ങൾ ഇല്ലാതെ തന്നെ വാദ്യോപകരണങ്ങളുടെ ശബ്ദ താള നിയമങ്ങൾക്കനുസരിച്ച് നീട്ടിയും കുറുക്കിയും പാടുന്നതിന്, ഇൻഷാദ് ചെയ്യുന്നതിന്, അത് പദ്യമാവട്ടെ, നേരത്തെ പറഞ്ഞ പദ്യ കവിതയാവട്ടെ, അല്ലെങ്കിൽ ഗദ്യ കവിതയാവട്ടെ, ഇനി അതിൻ്റെ താഴെയുള്ള നളുമാവട്ടെ, ഇതിനൊക്കെ ഇൻഷാദ് ചെയ്യാം. നമ്മുടെ അത് സ്വരവുമായി ബന്ധപ്പെട്ടതാണ്. ആ ഇൻഷാദ് ചെയ്യുന്നതിന് മുത്തലക്കൻ ഇൻഷാദ് എന്ന് ഗീതം എന്ന് പറയും, പദ്യമായാലും കവിതയായാലും. അതേ സമയത്ത് അതുകൊണ്ട് കൗല് ബിഷീർ എന്നൊക്കെ പറയും. അങ്ങനെയാണ് ഫുഖഹാ ഒക്കെ പറയാം. അതിന് ഇൻഷാദ് ചെയ്യാം, നശീദയാക്കി. ആ നശീദ ചെയ്യുന്നത് സ്വരം, ഈ വാദ്യോപകരണങ്ങളുടെ ശബ്ദ താള നിയമങ്ങൾക്കനുസരിച്ച്, ഉപകരണങ്ങൾ വേണമെന്നില്ല, അനുസരിച്ച് ഒരാളുടെ സ്വരത്തെ, നേരത്തെ ഇവിടെ പറഞ്ഞ തൽഹീനാത്തിൽ അനീക്ക,
വന്നഗമാത്തിർ റഖീഖ എന്ന് പറയുന്ന അതൊരു സുന്നത്താണ്. അത് പഠിച്ചെടുത്തിട്ട് അതിലൂടെ അത് അവതരിപ്പിക്കുക. അപ്പൊ അതിന് സംഗീതമായി. അല്ലാതെയുള്ളതിന് ഗീതം എന്ന് പറയും. പാടുക, പാട്ട് പാടുക. ഈ സംഗീതം എന്ന് പറയുന്നതിന്റെ അടിത്തറ പ്രകൃതിയാണ്. ചെറിയൊരു തിരുത്ത് ഞാൻ പറയാണ്, തിരുത്താലോ? സംഗീതത്തിന്റെ മൊത്ത കുത്തക നമ്മൾ ശിർക്കിലേക്ക് കൊടുക്കേണ്ടതില്ല. സംഗതി ചരിത്രത്തിലുണ്ട്. നമ്മളെ ശബ്ദ വിജ്ഞാന കോശത്തില് കാണാം, ഈ ശിവനോട് പാർവതി ആവശ്യപ്പെട്ടതനുസരിച്ച് ശിവന്റെ പഞ്ചമുഖത്തിൽ നിന്ന് പഞ്ചാക്ഷരങ്ങൾ വന്നതും അതുപോലെ തന്നെ ഉള്ള വിഷയങ്ങളൊക്കെ അതനുസരിച്ചാണ് അവരുടെ ശ്ലോകങ്ങളൊക്കെ ഉണ്ടാകുന്നത്. അതിരിക്കട്ടെ, അത് അവരുടെ ഒരു അവകാശവാദമാണ്, നമ്മൾ വകച്ചോളൂ. യഥാർത്ഥത്തിൽ ഈ സംഗീതം എന്ന് പറയുന്നത് പ്രകൃതിയുടെ താളങ്ങളാണ്. പ്രകൃതി എന്ന് പറയുമ്പോൾ അതില് സപ്താക്ഷരങ്ങൾ ഉണ്ടല്ലോ. സ രി ഗ മ പ ധ നി ആണിപ്പോ 7 പിന്നെ സ എന്ത് ചെയ്യുന്നതാണ്? അത് ആദ്യാക്ഷരം ഒന്നും കൂടി കൊടുത്തിട്ട് 8 ആക്കിയിട്ട് പറയുന്നതാണ്. അപ്പൊ ഈ സ രി ഗ മ പ ധ നി എന്ന് പറയുന്നത് പ്രകൃതിയിലുള്ള ഓരോന്നിന്റെയും കണ്ടാ ശബ്ദങ്ങളാണ്, കണ്ടാധിഷ്ഠിത സ്വരങ്ങളാണ്. ഇത് 7. അതിലൊന്ന് അവസാനം പറഞ്ഞ നീ എന്ന് പറയുന്ന ആനയുടെ ശൂളംവിളിയാണ്. അതുപോലെ 7 അക്ഷരങ്ങൾ ഓരോന്നും ഗസാലി ഇമാം അത് വിശദമായിട്ട് ആ വിഷയത്തിൽ പഠനം നടത്തിയ ആളാണ്. മൂപ്പര് അക്ഷരങ്ങളുടെ പ്രകൃതിയുമായിട്ടുള്ള ബന്ധം തന്നെ കൂടുതൽ തന്നെ വിശദീകരിച്ച് പറഞ്ഞേ കാണാം. ഈ സരിഗമ എന്ന് പറയുന്ന സ മയിലിന്റെ ശബ്ദം. ഞാൻ വരുമ്പോൾ ഒരാളോട് ചോദിച്ചിരുന്നു മയിലിന്റെ ശബ്ദം എങ്ങനെയാണ്. മയിലിന്റെ ശബ്ദമാണ്, അല്ല മയിലിന്റെ ശബ്ദം ആദ്യത്തത്. രി എന്ന് പറയുന്നത് കാളയുടെ ശബ്ദമാണ്. അഖില ലോക സംഗീതങ്ങളെല്ലാം എത്തിപ്പെടുന്നത് ഈ സപ്തസ്വരങ്ങളിലാണ്. ഈ സപ്തസ്വരങ്ങൾ മുഴുവനും എടുത്തുന്നത് നമ്മുടെ പ്രകൃതിയിൽ നിന്നാണ്. അപ്പൊ പ്രകൃതിയുടെ താളങ്ങളാണ് സംഗീതം. അതിനെ നിഷേധിക്കുക എന്ന് പറയുന്നത് പ്രകൃതിക്കെതിരാ. പ്രകൃതി മതമാകുന്ന ഇസ്ലാം സംഗീതത്തെ ഒരിക്കലും എന്ത് ചെയ്യൂല, നിഷേധിക്കൂല. നമ്മുടെ ജീവിതം തന്നെ സംഗീതമാണ്. പക്ഷെ ഇവിടെ നമ്മൾ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു ഇസ്തിലാഹ സംഗീതം നമ്മൾ പറയും. അപ്പൊ സംഗീതത്തെ നമ്മൾ പറയുമ്പോഴും സമൂഹത്തിന്റെ മുമ്പിൽ സംഗീതവുമായി ബന്ധപ്പെട്ട് ദഅവത്ത് നടത്തുമ്പോഴും സംഗീതം അത് പ്രകൃതിയുടെ താളമാണെന്നും സംഗീതം അത് ഇസ്ലാമിന്റെ തന്നെ ഒപ്പം സഞ്ചരിക്കുന്ന ഒരു സംഗതിയാണെന്നുള്ള വിഷയം സമൂഹത്തെ നമ്മൾ ബോധ്യപ്പെടുത്തും. മറ്റേ പ്രകൃതിക്ക് ഇണങ്ങാത്ത ഒന്നും ഇസ്ലാമിൽ നിയമം ഉണ്ടാവില്ല. മറ്റൊന്ന് കാളയുടെ ശബ്ദമാണ്. ഗ എന്ന് പറയുന്നത് ആടിന്റെ ശബ്ദമാണ്. മനുഷ്യരായിട്ട് എപ്പോഴും ബന്ധപ്പെട്ട് കിടക്കുന്ന മൃഗങ്ങളാണ് ഇതൊക്കെ. അതുപോലെ മധ്യമ മ എന്ന് പറയുന്ന മധ്യമ സ്വരങ്ങൾ, അത് ഈ കൗഞ്ച പക്ഷികളൊക്കെ ഉണ്ടാവും, അവരുടെ ശബ്ദമാണ്. അതുപോലെ പഞ്ചമം പ എന്ന് പറയുന്നത് കുയിലിന്റെ ശബ്ദം. ധ എന്ന് പറയുന്നത് കുതിരയുടെ ശബ്ദമാണ്. നീ എന്ന് പറഞ്ഞ ആനയുടെ ചിഹ്നം വിളിയാണ്. അപ്പൊ ഈ ഒന്നും കൂടി പറയാ, ഇതിൽ ഒട്ടകം പറഞ്ഞു ഇല്ല. ഒട്ടക യഥാർത്ഥത്തില് ഈ കുതിരയുമായി ബന്ധപ്പെട്ട് അങ്ങോട്ട് ചേർത്തപ്പെട്ടത് കൊണ്ടാണ്. അതേ സമയത്ത് ധാരാളമായിട്ട് അറബികളും ജനങ്ങളും പഴയ കാലത്ത് ജാഹിലിയ കാലത്ത് ഉപയോഗിച്ചിരുന്ന കഴുതയുടെ സ്വരം പറഞ്ഞിട്ടില്ല. അത് സംഗീതത്തിൽ എവിടെയില്ല. എന്തുകൊണ്ട്? റസൂലുള്ളാഹി പറഞ്ഞു കാണാം, ഇന്ന അങ്കറൽ അസ്വാത്തിലെ സൗത്തുൽ, മനുഷ്യന് സ്വരങ്ങളിൽ എല്ലാ സ്വരങ്ങളും പ്രകൃതിയിൽ മനുഷ്യന് ആനന്ദം കൊടുക്കുന്നതാണ്. ഒരു നിലക്കല്ലെങ്കിൽ മറ്റൊരു നിലക്ക് ആനന്ദം ഉണ്ടാവും. കാളയുടെ അമുക്രയിടുന്നത് എങ്ങനെ ആനന്ദം? അത് ആനന്ദത്തിനും വേണം ഒരു ബേസിക് ഒരു സംഗതി. അപ്പൊ ഇതൊക്കെ അത് ചില സാഹിത്യങ്ങൾ വായിച്ചാൽ പ്രഭാതത്തിൽ ഉണരുമ്പോൾ ഉണ്ടാകുന്ന ഈ നദികളുടെ വർണ്ണനകള്, അതുപോലെ തന്നെ പക്ഷികളുടെ കളകുള എന്നൊക്കെ ഉണ്ടല്ലോ. ഞാൻ അങ്ങോട്ട് പറഞ്ഞ് നമ്മൾ വിഷയം തന്നെ പോകുന്നുണ്ട്. അപ്പൊ ഇതെല്ലാം കൂടിയതാണ് പ്രകൃതി. ഇത് സംഗീതമാണ്. ഞാൻ നേരത്തെ പറഞ്ഞു കണ്ഠസ്വരങ്ങൾ, കണ്ഠാധിഷ്ഠിത സ്വരങ്ങളുണ്ട്, കണ്ഠേതര സ്വരങ്ങളുണ്ട്.
ഖണ്ഡാധിഷ്ഠിത സ്വരങ്ങൾ തന്നെ രണ്ട് രൂപമുണ്ട്. ഒന്ന് മനുഷ്യ ഖണ്ഡാധിഷ്ഠിതം, മറ്റ് മനുഷ്യേതര ഖണ്ഡങ്ങളിലൂടെ. ഈ മനുഷ്യേതര ഖണ്ഡങ്ങളിലൂടെ വരുന്ന സ്വരങ്ങളാണ് ഈ സപ്ത സ്വരങ്ങൾ എന്ന് പറയുന്നത്. ആ സപ്ത സ്വരങ്ങൾക്കനുസരിച്ച് മനുഷ്യന്റെ കണ്ഠസ്വരത്തെ അവൻ എന്തു ചെയ്യുക? പാകപ്പെടുത്തിയെടുക്കുക. ഈ സ്വരങ്ങൾക്കനുസരിച്ചാണ് പിന്നീട് വാദ്യ ഉപകരണങ്ങൾ ഉണ്ടാകുന്നത്. നമുക്ക് ആവശ്യം ഉണ്ടാകുമ്പോ ആന ചിഹ്നം വിളിച്ചോളണമെന്നില്ല. നമുക്ക് ആവശ്യമുണ്ടാകുമ്പോ നേരത്തെ പറഞ്ഞ മയില് കുയില് പാടിക്കൊള്ളണമെന്നില്ല എന്നല്ല. ഈ വാനമ്പാടികളുടെ ഈ സ്വരങ്ങള് വെച്ചുകൊണ്ട് ചെറിയ പക്ഷികള് അതിനെ ബൈഇന്റെ ബാബില് ഫുഖഹാവ് പറഞ്ഞത് കാണാം. മബി വിൽക്കപ്പെടുന്ന സാധനം മുത്തമവ്വലാണ്, വിലയുള്ളതാവണം. ഇപ്പൊ നമ്മള് ലോ ബേർഡ്സുകളൊക്കെ ഉണ്ടല്ലോ, നമ്മൾ എന്താണ് അതിന്റെ ഉപകാരം? അത് നേനാന്തകരമാണ്. അപ്പൊ അതിന് എത്ര വില കൊടുത്തും വാങ്ങാം, അത് മൂല്യമുള്ളതാണ്. അറുത്ത് തിന്നാനേ പറ്റില്ല, വേറൊരു വസ്തുവിനും പറ്റില്ല, പക്ഷെ ആനന്ദകരമാണ്. അതാ ഇസ്ലാം എന്ത് ചെയ്യുന്നു? അനുവദിക്കുന്നു എന്നാ പറയാം. അന്തലീബ്, അതിന്റെ ശബ്ദം കേട്ട് ആനന്ദിക്കാൻ വേണ്ടി വലിയ സംഖ്യ കൊടുത്ത് അതിനെ വാങ്ങാം. ആ വിൽപ്പനയും ആ വാങ്ങലും പറ്റും എന്ന് ഫിഖിന്റെ കിതാബിൽ കാണാം. അപ്പൊ ഈ ശബ്ദങ്ങളെ, സ്വരങ്ങളെ ആസ്വദിക്കുക എന്നുള്ളത് അത് മനുഷ്യ പ്രകൃതമാണ് എന്നുള്ള നിലയിൽ എല്ലാ ശബ്ദങ്ങളും മനുഷ്യന് ഒരു നിലക്കല്ലെങ്കിൽ ആനന്ദം കൊടുക്കും. ആനന്ദം കൊടുക്കാത്ത ഒരു ജീവിയുടേത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എടുത്തു പറയുകയും ചെയ്തു. ഈ സ്വരങ്ങളൊക്കെ മാതൃഭൂമി സംഗീത സ്പെഷ്യൽ എന്ന് പറഞ്ഞിട്ട് 2001-03 ഒരു സ്പെഷ്യൽ ഇറങ്ങിയിട്ടുണ്ട്. അതിന്റെ സംഗീതങ്ങളുടെ ഈ സ്വരങ്ങളെ സംബന്ധിച്ചും അതുപോലെ ഈ ജീവികളുടെ സ്വരങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ വിശദമായിട്ട് പറയുന്നുണ്ട്. ഈ സപ്തസ്വരങ്ങളെ വൈവിധ്യ രൂപത്തിൽ വിന്യസിച്ചുകൊണ്ടാണ് 72-ലധികം ശ്ലോകങ്ങൾ, രീതികൾ കാണാം ഈ സംഗീതത്തിൽ. ആ രീതികളിൽ ബഹുമാനപ്പെട്ട ഫുഖഹാ പറഞ്ഞ വിഷയത്തിലേക്ക് നമുക്ക് വരാം. ഇതിനാണ് ഇപ്പൊ ഖിനാ എന്ന് പറയുന്നത്. ബെയ്ത്ത് നമുക്ക് വിടാം, ഷേർ നമുക്ക് വിടാം. ഖിനാ, ഈ ഷേറിനെ അല്ലെങ്കിൽ ബെയ്ത്തുകളെ നമ്മൾ സ്വരത്തിലൂടെ അവതരിപ്പിക്കുന്നത്, ഇത് ഒരു സംഗീതാത്മകം എന്നുള്ള രൂപത്തിൽ പറ്റുമോ ഇല്ലയോ എന്നാണ്. അതിലേതൊക്കെ, അതിന്റെ പ്രമേയങ്ങൾ എന്തൊക്കെയാണ് എന്ന് നോക്കിക്കൊണ്ടാണ് അതിന്റെ വിധി പറയുന്നത്. സംഗീതം പറ്റൂല എന്നുള്ളതല്ല. സംഗീതം ബിദാത്തി, അത് അനുവദനീയമാണ്. അത് ബിദാത്തി അനുവദനീയം എന്ന് പറഞ്ഞാൽ മാൽ കറാഹത്തിയാണോ? അല്ലേ. അത് ഞാൻ നേരത്തെ പറഞ്ഞ സുന്നയ്യായിട്ട് നമ്മൾ അങ്ങനെ പരിശീലിച്ച് വാദ്യോപകരണങ്ങൾ, താളമേളങ്ങൾക്കനുസരിച്ച് അതും അത്യാകർഷകമായ രൂപത്തിൽ മനുഷ്യരുടെ മനസ്സിനെ കീഴ്പ്പെടുത്തുന്ന രൂപത്തിൽ, തൊറബ് എന്നാണ് അതിന് പറയാം. തൊറബ്, സിദ്ധത്ത് തൊറബ് എന്ന് ചില ഇബാർത്തുകൾ കാണും. ചില ഇബാർത്തുകൾ കേവലം തൊറബ് എന്ന് തന്നെ പറയും. ഈ തൊറബ് എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കുറെ കാര്യങ്ങൾക്ക് ഇല്ലത്തുകൾ അങ്ങനെ പറഞ്ഞത് കാണാം. ആ പറയുന്നതിന്റെ ലക്ഷ്യം, മനുഷ്യൻ എന്ന് പറയുന്നത് 4 കൂവത്തുകളുടെ സങ്കേതമാണ്. അതില് കൂവത്ത് അഖിലിയ നമുക്കറിയാം, ഹൈവാൻ നാത്തിക്കാണ്. മറ്റു മൃഗങ്ങളിൽ നമ്മളെ വ്യതിരക്തമാക്കുന്നത് നാത്തിഖിയ്യത്ത് അഥവാ അൽ ഇദ്റാഖ് ബിൽ കുല്ലിയാത്ത് എന്നുള്ള, അഥവാ അഖില്, തിരിച്ചറിവ്. ഈ ഒരു കൂവത്ത് നമുക്കുണ്ട്. ആ കൂവത്ത് അഖില് തക്ലീഫിയുണ്ട്, അഖില് ഇക്തിസാബിയുണ്ട്, അഖില് ബുർഹാനിയുണ്ട്, പിന്നെ ബേസിക്കായ അഖിലുണ്ട്. ഇതൊക്കെ അഖില് തക്ലീഫിന്റെ മുമ്പുള്ള അഖില്. അപ്പോ നമുക്ക് യഥാർത്ഥത്തില് തക്ലീഫില്ല, കുട്ടികൾക്കൊന്നും ബുലുവാകുന്നതിന്റെ മുന്നേ നമ്മൾ പറയും. കാരണം ഓന്റെ അഖില് നഖ്സാൻ, നുഖ്സാനുൽ അഖില്. ആ അഖിലിന് അഖില് തജ്രിബി എന്നാണ് യഥാർത്ഥത്തിൽ പറയാം. ആ അഖില് തജ്രിബി ഉണ്ടാകുന്ന തമ്മീസ് മുതൽക്ക. തമ്മീസിന്റെ മുന്നേയുള്ള അഖിലിന് ബിൽക്കൂവ അഖിലേ ഉള്ളൂ, ബിൽഫീല് അഖിലില്ല എന്നുള്ളതാണ്. അതുകൊണ്ടാണ് മൃഗങ്ങളെക്കാൾ താടുന്ന ഒരു ചുറ്റുപാടായിരിക്കും തമ്മീസിന്റെ മുമ്പ് കുട്ടികൾക്ക് ഉണ്ടാകുക. ആട് പ്രസവിച്ച ഉടനെ ആട്ടും കുഞ്ഞ് തനിയെ ഇങ്ങനെ തട്ടിപ്പിടഞ്ഞ് എണീറ്റ് അത് 3-4 കാലിൽ ഇങ്ങനെ നിന്ന് ഇങ്ങോട്ട് തിരിഞ്ഞ് അകിട്ടിലേക്ക് നടക്കും. എന്നിട്ട് അകിട്ടിലൊരു കുത്തു കൊടുത്തിട്ട് അമ്മിഞ്ഞ കുടിക്കാനുള്ള ശ്രമം നടത്തും. ഈ ആട്ടിൻകുട്ടിക്ക് വിവരം എവിടെ നിന്ന് കിട്ടി?
ഇതങ്ങനെ ഇത് അല്ലാഹു തആല ആദ്യമേ മൃഗങ്ങളെ സൃഷ്ടിക്കുന്നത് അവരുടെ ജീവിതത്തിന്റെ മസ്ലഹത്തിന് ആവശ്യമായ, പുരോഗതിക്ക് ആവശ്യമായ എല്ലാ വിവരങ്ങളും ഫീഡ് ചെയ്തുകൊണ്ട് സ്റ്റോർ ചെയ്ത് കൊടുത്തിട്ടാണ് വിടുക. ഇത് വേറൊന്ന് ആർജിച്ചെടുക്കുന്ന ഒരു അറിവല്ല അവർക്ക്. അതേ സമയത്ത് വല്ലാഹു അഖ്റജകും മിൻ ബുതൂനി ഉമ്മഹാതികും ലാ തഅലമൂന ശൈഅ. നമ്മൾ ഉമ്മയുടെ വയറ്റിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോൾ ഒന്നും അറിയില്ല, എണീക്കണം എന്നറിയില്ല, ഉമ്മയുടെ മാറിടത്തിൽ നമ്മുടെ അന്മിഞ്ഞയുണ്ട് എന്നറിയില്ല, അതുകൊണ്ട് നമ്മൾ തട്ടിപ്പിടഞ്ഞ് എണീക്കില്ല. അതാ നമ്മുടെ അപ്പോഴത്തെ ആ അവസ്ഥ. നമ്മൾ ഹയവാൻ നാത്തിക്ക് തന്നെയാണ്, മനുഷ്യക്കുട്ടി തന്നെയാണ്. പക്ഷെ ആ നാത്തിയ്യത്ത് എന്ന് പറയുന്നത് ആ അൽ ഇദ്റാഖ് ബിൽ കുല്ലിയാത്ത് അൽ മുദ്രിക്കിയ്യത്ത് ശർവാനി കൊടുത്തതാണ്. പൊതുതത്വങ്ങളെ മനസ്സിലാക്കാൻ, തിരിച്ചറിയാനുള്ള ആ ഒരു കഴിവ് നമുക്കപ്പോ ആന്തരികമേ ഉള്ളൂ, അത് പുറത്തേക്ക് വരാനായിട്ടില്ല. അത് തമ്മീസോടുകൂടെ തജ്രിബിയായിട്ട് ഇങ്ങനെ വരും. പിന്നെ അഖിലു തക്ലീഫ് ആവുമ്പം, ബുലൂഗ് ആവുമ്പോ നമ്മൾ പറയാം അഖിലു തക്ലീഫി. അപ്പോഴാണ് ഇലാഹിന്റെ നിയമങ്ങളൊക്കെ നമുക്ക് ബാധകമാകുന്നത്. അതും കഴിഞ്ഞിട്ട് കാലിയുടെ തലാഹിന്റെ ബാബിൽ കാണാം, കാലി മുക്കല്ലഫ് ആവണം എന്ന് പറഞ്ഞോടത്ത് ആ മുക്കല്ലഫ് എന്ന് പറഞ്ഞാൽ കേവല മുക്കല്ലഫല്ല, അൽ അഖിലുൽ ഇക്തിസാബിയുള്ള മുക്കല്ലഫ് ആവണം എന്ന് തുഫൈലൊക്കെ ഇബ്നു ഹജർ തങ്ങൾ പറഞ്ഞത് കാണാം. അപ്പൊ ഇങ്ങനെയുള്ള ഈ അഖിലിന് പുറമെ പിന്നെയുള്ള ഖുവ്വത്തു ഷഹവിയ്യ, ഷഹവിയ്യത്തുൽ ബത്നുണ്ട്, ഷഹവിയ്യത്തുൽ ഫർജുണ്ട്. അതുപോലെ തന്നെ ഖുവ്വത്ത് ഗളബിയ്യ ഉണ്ട്. നേരത്തെ പറഞ്ഞ ഈ 4 ഖുവകളുടെ സമാഹാരമാണ് മനുഷ്യൻ എന്ന് പറയും. അപ്പൊ നേരത്തെ പറഞ്ഞ ഖുവ്വത്ത് ഷഹവിയ്യ എന്ന് പറയുന്ന ബത്ന്, അതുപോലെ തന്നെ ഫർജ്, പിന്നെ ഗളബ്, ഇത് നിയന്ത്രണ വിധേയമാകാതിരുന്നാൽ മനുഷ്യൻ മതം പൊട്ടിയ ആനയേക്കാൾ ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. അതുപോലെ തന്നെ ഈ വിചാരങ്ങളിൽ മനുഷ്യനെ വരിഞ്ഞു കെട്ടിയിരിക്കുകയാണ്. അതങ്ങ് പൊട്ടിച്ചു വിട്ടാൽ പിന്നെ ഇവിടെ നാശങ്ങളാണ് ഉണ്ടാകുക. അതുകൊണ്ടാണ് യുക്റഹുൽ ഗിനാഉ എന്ന് പറയുന്നിടത്ത് ബഹുമാനപ്പെട്ട നേരത്തെ ഇവിടെ പറഞ്ഞു, ബിദാത്തിഹി, ആ സുൻഇയ്യായ ഗിനാഅ്, പ്രകൃതിപരമായിട്ട് ഒരാൾക്ക് അല്ലാഹു തആല ചിലപ്പോൾ അത് നൽകും, ആ രാഗങ്ങൾ, ആ സ്വരങ്ങൾ നൽകും. അതാണ് അബൂ മൂസൽ അശ്അരി റളിയല്ലാഹു അൻഹുവിനക്ക് ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഹദീസിൽ കാണാം, അവരുടെ ഖുർആൻ പാരായണം നബി ഒളിഞ്ഞിരുന്ന് കേട്ടിരുന്നു. അതുപോലെ തന്നെ ഓതീത മസാമീർ മിൻ മസാമീരി ആലി ദാവൂദ് എന്ന് പറഞ്ഞിട്ട് ആ മിസ്മാർ, അത് പ്രകൃതിയാൽ ഉള്ളതാണ്, അത് വലിയ തൗഫീഖാണ്. അതല്ലാത്തതാണ് നേരത്തെ പറയുന്ന ഖിലാഫ് ഉള്ളത് എന്ന് ഇവിടെ പറഞ്ഞു. അതാണ് തൗഫീലും പറഞ്ഞു. കഫുർ റായില് ഇബ്നു ഹജർ തങ്ങൾ വളരെ വിശദമായിട്ട് പറഞ്ഞു, അവിടെ നോക്കി കാണാം. അപ്പൊ അവിടെ ഇത് അടിസ്ഥാനപരമായി എന്തുകൊണ്ട് കറാഹത്താകുന്നു? ഈ കറാഹത്താണ് പിന്നെ ഹറാമാകുന്നത്. ഈ അടിസ്ഥാനപരമായ കറാഹത്താണ് പിന്നീട് സുന്നത്തായി മാറുന്നത്. കറാഹത്ത് സുന്നത്താവും, സുന്നത്താകുന്നു. ഈ ഗിനാഇ എന്ന് പറയുന്നത് കറാഹത്താവുന്നത് ഈ സുന്നത്തിന്റെ കാരണങ്ങൾ ഇല്ലാത്തിടത്താണ്, ഹറാമിന്റെ കാരണങ്ങളും ഇല്ലാത്തിടത്താണ്. ഇങ്ങനെ ചിട്ടയൊത്ത സ്വരങ്ങളില് മദ്ഹുകൾ പറയുന്നു, അള്ളാന്റെ സിഫാത്തുകൾ പറയുന്നു, ഖൈറിലേക്ക് പ്രേരിപ്പിക്കുന്ന പ്രമേയമാണ്. അതുപോലെ തന്നെ സുഹുദ് അനി ദുന്യ, ദുന്യാവിനെ തൊട്ടുള്ള വിരക്തി ഉണ്ടാക്കി തീർക്കുന്ന പ്രമേയങ്ങളാണ്. അപ്പോ ഇത് ജായിസ് എന്ന് മാത്രല്ല, സുന്നത്തിലേക്ക് കടന്നു. ഇബ്നു ഹജർ അൽ ഹൈതമി റളിയല്ലാഹു അൻഹു. ഇതിനാണ് യഥാർത്ഥത്തിൽ സമാ എന്ന് ഇത്തിലാക്കം പറയാം. സമാ എന്ന് ഇത്തിലാക്കം പറയുന്നത് ഇതിനാ. അസ്സമാ എന്ന് പറഞ്ഞാൽ മൂജമുൽ മാനി നോക്കിയാൽ തന്നെ കാണാം, അസ്സമാ ബിൽ മദാഇഹി. ചിലയിടത്ത് കാണാം തന്നെ പിന്നെ ബിദ്ദിക്രി എന്ന് കാണാം. അവിടൊക്കെ ഈ ദിക്ർ മദാഇഹി എന്ന് പറഞ്ഞ ഖൈറായ എന്ന് ചിലയിടത്തോട്ട് കൂട്ടി കൊടുത്തതാണ്. ഇതിനെ ഈ സംഗതിക്ക് എന്തു പറയും? സമാ എന്ന് പറയും. മാ യസ്മോ, ആ കേൾക്കപ്പെടുന്നതിനാണ് സമാ എന്ന് പറയുന്നത്. അതുകൊണ്ട് ചിലവര് സമായിനെ കേൾക്കുക എന്ന് പറയുന്നത് തെറ്റല്ല, സമായിനെ കേൾക്കുക. അപ്പൊ ഈ പറയപ്പെടുന്ന സംഗതിയിലേക്ക് ഇസ്തിമാഇ ശ്രദ്ധിക്കുക, അസ്സമാ എന്ന് പറയുന്നത്. ഇത് ഞാൻ എന്തിനു പറഞ്ഞതാണ്? ഇനി എവിടെങ്കിലും ഇബാറത്ത് മഹാന്മാരെ സംബന്ധിച്ച് അവര് സമാ ഉണ്ടായിരുന്നവർക്ക്, അവർ സമായിന്റെ ആളുകളായിരുന്നു എന്ന് പറഞ്ഞാൽ ഈ ഖിസ്മുൽ അവ്വല് പ്രമേയം നല്ല, ദുന്യാവിന് വിരക്തി ഉണ്ടാക്കുന്ന, ഖൈറുകളിലേക്ക് പ്രേരിപ്പിക്കുന്ന, താഅത്തിലേക്ക് പ്രേരിപ്പിക്കുന്ന. അതെങ്ങനെ പ്രേരിപ്പിക്കല്? ഈ സ്വരം മധുരം കൊണ്ട്
ഈ കർണ കവാടത്തിലൂടെ കൽബിലേക്ക് എത്തുമ്പോൾ ഞാൻ നേരത്തെ പറയുന്ന മനുഷ്യന് കൂട്ടപ്പെട്ട 3 കാര്യങ്ങളുണ്ട്. ഒന്ന് ഷഹവിയ, ഷഹവിയത്ത് ബത്തിനും ഫർജും ഉണ്ട്. ഷഹവിയത്തുൽ ബത്തിനെ കൂടുതലാക്കുന്നതാണോ അതാണ് സൂ എന്ന് പറഞ്ഞ തെറ്റായ വിഷയം. അതുപോലെ തന്നെ ഷഹവത്തിലേക്ക് കൂടുതൽ ഇവനെ പ്രേരിപ്പിക്കുന്നതാണോ? ഒരു നിറഞ്ഞ പാത്രം കുലുക്കിയാൽ എന്നിട്ട് ഓളം തള്ളി പുറത്തേക്ക് വരും. മനുഷ്യൻ ഇങ്ങനെ ഉറങ്ങിക്കെടുക്കാം. അവന്റെ വിചാരം നന്മയിലേക്കുള്ള വികാരം ഉണ്ടാവും, തിന്മയിലേക്കുള്ള വികാരമുണ്ട്. നന്മ വിചാരിക്കലുണ്ട്, തിന്മ വിചാരിക്കലുണ്ട്. ഇതിൽ നിന്ന് നന്മ ഉറങ്ങിക്കിടക്കുന്നത് പുറത്തേക്ക് ഉന്തിത്തള്ളാനാണ് നേരത്തെ പറഞ്ഞ സംഭാവന. അത് നന്മകളുമായി ബന്ധപ്പെട്ടുള്ളത്. അല്ല തിന്മയാണ് പ്രമേയമെങ്കിൽ ഈ ഒട്ടാകെ തിന്മ അതിലേക്കുള്ള പ്രേരണ അതാണ് പുറത്തേക്ക് ഒഴുകുക. അങ്ങനെ ഇവ നശിച്ചു. അപ്പൊ അത് ഹറാമായി. ഇന്ന് ഇത് രണ്ടും ഇല്ലാതെ കേവലം നന്മ അതിൽ പറയുന്നില്ല എന്ന തിന്മയും പറയുന്നില്ല ഈ കവിതയിൽ. എന്നാലോ അതാണ് കറാഹത്ത് എന്ന്. അപ്പൊ അത് എന്തുകൊണ്ട് കറാഹത്തായി? കാരണം മാലിഹാദാ ഖുലിഖൽ ഇൻസാൻ, മനുഷ്യന്റെ ഗാലിബൻ പ്രകൃതം. ഞാൻ പറഞ്ഞു ഷഹവത്ത്, അതുപോലെ തന്നെ ഗളബ്. ഷഹവത്ത് എന്ന ഖിൻസീർ, ഗളബ് എന്ന് പറയുന്ന കൽബ്, ഈ 2 സാധനം അതിനെ കൽബ് മുഅല്ലമാവണം എന്ന ഗസാലി ഇമാം പറഞ്ഞു. ഗളബ് എന്ന് പറഞ്ഞ മഹ്മൂദാണ്. പക്ഷെ ഈ മഹ്മൂദായ ഗളബ് എപ്പോഴാണ് മഹ്മൂദ് ആവുക? അത് മുഹ്തറമാവണം. കൽബ് മുഹ്തറം. കൽബ് മുഹ്തറം എന്ന് പറഞ്ഞാൽ ഏതാ? കൽബ് മുഹ്തറമിന് നമുക്ക് ഒളു എടുക്കാൻ അല്പം വെള്ളമുണ്ട്, ഇത് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഒളു എടുത്തു കഴിഞ്ഞാൽ ആ നായക്ക് ദാഹിച്ച് അത് ചത്തുപോകും, വിശന്നു പ്രയാസപ്പെട്ടു. എന്നാൽ തയമ്മും ചെയ്യണം, ഈ വെള്ളം അതിന് കൊടുക്കണം. അത് കൽബ് മുഹ്തറമാണ് എന്നാണ് അവിടെ പറയുന്നത്. ഏതാണ് ഈ കൽബ് മുഹ്തറം? ആളുകളെ വെറുതെ കടിക്കൂല, വെറുതെ ആളെ കൊണ്ടാൽ ശബ്ദിക്കൂല, ഒച്ചടൂല. ആളുകൾക്ക് അതിനെ കൊണ്ട് ഉപകാരമാണ്. ഒന്നിരിക്കൽ ഹെറാസത്തിനുള്ളതാണ്, അല്ലെങ്കിൽ അത് നായ പോലീസാണ്. ഇങ്ങനത്തെ സാധനമാണെങ്കിൽ അത് മുഹ്തറമാണ്, വെള്ളം അതിന് കൊടുത്തോളണം. ഇനി അതല്ല, അവിടെ പറയുന്നുണ്ട് അതിനോട് ഉപകാരമില്ല ഉപദ്രവമില്ല, എന്നാലും അതിന് കൊടുക്കുക. തെരുവ് നായകൾ ഉപദ്രവമില്ലാത്തതാണെങ്കിൽ അതിനെ ഒന്നും കൊല്ലാൻ പാടില്ല, അതിന് വെള്ളവും ഭക്ഷണമൊക്കെ കൊടുക്കണം എന്നുള്ളതാണ് അവിടെ പറയുന്നത്. ഈ മുഹ്തറമായ നായയെ പോലെ ആണ് മനുഷ്യനുള്ള ഗളബ് എന്ന് പറയുന്നത്. കൽബ് ആണ്. അത് മുഹ്തറമാണെങ്കിൽ മുഅല്ലമാവണം. ആരെ കണ്ടാലും അത് സ്പർശിക്കുകയാണ്, ആരെയും നോക്കുകയാണ്. കാണാത്തോലെ അജ്നബിയത്തിനൊക്കെ നോക്കുകയാണ്, ആരെ കണ്ടാലും കുരച്ചു ചാടുക. ഇങ്ങനെയുള്ള എല്ലാവരോടും ദേഷ്യ. ഈ ഒലബ് പറ്റൂല. അതിനാണ് അതിന് മുഅല്ലമാവണം എന്ന് പറഞ്ഞത്. അതുപോലെ തന്നെ മറ്റേ ഖിൻസീറാണ് ഷഹബത്ത് എന്ന് പറയും. ആരെ കണ്ടാലും പുറം കയറാൻ നോക്കുക, അത് പറ്റില്ല. അതിന് നിയന്ത്രണം വേണം. അതുകൊണ്ടാണ് ഇസ്ലാമിക ഫിഖിൽ നേരത്തെ ഈ 4 കുവകൾ മനുഷ്യനുള്ളത് കൊണ്ട് മനുഷ്യൻ യഥാർത്ഥ ഒരു മനുഷ്യനായി നിൽക്കണമെങ്കിൽ ഇബാദത്ത് വേണം. ഇബാദത്ത് മുഖേനയാണ് അവന്റെ അഖിലിനെ ക്ലിയർ വരുത്തുന്നത്. അതുപോലെ മുആമലാത്ത്, കാരണം ശഹവത്ത് ബത്തിനിന് വേണ്ടി അധ്വാനിക്കണം, ഭക്ഷണം വേണം, അത് ഏതെങ്കിലും രൂപത്തിൽ എടുക്കാൻ പാടില്ല. അപ്പൊ മുആമലാത്തിന്റെ നിയമങ്ങളാണ് ഫിഖിൽ 2 ആയത്. പിന്നെ ശഹവത്തിൽ ഫർജ് വീടണം, അതിന് നിയതമായ മാർഗം വേണം. എതിർലിംഗത്തിനോട് നിക്കായിലൂടെ മാത്രമുള്ള ബന്ധപ്പെടല് ഇതേ പറ്റൂ. അപ്പൊ മുനാക്കഹത്ത് എന്ന് പറയുന്ന ബാബു വന്നു ഫിഖില്. ഇതെല്ലാം റെഡി ആകുമ്പോഴാ പിന്നെ മനുഷ്യന് വയറും നിറഞ്ഞിട്ടുണ്ട്, മറ്റത് അപ്പോഴാ പിന്നെ മനുഷ്യന് ഈ അക്രമവാസനകളൊക്കെ വരിക. അപ്പൊ പിന്നെ ജിനായാത്ത് എന്ന് പറയുന്ന ഈ ഗളബ് കൂടലും കുറയലൊക്കെ അങ്ങനെയാണ്. അപ്പൊ അവിടെ ജിനായാത്ത്. ഇങ്ങനെ ഫിഖിന്റെ തർത്തീബ് തന്നെ മനുഷ്യന്റെ ഈ പ്രകൃതിയുമായി ബന്ധപ്പെട്ട ഈ ഒരു ബന്ധം അത് എങ്ങനെ മേക്കപ്പ്, എങ്ങനെ അത് ക്ലിയർ ചെയ്യണം എന്നുള്ള രൂപത്തിലാണ്. അപ്പൊ അത് ക്ലിയർ ചെയ്യുന്നിടത്ത് നന്മയുമായി ബന്ധപ്പെട്ടത് കർണപുടങ്ങളിലൂടെ അല്ലെങ്കിൽ നയനങ്ങളിലൂടെ ഹൃദയത്തിലേക്ക് ചെല്ലാൻ പാടുള്ളൂ. അതുകൊണ്ട് ഹറാം കാണരുത്, ഹറാം കേൾക്കരുത്. ഈ ഹറാമ് എന്ന് മാത്രല്ല, അതില് നന്മയുടെ വശങ്ങളൊന്നുമില്ല, ഹറാമുമില്ല. എങ്കിലും അത് കർണാനന്ദകരമാകുമ്പോ ഇവന് ഇവന്റെ ആത്മാവിനെ അത് എന്ത് ചെയ്യും? ഇങ്ങനെ ഇളക്കി മറിച്ചിട്ട് ഇളകുമ്പം പുറത്തേക്ക് ചാടും അവന്റെ വികാരങ്ങൾ. അങ്ങനെ ഒരു ശൈന് ഇതിനുള്ളത് കൊണ്ട് ആണ് അത് കറാഹത്ത് ചുരുങ്ങിയത് എന്ന് പറഞ്ഞു. അതുകൊണ്ട് യുക്റഹുൽ ഖിനാഹു എന്ന് നേരത്തെ തന്നെ അങ്ങനെ പറയാനുള്ള കാരണം. അപ്പൊ പ്രമേയങ്ങൾ നോക്കിക്കൊണ്ടാണ് ഈ
അനുവദനീയവും അനുവദനീയമാവാതിരിക്കലും തീരുമാനിക്കണം. അതിൻ്റെ കാര്യകാരണ ബന്ധങ്ങൾ മനുഷ്യ പ്രകൃതിയുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് എന്നല്ല ഈ കർണാനന്ദകരം എന്ന് ഞാൻ പറഞ്ഞുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മദ്യചഷകം നുണയുമ്പോൾ ഉണ്ടാകുന്ന അനുഭൂതി ഉണ്ടാകുക എന്ന തുറബിന് ഇബ്നു ഹജർ ഹൈത്തമി റളിയല്ലാഹു അൻഹു പറഞ്ഞു. അത് പിന്നെ നമ്മൾക്കൊന്നും അറിയില്ല അനുഭൂതി അപ്പൊ മദ്യചഷകം നുണയുമ്പോഴുള്ള അനുഭൂതി നമുക്കറിയില്ലെങ്കിലും ആ അനുഭൂതി ഉള്ള ആളുകൾ കാട്ടിക്കൂട്ടും നമ്മൾ കണ്ടിട്ടുണ്ട്. അതിന്റെ അലാമത്തുകൾ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ. ആ അലാമത്ത് ഇത് കേൾക്കുന്നവനുണ്ടോ അപ്പൊ അവള് കാട്ടിക്കൂട്ടൽ വരും. അതിന് വജിദ് എന്ന് പറയില്ല. ഹറാമ് കേട്ടുകൊണ്ടുണ്ടാകുന്ന കാട്ടിക്കൂട്ടലിന് വജിദ് എന്ന് എന്ത് ചെയ്യൂല, പറയൂല. വജിദ് എന്ന് പറയുന്നത് ഇലാഹിയിലേക്കുള്ള ആകർഷണത്തിനാണ് വജിദ് എന്ന് പറയാം. ഈ ഇലാഹിലേക്കുള്ള ആകർഷണം ഉണ്ടാവണമെങ്കിൽ അത് അനുവദനീയമായതിലൂടെ വേണം. അതുകൊണ്ട് ഖുർആനിൽ തന്നെ ഒരു ആയത്തില് അല്ലാഹു തആല പറയുന്ന, നേരത്തെ ഇവിടെ പറഞ്ഞല്ലോ ഈ ദൈവികമായിട്ട് ബന്ധപ്പെട്ട ഒരു മേഖല അതിനുണ്ട് എന്ന് പറഞ്ഞല്ലോ. അത് പഴയ കാലത്ത് ജാഹിലിയ കാലത്ത് അവർക്കുള്ള അവകാശമായിരുന്നു. അങ്ങനെയുള്ള ഒരു അവകാശവാദം. ആ അവകാശവാദത്തിന് പരിശുദ്ധ ഖുർആൻ തന്നെ വ്യക്തമായിട്ട് ഗണ്ണിച്ചുകൊണ്ട് ഒരായത്ത് പറയുന്ന കാണാം. അല്ലദീന തഖദൂ ദീനഹും ലഹ്വൻ വലഇബ വഗറത്തുഹുമുൽ ഹയാത്തുദ് ദുനിയ ഫൽയൗമ നൻസാഹും കമാ നസൂ ലിഖാഅ യൗമിഹിം ഹാദാ വമാ കാനൂ ബിആയാതിനാ യജ്ഹദൂൻ. ഒരു ആയത്ത്. മറ്റൊരായത്തിൽ കാണാം വദരില്ലദീന തഖദൂ ദീനഹും ലഇബൻ വലഹ്വാ. ലഇബ് വലഹ്വ്, കളിയും വിനോദവും. വഗറത്തുഹുമുൽ ഹയാത്തുദ് ദുനിയ വദക്കിർ ബിഹി അൻ തുബ്സല നഫ്സും ബിമാ കസബത് ലൈസ ലഹാ മിൻ ദൂനില്ലാഹി വലിയ്യും വലാ ശഫീ. അത് പറയാനുള്ള കാരണം അത് ലൈസ ലഹാ മിൻ ദൂനില്ലാഹി വലിയ്യും വലാ ശഫീ. ഇത് പറയാനുള്ള കാരണം ബദറില്ലദീന തഖദൂ ദീനഹും ലഇബൻ വലഹ്വാ. അവരുടെ ദീനിന്റെ ചര്യകൾ അവർ ആട്ടും പാട്ടും കൂത്താട്ടവും ഒക്കെ ആക്കി ഇത് ദൈവത്തിലേക്ക് അടുക്കാനുള്ളതാണ്. ഇത് ഹൈന്ദവ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് ഖുറൈശികൾക്ക് അങ്ങനെ ഒരു പരിപാടി ഉണ്ടായിരുന്നു. ഖുർആൻ മറ്റൊരു സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട് ഇല്ലാ മുഖാഅം വ തസ്തിയ എന്നുണ്ട്. അതായിരുന്നു അവരുടെ ആരാധനയുടെ മുഖ്യ ഭാഗങ്ങൾ. അതിനവർ ന്യായം പറഞ്ഞിരുന്നത് നേരത്തെ പറഞ്ഞിരുന്നതാണ്. ദൈവം നൽകുന്ന ഇപ്പോ അടുത്ത് പിന്നെ ലോക ഒട്ടുക്കും കച്ചേരി നടത്താൻ അനുവാദം കിട്ടിയ ഒരാൾ നമ്മളെ കേരളത്തിൽ. അദ്ദേഹം പറയുന്നുണ്ട് ദൈവത്തെ അറിയാനും ഈ സംഗീതം വേണം. ഈ സംഗീതം എന്നുള്ളത് നമ്മൾ എതിർക്കണുള്ളൂ. ദൈവത്തെ അറിയാൻ സംഗീതം ഉണ്ട്. ദൈവത്തെ, കാരണം പ്രപഞ്ചത്തിനെയും പ്രപഞ്ച താളങ്ങളെയും അറിയുമ്പോ അതുണ്ടല്ലേ അഫലാ യൻളുറൂന ഇലൽ ഇബ്ലി കൈഫ ഖുലിഖത് എന്നുള്ളടത്ത് അതിന്റെ ജിസ്മിയായത് മാത്രമല്ല അതിന്റെ സ്വരങ്ങളെ സംബന്ധിച്ചും ചിന്തിക്കണല്ലോ. അങ്ങനെ ഓരോ വസ്തുക്കളുടെ സ്വരങ്ങളെ സംബന്ധിച്ചും ചിന്ത ഇതിൽ പെടുമല്ലോ. അപ്പൊ ദൈവത്തെ അറിയാനുള്ള മാർഗം തന്നെയാണ് സംഗീതം. അത് അദ്ദേഹം പറഞ്ഞ സംഗീതം ഇപ്പോ നടന്നുകൊണ്ടിരിക്കുന്ന ആ സംഗീതമാണ്. അതുകൊണ്ട് നമ്മൾ അതിനെ എതിർക്കുന്നതെന്ന് പറഞ്ഞു. എന്നല്ലാതെ ദൈവത്തിലേക്ക് അല്ലെങ്കിൽ ഇലാഹിലേക്ക് അടുക്കുന്ന സംഗീതം ഏതാന്ന് നമ്മൾ പറഞ്ഞു. അതല്ല ഇന്ന് നടക്കുന്നത്, അത് ഹറാമാണ് എന്നുള്ളത് കൊണ്ടാണ് അതിലൂടെ ഇലാഹിലേക്ക് അടുക്കാൻ കഴിയില്ല എന്ന് ഖുർആൻ പറ. വദരില്ലദീന തഖദൂ ദീനഹും ലഇബൻ വലഹ്വാ വഗറത്തുഹുമുൽ ഹയാത്തുദ് ദുനിയ വദക്കിർ ബിഹി. അവരെ ഉത്ബോധനം നടത്തണം. അൻ തുബ്സല നഫ്സും ബിമാ കസബത് ലൈസ ലഹാ മിൻ ദൂനില്ലാഹി വലിയ്യും വലാ ശഫീ. ഇലാഹിലേക്ക് അടുക്കുകയല്ല അതുകൊണ്ട് ചെയ്യാം. അതുകൊണ്ട് ഇമാം മുഗ്നി റളിയല്ലാഹു അൻഹു ഇത്തരം വിഷയങ്ങള് ദൗക്ക് കിട്ടും എന്ന് അവകാശപ്പെടുന്ന ആളുകളെ ഗണ്ണിച്ചുകൊണ്ട് ഖതീബ് ശുർബീനി റളിയല്ലാഹു അൻഹു മുഗ്നിയില് ഒരു ഇബാറത്ത് പറഞ്ഞു കാണാം. വിശദമായിട്ട് വരിവരിയായിട്ട് ഞാൻ പറയുന്നില്ല. ഇതൊന്ന് പറയാം, മുഗ്നി ഒന്ന് വായിച്ചിട്ട് പറയാം. വഖാല സുബ്കി ഇമാം പറഞ്ഞ ഈ ആയത്ത് പറഞ്ഞുകൊണ്ട് അതിന്റെ കൂട്ടത്തിൽ ഇത് പറയാം. അസ്സമാഉ അല സൂറത്തിൽ മൗഹൂദത്തി മുങ്കറുൻ വളലാല. ഈ അറിയപ്പെട്ട ഈ രൂപത്തിൽ നടക്കുന്ന അവരുടെ കാലത്ത് നേരത്തെ പറഞ്ഞ നമ്മൾ രണ്ടാം ഇനത്തിൽപ്പെട്ട, ഒന്നാം ഇനത്തിലല്ല. പ്രമേയങ്ങൾ നല്ലതാണെങ്കിൽ അത് പറ്റും, അതിനെ കേൾക്കുക, ദിക്റുകള് മദാഹികള് ഇത് പറ്റും. ഇതല്ല,
അതല്ലാത്തത് ഈ സമാ മുങ്കറാണ്, ദലാലയാണ്. വഹുവ മിൻ അഫ്ആലിൽ ജഹലത്തി വശയാത്തീൻ വമൻ സഅമ അന്ന ദാലിക ഖുർബത്തുൻ ഫഖദ് കദിബ വഫ്തറാ അലല്ലാഹി. അത് ഇലാഹിലേക്ക് അടുപ്പിക്കുക. കാരണം അല്ലാഹു തആല പറയുന്ന ലഗ്ബ് ലഹവിലൂടെ ഇലാഹിലേക്ക് എന്ത് ചെയ്യൂല. ഒരു കാര്യം ലഗ്ബ് ലഹവ് ആവുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞു, അതിന്റെ പ്രമേയം ഇലാഹിലേക്ക് അടുപ്പിക്കുന്നതോ ദുന്യാവിനെ തർക്ക് ചെയ്യുന്നതോ ആകാത്ത പ്രമേയമാണ് എങ്കിൽ അത് തിന്മ ഉണ്ടാവണമെന്നില്ല. കേവലം അനുവദനീയമായ ഹലാലായ സംഗതിയാണെങ്കിലും അത് വഫ്തറ അലല്ലാഹി വമൻ ഖാല ഇന്നഹു യസീദു ഫി ദൗഖ്, യസീദു ഫി ദൗഖ്, അത് നേരത്തെ പറഞ്ഞ വജിദിന്റെ ഭാഗം ദൗക്ക്. തസൗഫ് പറയുന്ന ഓരോ മക്കാമുകളെ ദൗക്ക് വജിദ് എന്ന് പറഞ്ഞിട്ട് ഇത് ദൗക്ക് അത് വർദ്ധിപ്പിക്കും എന്ന് വല്ലവനും പറഞ്ഞാൽ ഫവ്വ ജാഹിലുൻ ഔ ശൈത്താനുൻ വമൻ നസബ സമാഅ ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യുഅദ്ദബു അദബൻ ശദീദാ. അങ്ങനെ വല്ലവനും പറഞ്ഞാൽ, കാരണം ഈ അസ്സമാ എന്ന് ഇപ്പൊ നമ്മൾ പറയുന്നത് ഈ അനുവദിക്കപ്പെടാത്ത, അതാണ് ഇപ്പൊ വ്യാപകമായി ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നേരത്തെ നമ്മൾ പറഞ്ഞിരുന്നു ഇത്തിലാക്കൻ തസൗഫിൽ സമാ എന്ന് പറഞ്ഞാൽ അത് അനുവദനീയമായ സംഗതിയാണ്. അതേ സമയത്ത് മഹാനവർകൾ പറഞ്ഞാൽ സൂറത്തിൽ മൗഹൂദത്തി, ഇപ്പം അറിയപ്പെട്ട രൂപം, എന്നിട്ട് പറയുന്നു വയദ്ഖുലു ഫീ സുംറത്തിൽ കാദിബീന അലൈഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വലൈസ ഹാദാ ത്വരീഖത്തു ഔലിയാ ഇല്ലാ. അള്ളാഹുവിന്റെ ഔലിയാക്കളെ ത്വരീഖത്തിൽ ലഗ്ബ് ലഹവ് സമാ അതിലൂടെ പോകൂല. കാരണം അത് അള്ളാഹുവിലേക്ക് ഇലാഹിലേക്ക് അടുക്കാനുള്ള വഴിയല്ല. വഅത്ബാഇ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങളെ പിൻപറ്റിയവരുടെ വഴിയല്ല. ബൽ ത്വരീഖത്തു അഹ്ലിൽ ലഹ്വി വൽ ലഗ്ബി വൽ ബാത്തിൽ വയുൻകറു അലാ ഹാദാ ബിൽ ലിസാനി വൽ യദി വൽ ഖൽബ് വമൻ ഖാല മിനൽ ഉലമാഇ ബി ഇബാഹത്തി സമാഇ. ഇനി എവിടെയെങ്കിലും സമാ അനുവദനീയമാണ് എന്ന് വല്ല ഉലമാവും പറഞ്ഞത് ശ്രദ്ധയിൽപ്പെട്ടാൽ അവിടെ ഫദാക, അത് ഏതാണ്? ഇവിടെ സുബ്കി ഇമാം ഒരു വിഷയം വാർത്ത പറയുന്നുണ്ട്. ഫദാക ഞാൻ പറയുന്നത്, അത് പറയുന്നത് ഇബ്നു ഹജർ തങ്ങൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് തുഫൈല്. അതൊക്കെ മാസിയത്ത് കലരാത്ത, ദോഷങ്ങളില്ലാത്ത അത്തരം വിഷയങ്ങളാണ് ഈ സമാ സ്വഹാബത്ത് വമൻ ബഅദഹും എന്ന് തൗഫ 10-ാം വാള്യം 219-ാമത്തെ പേജിൽ കിതാബ് ഷഹാദാത്തിന്റെ ബാബിൽ പറഞ്ഞു കാണാം. ഇനി ഇവിടെ സുബ്കി ഇമാം പറഞ്ഞ ഇബാറത്ത്, ഞാൻ ഈ മുഗനീന്റെ ഇബാറത്ത് കൊടുക്കാൻ കാരണം സുബ്കി ഇമാമിന്റെ ഒരു ഇബാറത്ത് ഇവിടെ പ്രത്യേകം അടിവരയിടേണ്ടതാണ്. ഹൈസു ലാ യജ്തമിഉ ഫീഹി ദുഫ്ഫുൻ വശബ്ബാബത്തുൻ. ദുഫ്ഫുൻ വശബ്ബാബത്ത്, ദുഫ് ദഫ് ബിൽദമ്മി അഫ്സഹു വഅശ്ഹറു എന്നാണ്. രണ്ടും പറ. ദഫ് എന്ന് പറയാനുള്ള കാരണം തന്നെ കൈകൊണ്ട് അതിനങ്ങ് എന്ത് ചെയ്യുന്നു, ദഫ് ചെയ്യുന്നു എന്നുള്ളത് കൊണ്ട്, നഖം കൊണ്ട് ആവരുത്. ഇങ്ങനെ കൈവിരൽ കൊണ്ടൊക്കെ അല്ലെങ്കിൽ പള്ള കൊണ്ടൊക്കെ ദഫ് ചെയ്യുക. ഇതുകൊണ്ടാണല്ലോ ദഫ് ഉണ്ടായത്. അപ്പൊ അതുകൊണ്ടാണ് അതിനങ്ങനെ പറയാനുള്ള കാരണം. പിന്നെ ഇതില്ലാത്തിടത്താണ്. അതുപോലെ തന്നെ ഇവിടെ ഈ ദഫും ശബ്ബാബത്തും സുബ്കി ഇമാം ഒന്നിച്ചാന്നാ പറഞ്ഞത്. ദുഫ് ഒറ്റക്കാണെങ്കിൽ പറ്റും. ദുഫ്, ഈ ദുഫിന്റെ കൂടെ ശബ്ബാബത്തുണ്ടായാൽ രണ്ടും ഹറാമാണ്. ദുഫ് ഹലാലാണ് സുന്നത്താണെന്ന് പറഞ്ഞല്ലോ. അതിന്റെ കൂടെ ശബ്ബാബത്ത് എന്നുള്ള ഒരു ഉദാഹരണം. എന്താ ഈ ശബ്ബാബത്ത് കൊടുക്കാൻ കാരണം? ശബ്ബാബത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ യറാഹ് എന്നാണ് അതിന് പറയാം. യറാഹ് ശബ്ബാബത്ത് എന്ന് പറഞ്ഞാൽ കുയൽ നാദമാണ്. ഈ നാദങ്ങള് ഒരു 4 ഐറ്റം ഉണ്ട്. ഏതൊക്കെ അനുവദനീയം ഏതൊക്കെ അനുവദനീയാത്തി, അതിൽ ഈ ശബ്ബാബത്തിനെ പറ്റി ഇഖ്തിലാഫുണ്ട്. ദഫിന് തർക്കമില്ല, അത് പറ്റും. അതുപോലെ തന്നെ കൂബത്തല്ലാത്ത തുബൂലുകളൊക്കെ എന്ന് പറഞ്ഞാൽ തുകൽ വാദ്യങ്ങൾ എന്നാണ് അതിന് പറയാം. വാദ്യോപകരണങ്ങൾ, നിർമ്മിത വാദ്യം. നമ്മൾ നേരത്തെ പറഞ്ഞ ഈ സ്വരങ്ങൾക്ക് നിർമ്മിത വാദ്യങ്ങൾ, വാദ്യോപകരണങ്ങൾ. ഈ വാദ്യോപകരണങ്ങൾ 4 രൂപമുണ്ട്. അതിലൊന്ന് കമ്പിവാദ്യങ്ങൾ എന്നാണ് പൊതുവെ അതിന് പറയാം. കമ്പിവാദ്യങ്ങൾ. തന്ത്രിവാദ്യങ്ങൾ എന്ന് പറയും. ഓർഗാനിക്കില് നോക്കിയാൽ ആ ശാസ്ത്ര ശാഖയില് അവര് പറയുന്ന 4 വാദ്യോപകരണങ്ങളിൽ ഒന്ന് തന്ത്രിവാദ്യങ്ങൾ, അതാ കമ്പിവാദ്യം. ഔത്താർ നമ്മൾ
കിതാബിലൊക്കെ കാണാം ഔത്താറുകൾ. ഇങ്ങനെ വലിച്ചു കെട്ടിയ കമ്പിയായിരിക്കും അതിലുണ്ടാകുക. എന്നിട്ട് ആ കമ്പിയെ ഒന്നിരിക്കൽ വടി കൊണ്ട് ഇങ്ങനെ കമ്പന ഉണ്ടാക്കിക്കും, അല്ലെങ്കിൽ വിരല് കൊണ്ട്, അല്ലെങ്കിൽ നാണയം കോയിൻസ് കൊണ്ട് ഇങ്ങനെ 3 രൂപത്തിൽ അതിലുണ്ടാവും. വീണ, വയലിൻ, തമ്പുരു, സിത്താറ്, ഗിറ്റാറ്, ഇതൊക്കെ കമ്പിവാദ്യങ്ങളാണ്. വീണ, അതുപോലെ വയലിൻ, തമ്പുരു, സിത്താറ്, ഗിറ്റാറ്. ഈ സിത്താറും ഗിറ്റാറും ഒക്കെ തൂഫയിലും പറഞ്ഞത് കാണാം. പിന്നെ കമ്പിവാദ്യങ്ങൾ. പിന്നെ ഈ കട്ടകൾ നെക്കി സംഗീതം പുറപ്പെടുവിക്കുന്നതും തന്ത്രിവാദ്യങ്ങളിലായിട്ടാണ് എന്ത് ചെയ്യുന്നത്, കട്ട ഇങ്ങനെ നെക്കിയിട്ട് സംഗീതങ്ങൾ വരുന്നത്. ചിലത് കാറ്റടിച്ച് വിട്ടിട്ട് കമ്പനം ഉണ്ടാക്കിയിട്ട്, അപ്പൊ നമ്മൾ പുറത്ത് കമ്പികൾ കാണൂല. അതുപോലെ ഈ കട്ട നിൽക്കണേലും പുറത്ത് കമ്പിയാണല്ലോ, ഉള്ളിൽ കമ്പിയാണ്. അപ്പൊ ഈ കട്ട നിൽക്കുമ്പോൾ ഒരു തരം കാറ്റ് പ്രവഹിച്ചിട്ട് അതിലൂടെയാണ് എന്ത് ചെയ്യുക, അപ്പൊ വടി കൊണ്ട് നീട്ടുന്നതിന് പകരം കമ്പനം ഉണ്ടാക്കുന്നതിന് പകരം അങ്ങനെ ഉണ്ടാക്കണം. അങ്ങനെ ഇളകുന്ന തന്ത്രികൾ ആസ്പദമാക്കി ഈ പ്രവർത്തിച്ച് അതിൽ നിന്ന് പുറത്തേക്ക് വരുന്ന ഈ ശബ്ദം, ഇതാ കമ്പിവാദ്യങ്ങൾ, തന്ത്രിവാദ്യങ്ങൾ. അത് മുഴുവനും ഹറാമാണ് എന്നാണ്, ഉപയോഗിക്കൽ ഹറാമാണ് എന്നാണ് കർമ്മശാസ്ത്രം കഫുർ റായില് ഇബ്നു ഹജർ ഹൈത്തമി റളിയല്ലാഹു അൻഹു പറഞ്ഞു. അത് മുഴുവനും ഹറാമാണ്, അതിലൊന്നുപോലും. പക്ഷെ അവിടെ രണ്ടാമത്തൊന്ന് സുഷിരവാദ്യങ്ങൾ. സുഷിരവാദ്യം ഓട്ടുള്ള സാധനങ്ങളുണ്ട്. അപ്പൊ നിശ്ചിത ദ്വാരങ്ങളിലൂടെ വായു കടത്തി വിടുമ്പോ നാദം പുറപ്പെടും. സ്വരങ്ങൾ ഉണ്ടാക്കുകയാണല്ലോ, ആ നാദം പുറപ്പെടും. അതിൽപ്പെട്ട പുല്ലാങ്കുഴല്, നാഗസ്വരം, കാഹളം, ഈ ക്ലാരിനെറ്റ് എന്ന് പറഞ്ഞാൽ അതിന്റെ വിവിധ ഇനങ്ങൾ കാണാം, നെറ്റിൽ അടിച്ചു നോക്കിയാൽ ഉണ്ടാവും. കൊമ്പ്, വാദ്യോപകരണം, ശംഖ് എന്ന് പറയുന്ന സാധനം ഉണ്ടാവും. ഇതുകളൊക്കെ വളഞ്ഞിട്ടുണ്ടാവും, നീണ്ടിട്ടുണ്ടാവും. അതിന് വിവിധ ദ്വാരങ്ങൾ ഉണ്ടാവും. ഈ വിവിധ ദ്വാരങ്ങൾ തുറന്നടക്കുന്നതിനനുസരിച്ച് നേരത്തെ പറഞ്ഞ സാരി ഗ മ പ ത എന്തെയും വ്യത്യാസപ്പെടും. അത് പഠിച്ചെടുക്കണവർക്കറിയാം. നമ്മളിങ്ങനെ ആക്കി ഒന്നും വരില്ല, ഇങ്ങനെ ഉണ്ടാവും. ഇതാണ് ഇപ്പൊ സുഷിരവാദ്യങ്ങൾ. പിന്നെ ചർമ്മവാദ്യങ്ങള് മൂന്നാമത്തത്. തുകൽവാദ്യങ്ങള്, വലിച്ചു കെട്ടപ്പെട്ട തോല്, ആ തോലിന്റെ മേലെ തട്ടുമ്പോ നാദങ്ങൾ ഉണ്ടാവും. അത് വിവിധ രൂപങ്ങളുണ്ട്. തബല, ചെണ്ട, മദ്ദളം, മൃദംഗം, ദഫ്, അറബന, നഗാരം, ഇങ്ങനെ കുറെ സാധനങ്ങളുണ്ട്. അതിലാണ് നേരത്തെ നമ്മൾ പറഞ്ഞ കൂപത്ത്, നടു ഇടുങ്ങിയത്, 2 തൊറഫുകൾ വികസിച്ചത്, തോല് കൊണ്ട് കെട്ടിയത്, നടു ഇടുങ്ങിയത്. അതെന്ത് നടു ഇടുങ്ങിയത് കൊട്ടാൻ പറ്റൂല എന്നുള്ളത്? ഈ നടു ഇടുങ്ങിയ തന്നെ 3 രൂപത്തിൽ ഇപ്പം നിലവിലുണ്ട്. ആ 3ഉം പറ്റൂല. നടു ഇടുങ്ങിയത് എന്തുകൊണ്ടാ? അത് തഅബ്ബുദിയാണ്. എന്തുകൊണ്ടാണ് അത് പറ്റൂല, ആ ഒച്ച പറ്റൂല? തഅബ്ബുദി എന്നാണ് അതിന് ഫുഖഹാ പറയുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, പിന്നെ അല്ലാഹു തആല ശപിച്ചിരിക്കുന്നു പിന്നെ ഖിമാർ, പന്തയം വെക്കുന്നവര്, അതുപോലെ തന്നെ കൂബത്ത് മുട്ടുന്നവരെയും എന്ന് നബി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ശാരിഫ് പറയുന്നത് തെറ്റാണ്. അതന്നെയാണ് ഇത്. കാരണം അതിന് വേറെ ഹിക്മത്തുകൾ പറഞ്ഞവരുണ്ട്. പക്ഷെ ഇതിലൊക്കെ നമ്മൾ ഈ ഫർക്ക്, നമുക്ക് ഈ സ്വരങ്ങളുമായിട്ടുള്ള വ്യത്യാസങ്ങളും കാര്യങ്ങളും ഒന്നും കൂടുതൽ പറഞ്ഞ് ഫലിപ്പിക്കാൻ കഴിയൂല സാധാരണ. അപ്പൊ അതിന് നബി ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അത് സാധാരണ നമ്മുടെ മുസ്ലിങ്ങളോടല്ലേ പറയാൻ പറ്റുള്ളൂ, അല്ല എല്ലാവരോടും പറയാം. 4 റക്അത്തിന് ഇപ്പൊ നമ്മൾ നിസ്കരിക്കാൻ പോകുന്ന ആൻസർ എന്റെ 3 നിസ്കരിച്ചൂടെ? ഇല്ല, അങ്ങനെയാണ് എന്റെ റബ്ബ് പറഞ്ഞിരിക്കുന്നത്. അല്ലാഹു ഉണ്ട് എന്ന് വന്നു കഴിഞ്ഞാൽ പിന്നെ എല്ലാത്തിന്റെയും ബുദ്ധി എന്തെന്നെയാണ്? ഒരു സൃഷ്ടാവ്, ഞാൻ അടിമയാണ്, അവൻ ഉടമ അങ്ങനെ പറഞ്ഞിരിക്കുന്നത്. ഇത്രേ അതിന് പറയാനുള്ളൂ. ഇത് ചർമ്മവാദ്യങ്ങൾ. അപ്പൊ ഇതിൽ ഈ ചെണ്ടകള്, അതുപോലെ കാര്യങ്ങളൊക്കെ മുട്ട. ലോഹവാദ്യങ്ങളാണ് പിന്നെ 4മത്തത്. മുന്തബകായ ആലാത്തുൽ മുന്തബക, അത് ഓട് മുതലായ ലോഹങ്ങൾ കൊണ്ടുണ്ടാക്കപ്പെട്ട് ഇലത്താളം, കുയിഞ്ഞാളം, ചേങ്ങില, ഇവൾക്ക് പുറമെ കലുങ്കി, ഇളക്കി, ഈ പിന്നെ ചിലങ്ക മാതിരി കുലുങ്ങിയിട്ട് ഇതുണ്ടാക്കുന്ന ചിലങ്ക, അതൊക്കെ അതിലാണ് പെടുക. ഈ വിഭാഗത്തിൽ പെടുന്നതാണ്. അതില് ജലാജിലുകള് പറ്റിയതുണ്ട്, പറ്റാത്തതുണ്ട്. ഈ 4മത്തെ വിഷയത്തിൽ. 1മത്തേനെ പറയുന്നതിന്റെ ഇസ്ലാമിക വീക്ഷണം പെട്ടെന്ന് പറഞ്ഞു പോവാ. ഈ കമ്പിവാദ്യങ്ങൾ നേരത്തെ പറഞ്ഞു വ്യാപക, ഇതിൽ എല്ലാം നിഷിദ്ധാണ് പറഞ്ഞു. തൂഫയിൽ കാണാ ആലത്തിൻ മിൻ ശിആരി ശർബത്തിക തുമ്പൂരിൻ വഊദിൻ റബാബിൻ വ ജുങ്കിൻ. ജംഗ് ഫാർസി ഭാഷയാണത്, അത് അറബീകരിക്കപ്പെട്ട. സന്തീർ, പിന്നെ തമ്പുരു, വീണ, റബാബ് പറഞ്ഞ റവക്ക, ഫിഡില് എന്ന് പറഞ്ഞ അത്. അതുപോലെ തന്നെ ജംഗ് പറഞ്ഞ ശംഖ്, നമ്മളെ മലയാളത്തിൽ പറഞ്ഞ. സന്തീർ, സിത്താർ, കമഞ്ച, വയലിന്, സഞ്ചി, ഇലത്താളം. പിന്നെ സുഷിരവാദ്യങ്ങൾ, അത് പറയാനപ്പോ ഇത്രയും പറഞ്ഞു. സുഷിരവാദ്യങ്ങളില് യറാഹ് അല്ലാത്ത മുഴുവനും ഹറാമാണ് എന്നുള്ളതിൽ തർക്കില്ല. സുഷിരവാദ്യങ്ങൾ യറാഹ് അല്ലാത്തതൊക്കെ ഇത്തിഫാക്ക, റാഫി ഇമാമും നവി ഇമാമും ഇത്തിഫാക്കാണെങ്കിൽ ഹറാമാണെന്നുള്ളത്. അതേ സമയത്ത് പിന്നെ യറാഹ്
അതിൽ റാഫി ഇമാം പറയുന്നുണ്ട് അസഹ് ഇറാവ് പറ്റും. മനസ്സിലായിട്ടില്ല കേട്ടോ, മുമ്പിൽ നോക്കട്ടെ. ഇറാവ് പറ്റും ആര് പറഞ്ഞിട്ടുണ്ട്? അന്നല്ല അത് അസഹാണ് എന്ന് റാഫി ഇമാം. അവിടെ നമ്മളെ നൈമാമിന്റെ ഇസ്തിലാഹ് പ്രകാരം കുൽത്തു അല്ലാഹു അലം പറഞ്ഞ സ്ഥലമാണ്. കുൽത്തു അൽ അസഹു തഹരീമുഹു വല്ലാഹു അലം. നൈമാം പറഞ്ഞത് എങ്ങനെയാണെങ്കിൽ റാഫി ഇമാം ഇറാഹ് അനുവദനീയമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്താണ് ഈ ഇറാഹ്? ഏതെങ്കിലും ഒന്ന് ഹലാലാക്കാൻ പറ്റുമെന്ന് നോക്കുകയാണ്. ഇറാഹ് എന്ന് പറഞ്ഞ സംഗതി എന്താണ് എന്ന് പറയാം. പിന്നെ വഹുവ ശബ്ബാബത്തു, നേരത്തെ ഒരു ബാർത്ത് വായിച്ചു സുബ്കി ഇമാമിന്റെ മുഗനയിലുള്ള ശബ്ബാബത്ത് ആണ് ഇറാഹ്. സുമ്മിയത്ത് ബിദാലിക ലിഖുലുവി ജൗഫിഹാ, അതിന്റെ ഉള്ളു പൊള്ളയായിരിക്കും. ഓടക്കുഴലൊക്കെ ഉള്ളു പൊള്ളല്ലേ, ഉള്ളു പൊള്ളയായിരിക്കും. വമിൻ സമ്മ ഖാലു ലിമൻ ലാ ഖൽബ ലഹു റജുലുൻ യറാഹ് എന്നാണ് സാധാരണ ബുദ്ധിയില്ലാത്തവർക്ക് പറയാം, തലച്ചോറ്റില് ആൾപ്പാർപ്പില്ലെങ്കിൽ. പിന്നെ ജൗഹരി പറഞ്ഞാണ് യറാഹു അൽ ഖസബു വൽ യറാത്തു വൽ ഖസബത്തു, മുളന്റെ കഷ്ണം, പുല്ലാങ്കുവലും. നമ്മൾ സാധാരണ കസബത്ത് തരല്ലോ, മുളക്കഷ്ണം, അതിന്റെ ഉള്ളു തുരന്നത്, അതാണിപ്പം ഈ യറാഹ് ശബ്ബാബത്ത് എന്ന്. ഇനി ഖാലൽ ഇമാമുൻ നവവിയ്യു അൽ അസഹു അവി സഹീഹു തഹരീമുൽ ഇറാഹ്, അവിടെ തന്നെ പറഞ്ഞ അൽ അസഹു അവി സഹീഹു എന്നാണ് നൈമാം എന്ത് ചെയ്യണത്. അത് നൈമാമിന്റെ ആശയം അങ്ങനെയാണ്, അവിടെ ഹലാൽ എന്നുള്ളത് പറ്റൂല എന്നാണ്. വഹുവ ആദിഹി ദമ്മാറ അല്ലത്തി യുഖാലു ലഹ ശബ്ബാബ വഖദ് സന്നഫൽ ഇമാമു അബുൽ ഖാസിം കിതാബൻ ഫി തഹരീമിൽ ഇറാഹി മുസ്തമിലൻ അലാ നഫായിസ വഅത്നബ ഫി ദലായിലി തഹരീമിഹി വല്ലാഹു അലം. റൗളയിൽ നൈമാമിന്റെ ഇബാറത്ത് അങ്ങനെയാണ്. അതിനെപ്പറ്റി ഹറാമാണ് എന്ന് സ്ഥിരപ്പെടുത്താൻ അബുൽ ഖാസിം എന്നവർ പ്രത്യേകം ഒരു ഗ്രന്ഥം തന്നെ എഴുതി ധാരാളം ലക്ഷ്യങ്ങൾ അത് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ഖതീബു ഷാം മൂപ്പരാണ് ഇപ്പൊ അബുൽ ഖാസിം എന്നവർ. വഹുവ മിമ്മൻ നുഖില അന്നു ഫി റൗലത്തി, റൗലയിൽ മൂപ്പരെ സംബന്ധിച്ച് വാർത്ത നമ്മൾ കണ്ടല്ലോ. അപ്പൊ അബുൽ ഖാസിം കഫുർ തൂഫയിലെ വാർത്ത വഅസ്ന അലൈഹി ഫി തഹരീമിഹാ വതഖരീരി അദില്ലത്തിഹി വനസബ മൻ ഖാല ബിഹില്ലിഹാ ഇലൽ ഗലത്തി. അബുൽ ഖാസിം എന്നവർ وأنه ليس معدودا من المذهب ونقلت كلامه برمته എന്നിങ്ങനെ പറഞ്ഞിട്ട് നബി ഇമാമ് ഇബ്നു ഹജർ തങ്ങൾ തൂഫയിലും അതുപോലെ കഫുർ റായിലും നബി ഇമാമ് മിൻഹാജിലൊക്കെ ആ വാദ്യ സുഷിര ഉപകരണങ്ങളിൽപ്പെട്ട പുല്ലാങ്കുഴൽ ഹറാമ് എന്ന് തന്നെയാണ് മദ്ഹബിലെ മുഅ്തമദ്. അതേ സമയത്ത് ചില ആളുകൾ പറഞ്ഞതിൽ 3-4 ഇമാമുകൾ പെട്ടിട്ടുണ്ട്. അതിൽപ്പെട്ട ഒരാളാണ് ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു. ശബ്ബാബത്ത് ഒറ്റക്കാണെങ്കിൽ അത് എന്തില്ല, തരക്കെടില്ല. ദഫ് ഒറ്റക്കാണെങ്കിൽ തരക്കെടില്ല. രണ്ടും കൂടിയാൽ ഹറാമാണ് എന്നാര് പറയുന്നുണ്ട്. അതിൽ തന്നെ ഈ ശബ്ബാബത്ത് എന്ന് പറഞ്ഞ റാഫി ഇമാമ് പറഞ്ഞ ശബ്ബാബത്ത് ഏത്, അതും കൂടി കേൾക്കണം, അപ്പോഴേ തീരുള്ളൂ. ഇത് എത്രയും പറഞ്ഞ ഇതെല്ലാവരും പറയും. അതുകൊണ്ടാണ് ഞങ്ങൾ ഈ കുഴൽ ഉപയോഗിക്കുന്നത്. നേരത്തെ പറഞ്ഞ ഈ കമ്പിവാദ്യങ്ങളല്ല, സുഷിരവാദ്യങ്ങളിൽപ്പെട്ട ഈ കുഴല് പറ്റോ ഇല്ലേ? പറ്റും എന്ന റാഫി ഇമാമിന്റെ കൗലിൽ തന്നെ ബഹുമാനപ്പെട്ട മഹാന്മാർ അത് വിശദീകരിച്ചത്. നമ്മുടെ നാട്ടിൽ ഇന്ന് ചെണ്ടയോടൊപ്പം മുഴക്കപ്പെടുന്ന കുറെ കുഴലുകളുണ്ട്. ആ കുഴലുകൾ ഹറാമായ വാദ്യങ്ങളിൽ പെട്ടതാണ് എന്നുള്ളതിൽ നമ്മുടെ പൂർവ്വകാല കേരളത്തിലെ ഒരു ആലിമും ഈ റാഫി ഇമാമിന്റെ കൗലെടുത്ത് പറഞ്ഞിട്ടില്ല. അത് റാഫി ഇമാമിന്റെ കൗലിൽ പെടൂല. പിന്നെ റാഫി ഇമാമിന്റെ കൗലിൽ പെട്ട ഇറാഖ് ഏതാണ്? മൗസൂല് എന്നാണ് അതിന് പറയുക, അല്ലെങ്കിൽ കാനൂന് എന്ന് പറയും. ഇതിനെയാണ് യഥാർത്ഥത്തില് ഈ റാഫി ഇമാമ് പറഞ്ഞ ഇറാഖ്. സാധാരണ ഇന്ന് കാണുന്ന ഈ പല ദ്വാരങ്ങളിലൂടെ വരുന്ന അല്ലെങ്കിൽ വലിയൊരു കോല് അപ്പുറത്ത് വലിയൊരു ദ്വാരമുള്ള ശംഖ് മാതിരിയുള്ള ഇതിനെ പറ്റിയല്ല ആ പറഞ്ഞിരിക്കുന്നത്. അവിടെ പറഞ്ഞത് ബഹുമാനപ്പെട്ട ഇമാം സുബ്കി റളിയല്ലാഹു അൻഹു തന്നെ സുയൂത്തി ഇമാമ് തന്നെ അൽ ഹാവിലിൽ ഫത്താവയില് അത് വിശദീകരിച്ചിട്ട് 100 ചോദ്യം ചോദിക്കുന്നുണ്ട് സുയൂത്തി ഇമാമിനോട് ബൈത്തിലൂടെ. അതിൽ 45ാമത്തെ ചോദ്യമുണ്ട്. ആ ചോദ്യത്തിന്റെ മറുപടിയായിട്ട് ഫത്താവ സുയൂത്തിയിൽ ബഹുമാനപ്പെട്ടവർ അൽ ജാദ ഇൻഷാദു മദ്ഹിൽ ഹാശിമിയ്യി അലാ ആലാത്തി ലഹ്വിൻ കമാ ആയ ലോഹവാദ്യങ്ങൾ അതൊന്നും പറ്റൂല. അതേ സമയത്ത് ബാക്കിയുള്ളതിലൊക്കെ 4 മദ്ഹബും ഇത്തിഫാഖാണ് ഈ പറഞ്ഞ വിഷയങ്ങളിലൊക്കെ. ആ 4 മദ്ഹബും ഔത്താറു മസാമീർ ഹറാമാണ് എന്നുള്ളത് 4 മദ്ഹബ് ഇത്തിഫാഖാണ് എന്ന് ഇമാം ഇബ്നു ഹജർ അൽ ഹൈതമി റളിയല്ലാഹു അൻഹു തുഹ്ഫത്തുൽ മുഹ്താജിൽ കൊടുത്തിട്ടുണ്ട്. എവിടെയാണ് കൊടുത്തത്?
അതിന്റെ തൊട്ട് മുമ്പ് പറഞ്ഞ അബൂ തോഹിർ, ഇബ്നു ഹസം എന്ന് പറയുന്ന രണ്ട് പണ്ഡിതന്മാർ അവരെ നിശ്ചിതമായി അവിടെ വിമർശിക്കുന്നുണ്ട്. ആ രണ്ടു പേരെ പിമ്പറ്റിക്കൊണ്ട് ബഅ്ളു സൂഫിയ എന്ത് ചെയ്യാറുണ്ടായിരുന്നു? ഇതൊക്കെ അനുവദനീയമാണെന്ന് പറഞ്ഞിരുന്നു. എന്ന് അറിഞ്ഞപ്പോൾ അവരെ റദ്ദ് ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ കഫുർ റആഇ എന്ന് പറയുന്ന ഗ്രന്ഥം രചിച്ചിട്ടുണ്ട് എന്ന് തുഫൈൽ പറഞ്ഞുകൊണ്ടാണ് ബഹുമാനപ്പെട്ടവർ. അതുകൊണ്ട് അവിടെയാണ് പിന്നെ നേരത്തെ പറഞ്ഞ സൂഫിയത്തിന് ഇതൊക്കെ പറ്റും, അർബാബുൽ അഹ്വാലുകൾക്ക് ഇത് കറാഹത്തില്ല എന്നൊക്കെ പറഞ്ഞുകൂടെ. അവിടെയാണ് അവിടെ ഇബ്നു ഹജർ തങ്ങൾ അതും പറഞ്ഞത്, ഇല്ല അവർ മറ്റുള്ളവരെ പോലെയാണ് എന്ന് പറഞ്ഞു. അതുകൊണ്ട് അവിടെ അഭികാമ്യം മാ ജറാ അലൈഹി അയിമ്മത്തുൽ അർബഅ, 4 മദ്ഹബിന്റെ ഇമാമുമാർ ഏതൊരു നിലപാടാണോ സ്വീകരിച്ചത്, അതെന്തിനാൽ മിൻ തഹരീമിൽ ഔസാരി വൽ മഹാദിഫ്, ഔതാർ വൽ മഹാദിഫ്, ഇതെല്ലാം ഹറാമാണ് എന്ന 4 മദ്ഹബിന്റെ തീരുമാനം എന്ന് അവിടെ പറയുന്നു. അത് തന്നെ സുയൂത്തി ഇമാമും പറയാണ്. ഇതിന് ജവാബ്, ഫൽ ജവാബു അന്നൽ മശ്ഹൂറ ഫിൽ മദാഹിബിൽ അർബഅ, 4 മദ്ഹബിലും പ്രസിദ്ധമായത് തഹരീമു ആലാത്തിൽ ലഹ്വി, ആലാത്തുൽ ലഹ്വ്, അതിൽ പെട്ട തന്നെയാണ് ഇത് ശബ്ബാബത്ത്, ഇതൊക്കെ ഹറാമാണ്. വഅജാസഹാ ത്വായിഫത്തുൻ, ഇനി ജായിദാക്കിയിട്ടുണ്ട് ഒരു ടീം, മിൻഹും അഹ്ലുൽ ലാഹിരി, അവരിൽപ്പെട്ടവരാണ് അഹ്ലുൽ ലാഹിർ. നേരത്തെ ആര് പറഞ്ഞ ഇബ്നു ഹസം, അതുപോലെ തന്നെ അബീ ത്വാഹിർ, ഇങ്ങനെ ആ പണ്ഡിതന്മാരെ സംബന്ധിച്ച് ഇബ്നു ഹജർ തങ്ങൾ സാധാരണ മറ്റു ഉലമായിനെ പറ്റി ആ വാചകം ഉപയോഗിക്കാറില്ല. അങ്ങനത്തെ പദം തന്നെ തൂഫയിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ഉപയോഗിച്ചിട്ടുണ്ട്. എന്നിട്ട് പറയാണ്, അപ്പൊ അവര് ഉപയോഗിച്ചു എന്ന് ഹലാലാക്കിയതിനെ സുയൂത്തി ഇമാം റദ്ദ് ചെയ്തിട്ട് പറയാം, വൽ മുഖ്താറു ഫി ഹാദിഹിൽ മസ്അല, എന്നോട് ചോദിച്ച ഈ മസ്അലയിൽ, ആലാത്തുൽ മലാഹിനെ പറ്റിയല്ല, എന്നോട് ചോദിച്ച ഈ മസ്അല, ആ മസ്അല 45-ാമത്തെ ചോദ്യം ഉണ്ട്. എന്താ ചോദ്യം? കമഅ്സൂലിൻ വഖാനൂനിൻ, മഅ്സൂൽ ഉപയോഗിക്കാൻ പറ്റുമോ, അതിന്റെ വേറൊരു പേര് ഖാനൂൻ ഉപയോഗിക്കാൻ പറ്റുമോ? അതിന് മഹാനവറുകൾ അവിടെയും പറ്റൂല എന്നാണ് മുഅ്തമദ്, മദ്ഹബിലെ മുഅ്തമദ് അതാണെന്ന് നേരത്തെ മൂപ്പര് തന്നെ പറഞ്ഞിട്ടുണ്ട്, ഇബ്നു ഹജർ തങ്ങളും പറഞ്ഞിട്ടുണ്ട്. എന്നാൽ വൽ മുഖ്താർ, എന്റെ അടുക്കൽ അതിലുള്ള മുഖ്താർ, ഓരോരുത്തർക്ക് അങ്ങനെ ആക്കാലോ. അയിമ്മത്ത് തർജീഹിന്റെ ആളുകൾ പറഞ്ഞവരുണ്ടെങ്കിൽ ഓലെ പിൻപറ്റാലോ. ആ നിലക്ക് മാ ദഹബ ഇലൈഹി മുഹഖിഖൂന മിന്നും ശൈഖ് ഇസ്ദുദ്ദീൻ ഇബ്നു അബ്ദുസ്സലാം ഇബാഹത്ത് ദാലിക ലിസൂഫിയ്യത്തി ഖാസ്സ, ഈ വാർത്തന്നെ വായിക്കണം, സൂഫിയത്തിന് അത് പറ്റും. വതഹരീമുഹു അലാ ഗൈരിഹിം, ഈ ശബ്ബാബത്ത് അത് വേറുള്ളവർക്ക് അത് പറ്റൂല. അപ്പൊ അവിടെ ഒരു വേർതിരിവ് വന്നില്ലേ? നമ്മൾ നേരത്തെ പറഞ്ഞതിനോട്. അർബാബുൽ അഹ്വാൽ ഏതുപോലെ തന്നെയാണ്. ഈ അർബാബുൽ അഹ്വാല് എന്ന് പറയുമ്പോഴാണ് അവിടെ റദ്ദ് ചെയ്തത് ഇബ്നു ഹജർ തങ്ങൾ. എന്തിന്? അർബാബുൽ അഹ്വാൽ വജിദിന്റെ ആളുകളാണെങ്കിൽ ഓൽക്ക് ഹുക്കുമില്ലല്ലോ, തക്ലീഫില്ലല്ലോ, അഖിലില്ലല്ലോ. അപ്പൊ പിന്നെ ഓല ഇതിന് ഇസ്തിസ്ന ചെയ്യേണ്ടതില്ല, ആവശ്യമില്ലല്ലോ. അല്ലാത്ത സമയത്ത് ഈ കറാഹത്ത് എന്ന് പറഞ്ഞാൽ അവർക്ക് കറാഹത്ത് തന്നെയാണ്. ഇവിടെ തസവൂഫ് മുത്തസവ്വിഫ എന്ന് പറയുന്ന വിഭാഗമുണ്ട്. ബിദായത്ത് ദുഖൂല് സുലൂക്കായവർക്കാണ് മുത്തസവ്വിഫ എന്ന് പറഞ്ഞാൽ അവരെ ഇസ്തിലാഹി. നമ്മൾ മുത്തസവ്വിഫ പറഞ്ഞാൽ വേഷം കെട്ടിയോലെ പറ്റും, അതല്ല. മുത്തസവ്വിഫ എന്ന് അവര് തന്നെ ഉപയോഗിക്കുന്നതാണ്. അത് ബിദായത്ത് അംബ്രയിലുള്ളവരാണ്. പിന്നെ നിഹായത്ത് അംബ്രയിലേക്ക് എത്തും. അത് നേരത്തെ ഇവിടെ ആരോ അല്ലേ, നിങ്ങൾ ആരോ ഒരാൾ ഇവിടെ അവതരിപ്പിച്ചിട്ടുണ്ട്. അത് അതിന്റെ റൂട്ടാണ്, അത് ഇവരെ ഇതിൽ കാണാം. നിഹായത്ത് അംബ്രയിലുള്ളവരുടെ നിയമമല്ല ബിദായത്തുൽ അംബ്രയിലുള്ളവർക്ക്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഖിനാഇ എന്ന് പറയുന്ന ഹറാമും അതുപോലെ സുന്നത്തും അല്ലാത്തൊരു ഖിനാവ് പറഞ്ഞല്ലോ. ആ ഖിനാവ് കറാഹത്താണെന്ന് പറഞ്ഞു. അത് എന്തുകൊണ്ടാ? ഉള്ളിലുള്ളതിനെ പുറത്തേക്ക്, അതേ സമയത്ത് ഉള്ളിലുള്ളതിനെ അമർത്തിയ ആളുകളാണ് നിഹായത്തുൽ അംറിലെത്തിയവര്. അവര് തസ്ഫിയത്തുൽ കൽബ് ഉള്ളവരാണ്. അപ്പൊ അവരുടെ തസ്ഫിയത്തുൽ കൽബ്, ഒരു പാത്രത്തില് കഞ്ഞിയാണെങ്കിൽ അതാണ് തേടുക, പായസാണെങ്കിൽ അത് പുറത്ത്, തേനാണെങ്കിൽ അതാണ് പുറത്തു തരാം. ഇവിടെ തേനായ കൽബാണെങ്കിലോ തസ്ഫിയത്തുൽ കൽബ് ഉണ്ടായതാണെങ്കിൽ പുറത്തു വന്നോട്ടെ. അപ്പൊ അവർക്കത് പുറത്തേക്ക് ചാടിക്കാൻ അവരെ സംബന്ധിച്ചിടത്തോളം അത് കറാഹത്ത് അല്ല. കാരണം കറാഹത്തുള്ള കാരണം എന്തേ പറഞ്ഞിരുന്നത്? അങ്ങനെ ആകുമ്പോ അവന്റെ പ്രകൃതത്തിലേക്കാണ് പോവുക. അതാ പ്രകൃതത്തിലേക്ക് പോകുന്നവരെ പറ്റിയാണ് ഈ അവാം പറഞ്ഞത്. അതേ സമയത്തോ ഖവാസ് എന്ന് പറഞ്ഞത് തസ്ഫിയത്തുൽ കൽബ് ഉണ്ടായ അവരെ സംബന്ധിച്ചിടത്തോളം അതെന്ത് ചെയ്യാം, അതും ഏത് ഹറാമായ സംഗതിയല്ല.
ഹറാമുമല്ല സുന്നത്തു അല്ലാത്ത ഒന്ന്, അതും ആരുടെ അഭിപ്രായം? ഇമാമിന്റെ അഭിപ്രായമല്ല, അവിടെ മർജൂഹായ അഭിപ്രായത്തിനെ പിന്താങ്ങിക്കൊണ്ട് അഭിപ്രായം പറഞ്ഞു. അതും ശബ്ബാബത്ത് എന്ന് പറയുന്ന ഒരു ആയുധം മാത്രം, മറ്റുള്ള ആയുധങ്ങളൊന്നും അതിൽ. ആ ശബ്ബാബത്ത് തന്നെ കൂടുതൽ ദോരമുള്ളതല്ല. അതിനാണ് മസൂല് അല്ലെങ്കിൽ കാനൂന് എന്ന് പറയാം. മസൂല് കാനൂന് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ വിശദീകരണം ഷാലിയാത്തിന്റെ ഫത്താവയിൽ ഉണ്ടാവും. അതിന്റെ വിശദീകരണം കൊടുത്തിട്ടുണ്ട്. ആ ഫത്താവയിൽ കാണാം, കാളം, അതിന് പുറത്ത് വലിയ കാളം ഉണ്ടാവും, ഒറ്റ കുയലായിരിക്കും. ആ ഒറ്റ കുയൽ ഇങ്ങനെ സുഷിരങ്ങളൊന്നും ഉണ്ടാവില്ല, ഒരൊറ്റ കുയല്. എന്നാ പുറത്ത് വലിയ കാളായിട്ടുണ്ടോ? അതുമില്ല. അങ്ങനെ ഒരു കുയൽ നമ്മളുണ്ടല്ലോ, ഈ കറുമത്തി എന്നതാണ്, അതിൻ്റെ ഒരു ഇത് തണ്ട് കണ്ടുപിടിച്ചാല് എന്നിട്ട് അതിന്റെ ഇലന്റെ അവിടെയാണ് പൊളിച്ചാല് ഇതിപ്പോ ഒരൊറ്റ കാള. അതിങ്ങനെ ഓതി, കുട്ടികളൊക്കെ ഉണ്ടാവും ഇങ്ങനെ ഓതി, പീപ്പിളി എന്ന് പറയും. ആ പീപ്പിളി എന്ന് വേണമെങ്കിൽ പറയും. പക്ഷെ അതിന്റെ ഉള്ളിൽ ആദ്യകാലത്തൊക്കെ മുള ഇങ്ങനെ കഷ്ണിച്ചിട്ട് തിരികെ വെക്കും. അപ്പം ശബ്ദം വരുമ്പോ കമ്പനുണ്ടാക്കിയിട്ടാണ് ആ പീ പീ എന്നുള്ള ശബ്ദം വരുന്നത്. അതുണ്ടാകാൻ പാടില്ല, അത് ഉണ്ടാവരുത്. അപ്പം ആ സനായിയ പിപ്പിളി അല്ലപ്പത്. അപ്പൊ ഇത് എന്ത് ചെയ്യാ? ഇതാണ് ഇപ്പൊ യഥാർത്ഥത്തില് ഈ ശബ്ബാബത്ത് എന്ന് പറഞ്ഞ അവിടെ പറഞ്ഞ മൗസൂല് എന്ന് ഈ മൗസൂല് എന്ന് പിന്നെ എങ്ങനെ വരുന്നു? ഈ ഒന്നുള്ള അതിന്റെ മേലെ ഒന്നും കൂടി വേണമെങ്കിൽ വെക്കാം, അതിന് ചേർത്ത് വെച്ചിട്ട് ഇങ്ങോട്ട് ഇങ്ങനെ ഊതി രണ്ട് കർമ്മത്തിന്റെ വയലെടുത്തിട്ട് ഇങ്ങനെ. ഇതന്നെ ഞാനിത് വിശദീകരിച്ച ആ ഇബാറത്തിന്റെ അടുത്ത് വിശദീകരിച്ചത് സുയൂത്തി ഇമാം റളിയല്ലാഹു അൻഹു പറഞ്ഞിരിക്കുന്നത്, റാഫി ഇമാം പറഞ്ഞ യറാഹി ശബ്ബാബത്ത് പ്രത്യേകം എന്ത് ചെയ്തിട്ടുണ്ട്? ആ മൗസൂൽ എന്ന് പറഞ്ഞാൽ ഇതാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതാണ് ഇപ്പൊ അതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. റൗലയില് ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹുവിന്റെ ഹാബിയുടെ 2:302. ഇനി ഒന്നും കൂടി അവിടെ പറയണം. ഈ ഇബാറത്ത് എടുത്തിട്ടാണ് സാധാരണ പറയാ. ഇനി ഒന്നും അല്ല, റാഫി ഇമാമിന് ഇങ്ങനെ അഭിപ്രായം ഉണ്ടല്ലോ, യറാഹ് എന്ന് പറഞ്ഞ നേരത്തെ പറഞ്ഞ അത് രണ്ടെണ്ണം തിരികെ വെച്ച തന്നെയാണെന്ന് വെക്കുക. ഇതാണ് ഞങ്ങൾ ഉപയോഗിക്കുന്നത്, ഈ അഭിപ്രായം അനുസരിച്ചാണെന്ന് തസൗഫുകാർ പറയാൻ പറ്റൂല. എന്ത് തസൗഫ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 99 ഉലമാവും ശരിയാണെന്ന് പറഞ്ഞു. ഒരാൾ പുറത്ത് പാടില്ല എന്ന് പറഞ്ഞാൽ എടുക്കണ്ട എന്നുള്ളതല്ലേ ത്വരീഖത്ത് എന്ന് പറഞ്ഞത്. അപ്പൊ ഒരു കൗലുണ്ട്, അതുകൊണ്ട് ഞങ്ങൾ അതനുസരിച്ച് ചെയ്യുന്നു എന്നല്ലല്ലോ, അത് സാധാരണക്കാർക്ക് പറയാം. അപ്പൊ പിന്നെ ഇവിടെ സുയൂത്തി ഇമാം പറഞ്ഞതോ? അതിനാണ് ഞാൻ പറഞ്ഞത്, അത് എവിടെ എത്തി? ഈ നിഹായത്തിലെത്തി. അത് അവരുടെ ഒരു ശൈലിയാണത്. കോഴിയുടെ മുള്ളോട് കൂകൊന്ന് ചൊന്നാരെ കൂഷാതെ കൂകിപ്പറപ്പിച്ച് വിട്ടോവർ. അതിന്റെ അസ്ബാബ് നുസൂലുണ്ടല്ലോ, സബബ് നുസൂല്. അത് ഇവിടുന്ന് വരാളേ, ആകാശത്ത് നിന്ന് ഇറങ്ങിയല്ല അതിന് വരാനുള്ള കാരണം എന്തേ? ശിഷ്യന്മാർക്കൊന്നും കൊടുക്കൂല, സുലൂക്കിലാണ് അവർ. അവർക്ക് മാംസം കൊടുക്കൂല, ഒന്നും കൊടുക്കൂല. അങ്ങനെ ശിഷ്യന്മാരൊക്കെ മെലിഞ്ഞൊട്ടി. ഒരു മോനെ കാണാൻ ഉമ്മ വന്നു മുതാലിമിന്, അപ്പൊ മെലിഞ്ഞൊട്ടിക്കണം. അപ്പോഴാണ് ഉസ്താദ് നല്ല കോഴി കഴിക്കുന്നത്, ഷെയ്ഖ് അവർകൾ കോഴി തിന്നാണ്. അപ്പൊ അങ്ങ് ദേഷ്യപ്പെട്ടു, നിങ്ങൾ കോഴി കഴിക്കുക, എൻ്റെ കുട്ടിയെ പട്ടിണി കിട്ടിട്ട് അവൻ എല്ലും ദൂലായിട്ടു. അപ്പൊ പറഞ്ഞത് അക്കും ബീദിനില്ല, ആ തിന്ന എല്ലിനോട്. അപ്പൊ കോഴിയ, നിങ്ങളുടെ മകൻ ഈ അവസ്ഥയിലെത്തിയാൽ അവനും ഇത് തിന്നാം, ഈ ഹാലത്തിൽ അവനിത് തിന്നൽ എന്താ പറ്റൂല പറഞ്ഞാല് എന്തെങ്കിലും ഒരു ഹുക്കുമുണ്ടാവൂലേ? അഭികാമ്യല്ല. അതിനാണ് മക്റൂഹ് എന്ന് പറയുന്നത്. സുലൂക്കില് കടന്നവർക്ക് അത് അഭികാമ്യല്ല. അതാണ് എന്നതുപോലെയാണ് നേരത്തെ ആ പറഞ്ഞത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അപ്പൊ ചുരുക്കത്തില് അല്ല, അത് ശരീഅത്തിന്റെ നിയമമാണ്. ഏത് നിയമം? ഇപ്പൊ ആലിമീങ്ങൾക്ക് ഉള്ള നിയമം അശദ് കറാഹത്തായത് സാധാരണക്കാർക്ക് സാധാരണ കറാഹത്തായിരിക്കും. അത് അങ്ങനെയുള്ള ഹുക്കുമാണ്. സാധാരണക്കാരന് കറാഹത്തായത് ആലിമീനാണെങ്കിൽ അശദ് കറാഹത്ത് ശരീഅത്തിലുള്ളതല്ലേ, അങ്ങനെയുള്ളതാണ്. അപ്പൊ ശരീഅത്തിന്റെ നിയമം തന്നെ. അതേ സമയത്ത് ഹറാമുകൾ ഒരു സൂഫിക്കും എന്തില്ല, ഹലാലി. അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്, ഒരു സൂഫിക്കും. അതേ സമയത്ത് ഹറാമുമില്ല, നന്മയും അല്ലാത്ത മുബാഹുകൾ, 70 മുബാഹുകളെ കൊണ്ട് മതിൽ കെട്ടിയിരുന്നു സഹാബത്ത് എന്നൊക്കെ കാണുമല്ലോ. അവരെ സംബന്ധിച്ചിടത്തോളം അത് നമുക്ക് ശ്രേഷ്ഠമായത്, അവരെ സംബന്ധിച്ചിടത്തോളം തെറ്റാണ്. ആദാത്തു അസാദാത്തി സാദാത്തുൽ ആദ്. നമ്മളിപ്പോ 20 റക്അത്ത് തറാവി നിസ്കരിച്ചതിന്റെ ആ പ്രയാസം ഇപ്പോഴും തീർന്നിട്ടില്ല, ഇനിയിപ്പം വരാനായി. 300 റക്അത്തൊക്കെ ഒരു ദിവസം എന്ത് ചെയ്യാണ് രാത്രി നിസ്കരിക്കാൻ.
അപ്പൊ നമ്മുടെ സാദത്തായി കാണുന്ന 20 റക്കഅത്ത് കൊല്ലത്തിലെ ഇവരെ സംബന്ധിച്ചോളം ദിവസം 300 അത് ആദത്തായി മാറുകയാണ്. അവരതില്ലെങ്കിൽ അവരെ സംബന്ധിച്ചോളം ആക്ഷേപാർഹാണത്. കാരണം അവരുടെ മക്കാം അങ്ങനെയാണ്. ഇതൊക്കെ ആ ഒരു ലെവലിലുള്ളതാണ്. അല്ലാതെ ഹുക്കുമുകൾ ഇന്നാക്ക് വേറെ, തസൂഫായി കഴിഞ്ഞാൽ ഹുക്കുമ് വേറെ, മറ്റോർക്ക് ഇത് ഹുക്കുമ് വേറെ എന്നുള്ള അർത്ഥത്തിലേക്ക് ഈ ബാത്തിലിന്റെ അഴുകാർ ഇതിനെ കൊണ്ടുപോയപ്പോഴാണ് കഫുർവാക്ക് എന്ത് ചെയ്തത്, എഴുതിയത്. പിന്നെ നിർത്തണം, കുറെ നേരമല്ലോ. നമുക്ക് 1-2 സംശയങ്ങൾക്ക് അതിൻ്റെ ഇടയിൽ എന്ത് ചെയ്യാം. ഈ ചണ്ടകൾ മുഴുവൻ ഹറാമാണ്, ദഫല്ലാത്തതൊക്കെ എന്ന് പറഞ്ഞവരുണ്ട്. നമ്മൾ പറഞ്ഞത് കൂബത്ത് അല്ലാത്തതൊക്കെ പറ്റും, ദുടി എന്ന് പറഞ്ഞു. അവിടെ നമ്മൾ മനസ്സിലാക്കണം, നമ്മുടെ തുടി എന്ന് പറഞ്ഞ 3 ഐറ്റം ഉണ്ട് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇടുക്ക് എന്ന് പറഞ്ഞിട്ട് ഒന്നുണ്ട്. ഇപ്പൊ മുട്ടണ ഈ മരം ഇങ്ങനെ ആടുന്ന പോലെ, അങ്ങനെ സ്വഹാബത്ത് ദിക്റ് ചെല്ലുമ്പോ ആടിയിരുന്നു എന്ന് ഹദീസിൽ കാണാം. ഈ ആട്ടത്തിന്റെ അത് ചിലപ്പം സുന്നീയായിട്ട് ആട്ടം ഉണ്ടാക്കിയ ത്വരീഖത്തുകൾ ഉണ്ടാകും. പക്ഷെ ഇന്ന് കാണുന്ന ആ രൂപത്തില് ഉള്ള ആട്ടങ്ങള് ചാട്ടങ്ങള് ചാതുരി ഇമാമിന്റെ കാലത്ത് ഉണ്ടായിനോ എന്ന് പരിശോധിക്കേണ്ടതാണ്. ഇന്ന് കാണുന്ന കൂടുതലുള്ള ആ ഒരു ആട്ടങ്ങളൊക്കെ അത് പരിശോധിക്കേണ്ടതാണ്. അതേസമയത്ത് ആട്ടവും ചാട്ടവും പറ്റും മുജറദ് ഇസ്തിഖാമ. ആ ആട്ടം നിന്നിങ്ങനെ ആടുന്നതിൻ്റെ ഇടയിൽ ഇരുന്നിട്ട് പിന്നെ എന്ത് ചെയ്തു, അങ്ങനെ ചാതുലിയിലുണ്ട്. ആ ഇരുന്നിട്ട് ആടുമ്പോ ചിലപ്പോ മുന്നിലേക്കാവാം, മേക്കിലേക്കാവാം, ഇങ്ങനെ ആവാം, ഇടഭാഗം ഇങ്ങനെയൊക്കെ ആവാം, നിന്നിട്ട് ഇങ്ങനെ ആവാം. അതിന്റെ ഇടയിലുള്ള ചില കടത്തവും ഇതൊക്കെ അത് ഉണ്ടായിരുന്നോ എന്ന് ആലോചിക്കേണ്ടതാണ് മാത്രം. എല്ലാ ആട്ടങ്ങളും ന്യായീകരിക്കാൻ നമുക്ക് എന്ത് ചെയ്യൂല, പറ്റൂല. അത് ഇത്ര ചില ആട്ടങ്ങൾ എന്നിട്ട് അതുപോലെ നേരത്തെ ഒറ്റക്കാലിൽ നിന്നിട്ട് അപകടങ്ങളൊന്നും ഇല്ലെങ്കിൽ അങ്ങനത്തെ സാഹസികങ്ങളൊക്കെ എന്ത് ചെയ്യാം. അപകടങ്ങളൊന്നും ഇല്ലെങ്കിൽ അങ്ങനത്തെ സാഹസികം, നേരത്തെ പറഞ്ഞ ഹറാമായ തകസ്സുർ തസ്നിയിലേക്ക് എത്താത്ത, ആഭാസകരമാവാത്ത, അതേ സമയത്ത് ഹർക്കുൽ മുറുവത്തും ശ്രദ്ധിക്കണം. ഹർക്കുൽ ഈ ഹിനാഗ് ഹറാമാവാനുള്ള 5 കാരണം പറഞ്ഞതിൽ ഒന്ന് ഹർക്കുൽ മുറുവത്ത. ഹിനാഗ് ഹറാമാവള്ളൽ ഹർക്കുൽ മുറുവത്ത പറയുന്നത്. ഈ കറാഹത്തായ ഹിനാഗ് ഉണ്ടല്ലോ, അത് ഹറാമാകാനുള്ള 5 കാരണം പറഞ്ഞു. ഒന്ന്, അപ്പൊ ഒരാളൊരു ഷഹാദത്ത് ഏറ്റെടുത്തിട്ടുണ്ട് സാക്ഷി പറയാൻ. ഓൻ നിലവിൽ അതാണ് ബിൽക്കൂവല്ല ബിൽഫീൽ, ഓൻ സാക്ഷിയാണ് ഒന്നിന്റെ. അങ്ങനത്തെവൻ എന്ത് ചെയ്യാൻ പാടില്ല, ഹർക്കുൽ മുറുവത്ത് ഓനെ സംബന്ധിച്ച ഹറാമാണെന്ന്. ഓൻ്റെ പിന്നെ വ്യക്തിത്വം നഷ്ടപ്പെടുത്തുന്ന പ്രവൃത്തി ചെയ്യൽ ഓൻ ഹറാമാണ്. മറ്റേ ചിലപ്പോൾ വ്യക്തിത്വം നഷ്ടപ്പെടുത്തുന്ന പ്രവൃത്തി കറാഹത്താണ്, അഖ്തലഫു എന്ന് പറഞ്ഞിട്ട് ഫിഖിലൊക്കെ കാണാം. ഇബ്നു ഹജർ ഹൈതമി റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട് അത് ഹറാമാണോ അല്ല എന്നുള്ള ഭിന്നാഭിപ്രായമുണ്ട്. അതേ സമയത്ത് ഭിന്നാഭിപ്രായം ഇല്ല ഇതുണ്ടെങ്കിൽ. അപ്പൊ അത് ഈ ആട്ടങ്ങളിലൊക്കെ. അതുപോലെ തന്നെ ഇന്ന് നടക്കുന്ന ദുഫ് അത് മുട്ട, ചലങ്കണ്ടെങ്കിലും മുട്ട. അതേ സമയത്ത് അതിന്റെ കൂടെയുള്ള ആട്ടം, ആ ആട്ടം ഈ തകസ്സുർ തസന്നിയിലേക്ക് എത്തുന്ന രൂപത്തിലാണെങ്കിൽ ഹറാമായി എന്ന് പറഞ്ഞാൽ രണ്ടും കൂടി ഹറാമായി എന്ന് പറഞ്ഞവരുണ്ട്. അല്ല, ഇത് അതിന്റെ ഹുക്കുമിലുണ്ട്, മറ്റത് ഹറാമാണ്. ഇതാണ് ഇപ്പൊ ഫുഖാഹിന്റെ ഇടയിലുള്ള തർക്കമുള്ളൂ. അതാണ് നേരത്തെ സുബ്കി ഇമാമും പറഞ്ഞത്. ഈ വീണ കുയലോട് കൂടി, അത് ശബാബത്തിനെ പറ്റി തന്നെ പറഞ്ഞു, ദൊഫിന്റെ കൂടെ കുയലുണ്ടായാൽ, കുയൽ നാദങ്ങൾ ഉണ്ടായാൽ അത് ഹറാമായി. അല്ല, അവർ അതിനെ റദ്ദ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ദഫനുവതിന് അതങ്ങനെ തന്നെയാണ്. ഇതെന്തുവാണ് ഹറാം, ഈ തർക്കേ ഉള്ളൂ. അല്ല ഇതിന്റെ കൂടെ അത് ഹറാമാണെന്ന് അതിനെ റദ്ദ് ചെയ്തു എന്ന് പറഞ്ഞാൽ ഹറാമില്ല എന്നുള്ളതല്ല. ഇത് രണ്ടും കൂടിയപ്പോ ഇതെങ്ങനെ ഹറാമാണ്, ഇതെന്തെന്നെയാണ് അതിന്റെ വിധി, അതന്നെയാണ്, ഇതല്ലേ ഹറാമുള്ളൂ എന്നാണ് ആ ഒരു തർക്കത്തിന്റെ മാനദണ്ഡം. അപ്പൊ നിലവിലുള്ള ദഫ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ആവണം. ഇതാണ് നിലവിലെ ദഫ്. ഇവിടെ ഫുഖാഹ് പറഞ്ഞ നിലവിലെ ദഫ് അത് മുജറദ് ഇസ്തിഖാമത്തിൻ മുജറദ് ഇഅ്വിജാജിൻ വതമായുലിൻ അല ഇസ്തിഖാമ. ഇബ്നു ഹജർ തങ്ങൾ പറയുന്നു മുഗനില്, അതുപോലെ തന്നെ ഖതീബ് ശുബൈനി റഖസിന് അങ്ങനെ പറയും. ആ യജൂദു റഖ്സുൻ, ആ യജൂദു റഖ്സുന്റെ അവിടെ തന്നെ കറാത്ത് ഉണ്ടോ ഇല്ലെന്ന് പിന്നെ അഭിപ്രായം ഉണ്ട്. ആ റഖ്സ് തന്നെ നമ്മൾ ഇല്ല, കറാത്ത് ഇല്ല എന്ന് വെച്ചുകൊണ്ടാണ് ആ കാര്യം, എന്ന് ഒന്നുമില്ലാതെ. അതേ സമയത്ത് ഒരാൾ ഉറക്കു പോകാൻ വേണ്ടി നിൽക്കണമെന്ന് ചാടിയാണ്. ഇനി ഒരാൾക്ക് വജിദ് ഉണ്ടായി കഴിഞ്ഞാലോ, നേരത്തെ പറഞ്ഞതുപോലെ അതിന് പിന്നെ ഹുക്കുമില്ല. തകസ്സുറാണോ തസന്നിയാണോ അതിന് ഹുക്കുമില്ല. വജിദ് ഇല്ലാതെ അപ്പൊ പിന്നെ ഇങ്ങനത്തെ ആട്ടങ്ങളൊക്കെ ചാതുരി ഇമാമിനെ തൊട്ട് റിപ്പോർട്ട് ചെയ്യപ്പെട്ടു എന്ന് സത്യസന്ധമായി വന്നാൽ തന്നെ അത് വജിദാകാം. പക്ഷെ ഈ വജിദ് കൊണ്ടുണ്ടായത് നമുക്ക് ഇത്തിബാ ചെയ്യാൻ പറ്റൂല. നമുക്ക് ഇത്തിബാ ഇവിടെ പരിമിതാണ്, ഈ ശറഅ അനുവദിച്ച അത്ര പരിമിതാണ്. അത് നമുക്ക് വജിദ് വേണമെന്നില്ല. വജിദ് എന്ന് പറയുമ്പം ജുനൂനല്ല, ബോധം ഉണ്ടാവും, ബോധമൊക്കെ ഉണ്ടാവും. അല്ല, വജിദ് ഇല്ലാതെ റഖ്സ് തസന്നു ആക്കാം. ഏതുപോലെ റഖ്സ് തസന്നു ആക്കാം, അത് തശബ്ബുഹിന് വേണ്ടിയാണ്. ഇപ്പൊ നമ്മൾ ഷാദുല് ചെല്ലുമ്പോ നമുക്കൊരു വജിദും ഉണ്ടാവില്ല.
നമുക്കറിഞ്ഞ ഞാൻ എന്റെ കാര്യം പറയാനുള്ളൂ. ഓലുണ്ടെങ്കിൽ ഓക്കെ, ഓല ഇസ്തിഫന ചെയ്തു. വാലിബനാണ് എന്ത് പറഞ്ഞത്? അപ്പൊ നമ്മൾ ആദ്യം തന്നെ ആട്ടം എങ്ങനെയാണ് പറഞ്ഞിട്ടാണ് എന്ത് ചെയ്യണത്, അങ്ങനെ തുടങ്ങുന്നത്. അത് നമുക്ക് പറ്റും. എന്തിന്? അത് ഇമാം ഷെഹ്റാനി റളിയല്ലാഹു അൻഹു ലവാഖിഉൽ അൻവാറുൽ ഖുദ്സിയുടെ ആമുഖത്തിൽ പറയുന്നുണ്ട്. അത് തശബ്ബുഹൻ വ തബറുക്കൻ. നമ്മൾ തശബ്ബുഹ് തബറുക്ക് എന്നൊക്കെ നമുക്ക് ആട്ടം ചെയ്യാം, പറ്റും, കുഴപ്പമില്ല. പക്ഷെ അത് എവിടെ നിൽക്കണം? ഈ പറഞ്ഞ ഷറഅ് പറഞ്ഞ അത്ര അത് പറ്റും. അതിനപ്പുറം പോകണത് എങ്ങനെയാണ്? അത് ഒരാൾക്ക് അങ്ങനെ വജിദ് ഉണ്ടായി എന്ന് ഹഖീഖത്തിന് ഉണ്ടെങ്കിൽ അത് ഓന്റെ ഹുക്കുമാണ്. അതിനെന്തില്ല ഹുക്കും പറഞ്ഞില്ല. പറഞ്ഞ അഖിലു തക്ലീഫി അവനില്ല എന്നാണ് അതിന് പറയാൻ പറ്റുന്നത്. ഇതാണ് ഇപ്പൊ അദ്കാറുകളിൽ ആട്ടം. ദഫില് രണ്ട് കാര്യം ശ്രദ്ധിക്കേണ്ടത്. ഒന്ന്, ഇപ്പോ ആഭാസകരമായ രൂപത്തിൽ കിടന്നും ചെരിഞ്ഞും ഇങ്ങനെ ഈ രൂപങ്ങളൊന്നും നമ്മൾ ഈ പറഞ്ഞതിന്റെ വകുപ്പിൽ പെടുത്താൻ പറ്റില്ല. അത് ശ്രദ്ധിക്കേണ്ടത് തന്നെ, നിയന്ത്രിക്കേണ്ടത് തന്നെ. ആവശ്യമായ ആട്ടങ്ങള്, അതുപോലെ തന്നെ അനക്കങ്ങൾ. അനക്കല്ലാതെ വെറുതെ ഇങ്ങനെ മുട്ടുക എന്ന് പറഞ്ഞാൽ അത് ദഫാവില്ല. അപ്പൊ പിന്നെ അതിൻ്റെതായ ചില അനക്കങ്ങളും കാര്യങ്ങളുണ്ട്. രണ്ടാമത്, അണിയിച്ചൊരുക്കി അമ്രതുകളെ പ്രദർശനം നടത്തുക. അത് അന്യ സ്ത്രീകളെ പ്രദർശനം നടത്തുന്നതിനേക്കാൾ ഹറാമാ. കാരണം അന്യ സ്ത്രീകൾ അങ്ങനെ പ്രദർശനം നടത്തുന്ന ഒരാൾ കണ്ടോര് കെട്ടണമെങ്കിൽ കെട്ടാം. ഇതിപ്പോ കെട്ടാനും പറ്റൂല. അപ്പൊ അതുകൊണ്ട് അമ്രതുകളെ അണിയിച്ചൊരിച്ചിട്ട് ഇങ്ങനെ ഈ ദഫുണ്ടല്ലോ, അത് നബിദിനത്തിന്റെ പേരിലാണെങ്കിലും ആഘോഷങ്ങളുടെ പേരിലാണെങ്കിലും അത് സഗൗരവം ശ്രദ്ധിക്കേണ്ടതാണ്. അതിന് ചെറിയ ഒരു ഹദ്, ഒരു പരിധി എന്ത് ചെയ്യേണ്ടതാണ്, പരിധി വിടുന്നുണ്ട് എന്നർത്ഥം. ഇതാണ് ഇപ്പൊ അതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. അല്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി നമ്മൾ പറഞ്ഞു, നമ്മളിപ്പോ ഈ ശബ്ദങ്ങൾ പറഞ്ഞല്ലോ, നമ്മളിപ്പോ ഈ സ്വരങ്ങൾ, സംഗീതം എന്ന് പറയുന്ന സ്വരങ്ങൾ പറഞ്ഞു, വാദ്യോപകരണങ്ങളില്ലാതെ. പിന്നെ ഉപകരണങ്ങളുടെ ശബ്ദം പറഞ്ഞു. ഇനി ഇപ്പൊ അങ്ങനത്തെ ഉപകരണം ഉണ്ടോ? അപൂർവമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. പല ശബ്ദങ്ങളും ഡിജിറ്റല് ചെയ്തിട്ടുണ്ട് ഇപ്പൊ, കമ്പ്യൂട്ടർ അല്ലേ. അതിനാ നേരത്തെ പറയുന്ന നെക്കി, ഏത് ഒരു ബട്ടൺ നെക്കി വരുന്ന സ്വരങ്ങൾ പറഞ്ഞല്ലോ, അതും സംഗീതത്തിന്റെ ഭാഗമാണ്. ബട്ടൺ നെക്കി വന്നാ മതി. അത് ആലത്തു ഷറബത്ത് എന്ന് പറയുന്ന അന്ന് ഉണ്ടായിരുന്ന, അവര് ഉപയോഗിച്ചിരുന്ന അവരുടെ അടയാളാണത്. എന്ന് മാത്രല്ല, ഊത്, രണ്ട് വടി തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മുട്ട, കോൽക്കളി എന്ന് പറയും. കോൽക്കളി, ഈ വടികൾ ഹഷബത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും മുട്ടുന്നത് ഒരാവശ്യത്തിന് പറ്റും. ഒരാവശ്യത്തിന് അങ്ങനത്തെ മുട്ടാൻ പറ്റും. യുദ്ധരംഗത്ത് ഇങ്ങോട്ടും വടി കിട്ടുമ്പോൾ അങ്ങോട്ടും എന്ത് ചെയ്തു, അടിയോണ്ട് അങ്ങോട്ട് അടിച്ചു, അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മുട്ടാം. അതേ സമയത്ത് കളി എന്ന് ലഹ്വ് എന്നുള്ള നിലയിൽ പിന്നെ ഒരു വടിമ ചതില് കണ്ടു, മറ്റേ വടി എടുത്തിട്ട് അതിനെ തട്ടി, അങ്ങനെ മുട്ട. ആ ശബ്ദം ഉണ്ടായിരിക്കണമെന്നില്ല. അത് അന്നല്ലാതെ ലഹ്വ് ലഹ്ബ്, വിനോദം, കളി എന്നുള്ള നിലയിൽ വടിയെടുത്തിട്ട് അടിച്ച് ശബ്ദം ഉണ്ടാക്കുന്നത് പറ്റില്ല, ഹറാമാണ് എന്നാ പറയുന്നത്. അതിന് പറയുന്ന കാരണം അത് അല്ല, ഹറാമില്ല എന്ന് ചിലര് പറഞ്ഞിരുന്നു, ചില പണ്ഡിതന്മാർ. അതിന് ഇബ്നു ഹജർ തങ്ങൾ പറയാണ്, മറ്റ് ആലാത്തുകളൊക്കെ ഫസഖത്തും അതുപോലെ തന്നെ ഈ അഹ്ലു ഷറബത്തും ആയിരുന്നല്ലോ ഉപയോഗിച്ച് അവരുടെ അടയാളമായിട്ട്. അത് ഉള്ളിൽ സാധനം എത്തി കഴിഞ്ഞാൽ പിന്നെ ഓൽക്കൊന്നും എന്ത് ചെയ്യണം, ഒന്ന് ഒച്ച കേൾക്കണം. അത് സ്വീനി മുന്തബായ രണ്ട് സാധനം എടുത്തിട്ട്, ചെമ്പിന്റെ കഷ്ണം രണ്ടെണ്ണം എടുത്തിട്ട് ഇങ്ങനെ മുട്ടും. ഇളത്താളം എന്ന് പറഞ്ഞിട്ടുള്ള സാധനം ഉണ്ടല്ലോ, ഇങ്ങനെ ആ ഇരുമ്പിന്റെ ശബ്ദം, ഇരമ്പുന്ന ശബ്ദം വന്നാൽ അത് ശ്രവണപുടങ്ങളിലൂടെ ഈ മനസ്സിലേക്ക് എത്തുമ്പം മനസ്സിന് നല്ല തുറപ്പുണ്ടാക്കി, അപ്പൊ കുടിച്ചത് ഇതും കൂടി കൂടുമ്പോ ഒന്നും കൂടി എന്ത് ചെയ്യും, അവർക്ക് ഏറ്റവും വലിയ ആനന്ദം അതിന്മേൽ, ഈ ശബ്ദത്തുമേലാണ് ആനന്ദം കൂടുതൽ ഉണ്ടാവുക. അതിനാണ് ഒരു മുട്ടുകളും കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചിരുന്നത്. അപ്പൊ ആനന്ദത്തിനെ, തുറപ്പിനെ ഉണ്ടാക്കി തീർക്കുന്നുണ്ട്. ഇത് കുടിച്ചതിന്റെ കൂടെ ഉണ്ടാക്കിയാലും കുടിക്കാതെ ഉണ്ടാക്കിയാലും തന്നെ തെറ്റന്നെയാണ്. അതാണ് അതിന്റെ പ്രകൃതി എന്ന് ആര് പറയാണ്? ഇതിന്റെ പ്രകൃതി അതാണ്. ഒരാൾക്ക് ഇത് മുട്ടിയിട്ടൊന്നും ഉണ്ടാകണില്ലേ, ഹുക്കുമ് മാറില്ല. ഹുക്കുമ അങ്ങനെ തന്നെയാണ്. ഒരാൾക്ക് ഒരു പെണ്ണിനെ കണ്ടിട്ട് ഒന്നും ഉണ്ടാകണില്ലെങ്കിലും നോക്കാൻ പാടില്ല എന്നല്ലേ. അപ്പൊ ഈ ഒരു വ്യക്തിക്ക് അങ്ങനെ ഉണ്ടാകുന്നുണ്ടോ ഇല്ല എന്നുള്ളതല്ല, മനുഷ്യ പ്രകൃതം ഈ വസ്തുക്കളുടെ നാദങ്ങൾ, കമ്പനം കൊണ്ട് ഉണ്ടായി കഴിഞ്ഞാൽ, അത് അവന്റെ മനസ്സിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അവന് അൽ ഗിനാഉ യുംബിത്തുൻ നിഫാഖ, അത് അവനെ ഫുഷ്, നിഫാഖിന്റെ ഉദ്ദേശം വടക്കത്തരം മുളപ്പിക്കുന്ന പ്രാരംഭമാണത് എന്നാണ് അതിന് ഫുഖഹാ അർത്ഥം കൊടുത്തിരിക്കുന്നത്. വടക്കത്തരം മുളപ്പിക്കുന്ന വിത്ത്, അതിങ്ങനെ മുള വരുന്ന, വേരും മുളയും വരാന് കാരണമാണ് ഖിനാഅ്.
ആ ഹിനായിൽ പെട്ടാണ് ഈ രണ്ട് വടി മുട്ടിയാൽ ഞാൻ പറഞ്ഞു പ്രകൃതിയുടെ താളങ്ങളാണ് ഹിനാവ് എന്ന് പറഞ്ഞു. ആ താളങ്ങളിൽ ചിലത് ഇസ്തിമാവ് പാടില്ല, ശ്രദ്ധിച്ചെന്ത് ചെയ്യാൻ പാടില്ല, അതാ ശ്രദ്ധിച്ച് കേൾക്കുക, അത് പറ്റില്ല. അങ്ങനെ കേട്ട് കഴിഞ്ഞാൽ അവനെന്തുണ്ടാവും, അതേ സമയത്ത് കെട്ടിപ്പൂട്ടിങ്ങനെ വെച്ച് വല്ല ഭാരമുള്ള മസാലകളും കാര്യങ്ങളും പിന്നെ സിഫാത്തുള്ളയൊക്കെ ഇങ്ങനെ ചർച്ച ചെയ്യുന്നതിൻ്റെ ഇടയിൽ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് തങ്ങൾ പറയും, നിങ്ങൾ ആ ചണ്ടൊക്കെ ഒന്ന് മുട്ടിയാണ്, ആ പാട്ടൊന്ന് പാടിയാണ്. എന്തിന്? ഈ മനസ്സ് അതിന് മടുപ്പ് വരും, വലിയ ഭാരമുള്ള കാര്യങ്ങൾ മാത്രം ഇങ്ങനെ കേൾക്കും. അപ്പൊ അതിനെ റിലാക്സ്, ഇതിനു വേണ്ടി എന്ത് ചെയ്യുക, ഈ പ്രകൃതിയുടെ ഈ ആസ്വാദനം, ആ ആസ്വാദനത്തിന് തോലിന്റെ തുകൽ ചണ്ടകളൊക്കെ പറ്റും എന്ന് അത് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദിനെ തൊട്ട് കാണാം. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഇങ്ങനെയുള്ള ഇതൊക്കെ കാണാം. അപ്പൊ ഇതിന്റെ അർത്ഥം എന്താണ്? ഇങ്ങനെ ഈ ചണ്ടയുടെ നാദം കൊണ്ട് ഈ ഖിനാ റസൂലുള്ളാഹിന്റെ അടുത്ത് നിന്നാണല്ലോ അവരുടെ പാഠശാല, അതുകൊണ്ട് ഉണ്ടാകുന്ന ശബ്ദം ഇവൻ എന്തുണ്ടാക്കുന്നതല്ല, ഫുഷ്ഷിനെ നിഫാക്കിനെ ഉണ്ടാക്കി തീർക്കുന്ന ആ ഒരു ശൈലി അതിനില്ല. അതിന്റെ കൂടെ പലതും കൂടിയോണ്ടാണ് ഇന്ന് നമുക്ക് എന്ത് ചെയ്യണത്, അവിടെ ഇവിടെ ശംഖ് ഉണ്ടാവും, വിളി ഉണ്ടാവും, പലതും ഉണ്ടാവും. അതുകൊണ്ടാണ് ഇന്ന് നമുക്ക് അപ്പൊ ആ ഒരു ചണ്ടയുടെ ശബ്ദം അത് സ്വരശാസ്ത്രജ്ഞർക്ക് അറിയാം. ഈ ചണ്ട അടിച്ചാൽ അതിന്റെ വലുപ്പവും അതിന്റെ വ്യാസവും അനുസരിച്ച് സ്വരങ്ങൾക്ക് വ്യത്യാസമുണ്ട്. അത് അളക്കുന്ന മീറ്ററുകൾ ഇപ്പൊ ഉണ്ടല്ലോ, വ്യത്യാസം ഉണ്ടാവും. അപ്പൊ ആ സ്വരത്തിന്റെ പേരെന്തെന്നും അത് എന്താണെന്നും അവർക്കറിയാം. ആ ട്യൂണാണ് ഓരോ എന്ത് ചെയ്യണത് കമ്പ്യൂട്ടറിൽ. അപ്പൊ ഇനി ചണ്ട ഇല്ലാതെ കമ്പ്യൂട്ടറിൽ വരികയാണെങ്കിൽ ഓക്കെ പറ്റും. അല്ല കോൽക്കളിയുടേതാണ് ഇവിടെ വരുന്നതെങ്കിലോ കോൽക്കളി ഇല്ലാതെ തന്നെ ആ ശബ്ദം അവിടുന്ന് ഉണ്ടാക്കിയത് പറ്റൂല. അപ്പൊ ഹറാമായ ആലാത്തുകളുടെ ശബ്ദ തരംഗങ്ങൾ അല്ലെങ്കിൽ സ്വരങ്ങൾ, നാദങ്ങൾ ഏതാണ് എന്ന് അത് പിന്നെ കൃത്യപ്പെടുത്തി തയീനാക്കി നിജപ്പെടുത്തി അതിനെ ഈ കമ്പ്യൂട്ടറിലൂടെ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഇതിലൂടെ ഉണ്ടാക്കിയെടുത്താൽ അതിന്റെ ഹുക്ം ഇത് തന്നെയാണ്. കാരണം കേവല ആയുധം എന്നുള്ളതൊക്കെയല്ല. അപ്പൊ പിന്നെ ശറബത്തിൻ്റെത് എന്ന് പറഞ്ഞാൽ അന്നുള്ള ഒരു വിഷയം പറഞ്ഞതാണ്. ആ ശറബത്തിന് ഒന്നുകൂടി അവരുടെ എന്ത് ചെയ്യും, ഈ വികാരങ്ങൾ ഒന്നുകൂടി ഉദ്ദീപിപ്പിക്കുന്നതാണ് ഈ സാധനങ്ങള്. അത് ഇല്ലത്ത് എന്ന് പറഞ്ഞാൽ എല്ലാത്തിൻ്റെയും എന്തെല്ലാം ആത്യന്തിക ഇല്ലത്താവൂല. ഓരോ വിഷയം അന്ന് ഉണ്ടാകാനുള്ള ഒരു കാരണം പറയും. പിന്നെ ആ കാരണം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഇതെന്താകും, വിധി അങ്ങനെ തന്നെ വരും. ഇപ്പൊ അങ്ങനെ അല്ല, ആലത്തിനല്ല. കാരണം ആ ആലത്തിനെ അങ്ങനെ ആക്കാൻ ഇവർ ഉപയോഗിച്ചിരുന്ന, അത് ഞാൻ പറയാനാണ് ഞാൻ ഇതൊക്കെ പറഞ്ഞിരുന്നത്. ആ ആലത്തിനെ അവർ ഉപയോഗിച്ചിരുന്ന കാരണം എന്തായിരുന്നു, അവർക്ക് തുറവുണ്ടാക്കലായിരുന്നു. അതുകൊണ്ടാണ് കോൽക്കളി പറ്റും എന്ന് ചിലവർ പറഞ്ഞപ്പോ അതിന് ഇബ്നു ഹജർ തങ്ങള് ശക്തമായ ഭാഷയിൽ കഫുറായിൽ പറയാണ്, ഇക്കാലഘട്ടത്തിൽ അഹ്ലു ശറബത്ത് മറ്റ് ആയുധങ്ങളൊക്കെ ഒഴിവാക്കി അവർക്ക് ആനന്ദം കിട്ടാൻ കോലെടുത്ത് മുട്ടലാണ് എന്തേല്. കാരണം അതാർക്കും കഴിയില്ല രണ്ട് കോലെടുത്ത് മുട്ടാന്. അതാണ് അവർ ചെയ്യുന്നത്. അപ്പം മനസ്സിലായി മിൻ അൽഹരി മആസിഹിം എന്നാണ് അവിടെ പറഞ്ഞത്. അവരുടെ ഈ പിന്നെ തൊറബിനെ ഉദ്ദീപിപ്പിക്കുന്ന ഏറ്റവും പ്രകടമായ ആയുധം ഏതായി മാറി, ഈ കോലിലുള്ള ശബ്ദമായി. കോലല്ല, കോലിലുള്ള ശബ്ദം. അപ്പൊ അതുകൊണ്ട് ഈ കോലിലുള്ള ശബ്ദം തെറ്റാൻ എത്രത്തോളം ഈ കാലഘട്ടത്തിൽ അത് പറയുമ്പം ഇവർ ഈ ചണ്ടകളും മറ്റതൊക്കെ ഒഴിവാക്കിയിട്ട് ഈ വടികൊണ്ടുള്ള അടിയായിരുന്നു അന്ന് കൂടുതൽ അയലു ശറബത്തിനുണ്ടായിരുന്നത്. കൂപത്തിന്റെ അവിടെ പറഞ്ഞ മുഹന്നിസ് എന്നേനി. മുഹന്നിസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആണെന്നെയാണ് പെണ്ണാണെന്ന് തോന്നുക, പെണ്ണെന്നെ ആണാണെന്ന് തോന്നുക. അപ്പൊ ഓൻ പെൺവേഷം കെട്ടും അല്ലെങ്കിൽ ആൺവേഷം കെട്ടും. അവരുടെ അടയാളായിരുന്നു അക്കാലഘട്ടം. ഇപ്പാരെ മുഹന്നിസിങ്ങൾ ഇത് കൊണ്ടെടുക്കുന്നുണ്ട് അല്ല. അപ്പൊ അത് അന്നുണ്ടായിരുന്ന അതിന്റെ ഒരു കാരണം അവരോട് തശ്ബിയായി എന്നുള്ളതിന്റെ ഒരു കാരണമാണത്. മറ്റൊന്ന് പറയുന്നത് ഇവരുടെയൊക്കെ മനസ്സിൽ ഈ മുഹന്നസ് എന്ന് പറഞ്ഞാൽ തന്നെ മനസ്സിൽ എന്താ ഉള്ളത്, പുറത്തേക്ക് ഛർദ്ദിക്കാനുള്ളത് എന്താണ്, ഈ ഒരു ചീത്ത വിഷയ ഫുഷാണ്. അപ്പൊ ആ ഫുഷിനെ ഉണ്ടാക്കാനാണല്ലോ ഇപ്പൊ മുട്ടുന്നത്. അത് കൂടുതലായതുകൊണ്ടാണല്ലോ മുട്ടുന്നത്. അപ്പൊ ഫുഷിനെ പുറന്തള്ളുന്ന സാധനം. അതുകൊണ്ട് അതേ സമയത്ത് റസൂൽ പറഞ്ഞ ഹദീസ് ബൈഹഖിയാണ്, നിങ്ങൾ എന്ത് ചെയ്തോളി ലഹ്വ്. അതാണ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു. അതേതുകൊണ്ട് ഈ ചണ്ട ദുഫോ അല്ല, നിങ്ങൾക്ക് ഖില്ലത്തൻ ഫീ ദീനിക്കും, നിങ്ങളുടെ ദീനി ആചാരങ്ങളിലൊക്കെ നിങ്ങൾക്ക് വിഷയങ്ങളിലൊക്കെ എന്താ മനസ്സിന് ഒരസല് വരും.
ഇതെന്നായി പോകുമ്പോൾ. അതുകൊണ്ട് അനുവദനീയമായ അത്തരം കാര്യങ്ങൾ ആവശ്യമാവുന്ന സമയത്ത് ആവശ്യത്തിനനുസരിച്ച് ഉപയോഗിക്കാൻ എല്ലത്ത് പോകാൻ. അതാണ് ദായിമാക്കി കഴിയുമ്പോൾ മുറുവത്ത് പോകുമല്ലേ എന്നുള്ള ചർച്ച. പിന്നെ രണ്ടാമത് എന്ത്? കാരണം ഇതൊക്കെ അവർ ഈ ഒരു ഈനാസിന് വേണ്ടി അനുവദനീയമാക്കി എന്നേ ഉള്ളൂ എന്നാണ് ആ പറഞ്ഞത്. ആ ഇബാറത്ത് തുഫയിലും കാണാം, കഫുറായാലും കാണാം. ഈ തർക്കമുള്ളത് അത് ഈ തർക്കമുള്ളത് അത് ഇവിടെ തന്നെ കാണാം. തൂഫയിൽ തന്നെ സ്വഹാബത്തിനെ തൊട്ടും ശേഷമുള്ളവരെ തൊട്ടും ഉദ്ധരിക്കപ്പെടുന്ന ഖിനാ ഈ മഅറൂഫായ ഇതല്ല. പിന്നെ ഇഷ്ടമലത്ത് അല തൽഹീനാത്തിൽ അനീകാവൻ നഗമാത്തിൽ റഖീഖ എന്നെന്ന് എന്ത് ചെയ്ത് കാണും, പറഞ്ഞു കാണും. ഈ തൽഹീനാത്ത് എന്നുള്ളതിന് മുജമുൽ മായനിലൊക്കെ പ്രത്യേകം അങ്ങനെ തന്നെ അർത്ഥം കൊടുത്ത് കാണാം. അത് പിന്നെ നല്ല പ്രമേയമാകുമ്പോ സുന്നത്താകും, അല്ലെങ്കിൽ കറാത്താകും. ഹറാമായ പ്രമേയമാകുമ്പോ ഹറാമാവും. ആ ഒരു പഠനത്തിന്റെ രൂപത്തിൽ. അതല്ലാതെ സാധാരണ കുട്ടികൾ കേവല ഒരു പാട്ട് പാടുമ്പോ ഈ ഹുക്കുമിൽ വരുന്നില്ലല്ലോ. കേവല പാട്ടിന്റെ പ്രമേയം തെറ്റാണെങ്കിൽ അത് പാട്ടാണെങ്കിലും പ്രമേയം തെറ്റാണെങ്കിൽ തെറ്റന്നെയാണ്. അല്ല അല്ല അത് ഖിനാഹ് എന്ന് പറഞ്ഞത് ഈ സൗത്തിനാണ്. ഇത് പാട്ടാണെങ്കിലും പാടുമ്പോ നമ്മൾ കവിതയാണെങ്കിൽ അതിനെന്ത് പറയും? കവിതയാണെങ്കിൽ അതിന് നമ്മള് ഷേർ, കൗലു ഷീർ, അതാണ് യജൂദു കൗലു ഷീരി ഇൻഷാഉഹു എന്ന് യുക്രൗൽ ഖിനാഹ് എന്ന് കഴിഞ്ഞിട്ട് തൊട്ടടുത്ത മത്തിന് അങ്ങനെ വരുന്നത്. അപ്പൊ ഈ രണ്ടും രണ്ടാണ്. അല്ല ആരാണെങ്കിലും ഈ സ്വരത്തിലൂടെ വരുന്നതിനാണ് നമ്മൾ എന്തു പറയുക? ഗീതം എന്ന് പറയും. ഗീതം അത് പിന്നെ സംഗീതമാകുന്നത് ഏതാകുമ്പോഴാണ് ഈ പറയുന്ന തൽഹീനാത്തിൽ അനീക്ക നഗമാത്തുർ റഖീഖ ആകുമ്പോ സംഗീതം എന്ന് പറയാം. അപ്പൊ കുട്ടികളെ ഈ പാടുന്നതിന് സംഗീതം എന്ന് പറയും. അത്രേ ഉള്ളൂ. എന്നാൽ ഈ സംഗീതം എന്ന് പറയുന്നത് പ്രകൃതിപരമായി ചിലവരുടെ സംഗീതം എന്ന് പറഞ്ഞാൽ എങ്ങനെ ആകർഷണീയമാകുക, അതുപോലെ മദ്യചഷകം നുണഞ്ഞതുപോലെ ആനന്ദമുണ്ടാകുക ശബ്ദം കേൾക്കുമ്പോൾ. അത് ഉണ്ടാവണമെങ്കിൽ പ്രത്യേകമായിട്ടുള്ള നീട്ടലും. അത് റഫ്ഉ സൗത്തി ബിശ്ശീരിന് തൂഫയിൽ കൊടുത്ത് കാണും. അല്ല മുഗനിയില് റഫ്ഉ സൗത്തി ബിശ്ശീർ, മറ്റേ കൗല് എന്നേ പറയുള്ളൂ. അപ്പൊ ഈ സൗത്തുകളെ അങ്ങോട്ടോട്ട് നീട്ടിക്കുറുക്കുക. നമ്മളെ സരി ഗ മ പ ധ എന്ന് പറഞ്ഞ ആ ഒരു ഇതിൽ അത് ചിലപ്പോ തന്നാലെ വന്ന് കസ്തില്ലാതെ വരും. റാസിയിൽ കാണാം വമാ അല്ലംനാഹു ശിഅറ വമാ യംബഗീലു എന്നുള്ളടത്ത് കസ്തില്ലാതെ വൃത്തത്തിലും കാര്യത്തിലൊക്കെ ഇങ്ങനെ ചിലപ്പോ മൗസൂനായിട്ട് എന്ത് ചെയ്യും, ബഹറും വസിനൊക്കെ റെഡി ആയിട്ട് വരുന്നതുണ്ടാവും. കസ്തില്ല. അത് അമ്പിയാക്കൾക്കും ഔലിയാക്കൾക്കും ഒക്കെ അങ്ങനെ കലാമും ഇങ്ങനാണ്ട് വന്നുകൊണ്ട് അങ്ങനെയാണ് റസൂലുള്ളാഹിന്റെ കൗല്. കസ്തില്ല എന്ന് പറഞ്ഞാൽ പദ്യം എന്ന് കരുതാതെ എന്നല്ല ആ പറഞ്ഞത്. കസ്തില്ലാതെ തൊത്ത് എന്ത് ചെയ്യും, വരും എന്നുള്ളതാണ്. അതേ സമയത്ത് അങ്ങനെ കസ്ത് ചെയ്തുകൊണ്ട് അത് അടുക്കി വെക്കുക. ആ നിലക്ക് തന്നെ കസ്ത് എന്ന നിലക്ക് അതിനെ പാടും ചെയ്യും. ഈ രൂപത്തിൽ, ഈ പദവിന്യാസത്തിലൂടെ, ഈ സ്വരവിന്യാസത്തിലൂടെ. അപ്പൊ അതിന് ഖിനാഹ്. അതേസമയത്ത് സാധാരണ ഇപ്പൊ നമ്മൾ പാടുന്നത് സംഗീതമല്ല. അത് പാടുന്നതിന്റെ പ്രമേയം നല്ലതാണോ ഏറ്റവും തെറ്റാണെങ്കിൽ തെറ്റാണ്. ഇത് നല്ലതും അല്ല തെറ്റും അല്ലെങ്കിൽ തന്നെ തറബുണ്ടാക്കുന്ന ഈ ശബ്ദം രാഗത്തിൽ അങ്ങനെ പാടാൻ പറ്റൂല്ലേ? അതാണ് ഖുർആനിൽ തന്നെ തൽഹീനാത്ത് പറ്റൂല്ലേ? കാരണം നീട്ടിക്കുറുക്കാണല്ലോ. അതും തൂഫയിൽ കാണാം. തൽഹീനാത്ത് തഹ്സീനുൽ ഖുർആൻ ബി തൽഹീനാത്തി എന്ന് പറഞ്ഞിട്ട് തഹ്സീനു സൗത്ത് നല്ലതാണല്ലോ ഖുർആൻ. പക്ഷെ തൽഹീന് പറ്റൂല്ലേ എന്നുള്ളത് അഭിപ്രായം. അത് ഖുർആനുകൾ പറഞ്ഞ നിയമങ്ങൾക്ക് അതിൽ കടക്കുന്നില്ലെങ്കിൽ പറ്റില്ലെങ്കിൽ പറ്റൂല. അത് കാണുന്നില്ല. അത് ഇതിന് പറയുന്നുണ്ട്. ഏത് ഹിദാഹ് എന്ന് പറയും. ഈ അവൻ കൂടെ അതിൻ്റെ ഇടയിൽ പറ. ഈ പിന്നെ താളമേളങ്ങളും ഈ പിന്നെ മൂസീക്ക എന്ന് പറയുന്ന അല്ലെങ്കിൽ സംഗീതം എന്ന് പറയുന്നതിൻ്റെ ഉത്ഭവം ഒന്ന് പറയുന്നത് ഇസ്ലാമികമായിട്ട് ശായിര്യങ്ങള് അവര് പറയുന്ന കേൾക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ ഒരിക്കൽ വഴിയിലൂടെ പോകുമ്പോൾ ഒരു ഗോത്രക്കാര് അവര് നല്ല സംഗീതമുള്ള ആളുണ്ടായിരുന്നു, നല്ല സ്വരമാധുര്യമുള്ള ആള്. അപ്പൊ അവരൊന്ന് പാടാൻ വേണ്ടി നബി ആവശ്യപ്പെടും. അപ്പോൾ തന്നെ അയാൾ ഉറങ്ങിയിരുന്നു, ക്ഷീണം പിടിച്ചിട്ട് ഉറങ്ങിയത്. അപ്പൊ എന്നിട്ട് ഇവര് പറയാ, ഈ കേട്ട നബിയെ കണ്ടോല് പറയാം, ഞങ്ങളെ ഗോത്രം സംഗീതത്തിൽ വലിയ പിന്നെ ഉഷാറാൻ, ഞങ്ങളാണ് ഇത് തുടങ്ങിയത് എന്ന്. അപ്പൊ ആ കഥ ഒന്ന് പറഞ്ഞാട്ടെ. അപ്പോ ഞങ്ങളെ ഗോത്രത്തിൽപ്പെട്ട ഒരാള്, ഞങ്ങളിങ്ങനെ പോകുമ്പോൾ ഒരാൾ ഒട്ടകപ്പുറത്തുനിന്ന് വീണു അല്ലെങ്കിൽ കുതിരപ്പുറത്തുനിന്ന് വീണു.
അങ്ങനെ വീണപ്പോൾ അയാളെ കാലൊടിഞ്ഞ് അയാളെല്ലാവരും കൂടി പിടിച്ചിട്ട് കൈയൊടിഞ്ഞു. അങ്ങനെ പിടിച്ചിട്ട് ഒട്ടകപ്പുറത്തിരുത്തി വേദന കൊണ്ട് ഇതാണ് ഇപ്പൊ റജിസ് പറഞ്ഞത്. 16ഓളം ഇതുണ്ടല്ലോ ശ്ലോകങ്ങൾ, അതിലൊന്ന് ഇതാണ് മുസ്തഫീലം മുസ്തഫീലം മുസ്തഫീലൻ. ഇതാണ് ഏറ്റവും അസ്ഹലായത് റജിസ് എന്നാണ് ഇപ്പൊ അതിന് പറയാ. അപ്പൊ ഈ രൂപത്തിലാ മൂപ്പര് പറഞ്ഞു. അപ്പൊ ഇതിങ്ങനെ പാടുമ്പോ ഒട്ടകണ്ട് സ്പീഡ് പോകും, സ്പീഡ് കൂടുക. അപ്പൊ വീണ്ടും പാടും, ഇതും കൂടും. അപ്പൊ ഇവർക്കൊക്കെ മനസ്സിലായി ഒട്ടകം നല്ല ചുമട് ചുമന്ന് പോകുമ്പോ ഇങ്ങനെ ഒരു റജിസ് ഉണ്ടായാൽ എന്താകും. അങ്ങനെ റജിദിന്റെ തുടക്കം. അപ്പൊ ഇവരിങ്ങനെ ഇങ്ങനെ പാട്ട് കെട്ടി ഇങ്ങനെ പാടാൻ തുടങ്ങി. അങ്ങനെ ഒട്ടകം, അതിനാ ഹുദാഗ് അല്ലെങ്കിൽ ഹിദാഗ് പിന്നെ എന്ന് പറയുന്നത്. ഈ 10 രൂപത്തിലുള്ള രാഗങ്ങളുണ്ടല്ലോ, സംഗീതം തന്നെ അതിൽപ്പെട്ട ഒന്നിപ്പത് അങ്ങനെ ഉണ്ടായിരുന്നു. ഇത് മുലറ് ആയിരുന്നു ഇയാള് എന്നാണ് ചരിത്രത്തിൽ. മുലർ റസൂലുള്ളാന്റെ ഇതിൽപ്പെട്ട കുറേശ്ശിയാണ്. ഇവരാണ് ഇപ്പൊ പറഞ്ഞത് ഞങ്ങളാ തറവാട്ടിലുണ്ടായിരുന്ന മുലറാണിത് എന്നാണ് നബിയോട് എന്തേലും. അപ്പൊ നിങ്ങളപ്പ തറവാടാണ് ഇപ്പൊ മുന്തി, ഇന്റെ തറവാട് തന്നെയാണ്, ഇന്റെ തറവാടും അതിന് മുലർന്നല്ല നബി വന്നത്. ഇങ്ങനെയാണ് ഇതിന്. അപ്പൊ ഒട്ടകങ്ങളുടെ അപ്പൊ പിന്നെ അവരെന്ത് ചെയ്തു, ഒട്ടകങ്ങൾ ഇങ്ങനെ കാലെടുത്ത് വെക്കുന്നതിനനുസരിച്ച് അങ്ങനെ അപ്പൊ ഇങ്ങനെ അതിനനുസരിച്ച് ഒരു ട്യൂൺ ഉണ്ടാക്കി ഇങ്ങനെ ഉറൂലുകൾ എന്ന് പറഞ്ഞാൽ ഇത് വന്നാൽ അങ്ങനെയാണ്. ശ്ലോകങ്ങൾ അങ്ങനെ വന്നു. അങ്ങനെ പിന്നെ ആ ശാഖ പിന്നീട് വന്നു ഉറൂല്, ഖവാഫി, ബഹർ ഇങ്ങനെ. അതിന്റെ ബാക്കി പിന്നെ കഫുറായിൽ പറയുന്നുണ്ട്, മധ്യചഷകം നുണയുന്നത് പോലെ മധുര ശബ്ദരാഗത്തില് തൽഹീനാത്തിൽ അനീക്കാന്നുള്ളതിന് ഇതിൽ കൊടുക്കുന്നുണ്ട്. ഏല് പിന്നെ ജവാഹിറില്. അല്ലാ യാ അല്ലാഹ്. അൽഹന ലഹനൽ അഗ്നിയത എന്ന് പറയും. വലഅലഹ സൗതൻ മൂസിക്കിയൻ മുനാസിബൻ തുഗന്ന ബിഹി. അൽഹന എന്ന് പറഞ്ഞ സൗത്തുൽ മൂസിക്കിയിൽ മൗലൂഇൽ അഗ്നിയത്തി التلحين في اصطلاح الفقهي أداء الكلام حسب قواعد ألحان الموسيقى. അപ്പൊ തൽഹീനാത്തിൽ അനീക്കണ വാദ്യോപകരണങ്ങളുടെ താള സ്വര മേളങ്ങൾക്കനുസരിച്ച് സ്വരങ്ങൾ എന്ത് ചെയ്യുക, ഏറ്റുക, താഴ്ത്തുക, നീട്ടുക, കുറുക്കുക, ഇത് ചെയ്യുക. ടൂൺ ചെയ്യാന്ന് പറഞ്ഞാൽ മതി. അതിന്റെ വിശദീകരണമാണ് ഇപ്പൊ. അല്ല ആ ഉപകരണങ്ങളുടെ ഇതിനനുസരിച്ച് നമ്മൾ ചെയ്യുക. അപ്പൊ ഉപകരണം വേണ്ട, അതിനനുസരിച്ച് എന്ത് ചെയ്യുക. ഇതാണ് ഇപ്പൊ ഫിഖ്ഹില് ആ പറഞ്ഞതിന്റെ ഉദ്ദേശം. പിന്നെ മുഗനിയിൽ റഫു സൗത്ത് ബി ഷീരിന് ഖിനായിനെ പറ്റി പറഞ്ഞത് ആ മൈനാക്ക റഫു സൗത്ത് നീട്ടി കുറുക്കി സാത്തി ഇങ്ങനെ ആക്കിയിട്ട് പറയാം. മറ്റേ ഉബാഹു കൗലി ഷീരിന്നിടത്ത് ഇൻഷാവു ചെയ്യാ എന്നുള്ള അങ്ങനെ രണ്ടും വ്യത്യാസപ്പെടുത്തി കൊടുത്തുകയാണ്. അല്ല സംഗീതം ബിദാത്തി എന്തല്ല, നന്മ എല്ലാണെങ്കിൽ കുഴപ്പമില്ല എന്നല്ല, സുന്നത്തുവാണെന്നാണല്ലോ. അല്ല അർത്ഥം അറിയണ്ട. അത് എങ്ങനെയാന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ ഹിദാ ഉണ്ടല്ലോ, ഈ ഹിദാ ഒരു മൂസിക്കയാണ്. ഈ മൂസിക്ക കേട്ടിട്ടാണ് ആര് പോകുന്നത്, ഈ മൃഗം. അപ്പൊ മൃഗത്തിന് മയന അറിയില്ലല്ലോ. ഒന്നും കൂടി പറയാ, തസ്കീനുൽ അത്ഫാൽ, കുട്ടികളെ താരാട്ട് തർനീമുൽ അത്ഫാൽ എന്നാണ് പറയാ. ഉമ്മമാരുണ്ടാക്കണ അതെന്താവണമെന്നില്ല, മുഹിദ്ദിമാരാവണമെന്നില്ല, നഫീസമാരാവണമെന്നില്ല. അതേ സമയത്ത് അവരൊരു കച്ചട്ടിട്ട് ഒരു പാട്ടാണ് ഉണ്ടാക്കി. അതിന് ഖൈറിലേക്ക് പ്രേരിപ്പിക്കുന്നത് അതൊന്നും വേണ്ട, ഇങ്ങനത്തെ തന്നെ നിൽക്കുക, അതിങ്ങനെ പാടി അത് ജായിദാണെന്നുള്ളതിൽ എന്തില്ല. പക്ഷെ ഈ കുട്ടിക്ക് എന്തില്ല, ഇതിന്റെ ആശയം തിരിഞ്ഞിട്ടല്ലോ. അതേ സമയത്ത് അതിൽ നല്ല കർണാനന്ദകരമായ ഒരു ടൂൺ ഇങ്ങനെ കേട്ടിട്ട് എന്ത് ചെയ്യുന്നു, പാടുന്ന ആൾക്ക് മകനെ അറിയണ്ടേ, നമ്മളിപ്പോ മധുഹുൻ നബിയാണെന്ന് മനസ്സിലാക്കണ്ടേ. ഇപ്പൊ തൂക്കുജ മൻകുജ എന്ന് പാടുമ്പോ അത് എന്ത് ചെയ്താൽ മതി എന്ന് വെച്ചാല് നമ്മള് അത് തെറ്റാണ് എന്നുള്ള ബോധ്യപ്പെടാതിരുന്നാൽ മതി. കാരണം എന്താ, ആരുടെ മുന്നിലാണല്ലോ ഓതുന്നത്.
അപ്പൊ അതൊരു തെറ്റായ സംഗതിയാണെങ്കിൽ അത് പറ്റില്ല എന്നുള്ള. അതേ സമയത്ത് മധുവുമായി ബന്ധപ്പെട്ടാകുമ്പോൾ ഫിൽജുംല ഒരു മധുവാണെന്ന് നമ്മളുണ്ടല്ലോ. കുത്തുബ അറബിയിലാകുമ്പോൾ കാലിയാർ പറഞ്ഞ കാലി ഹുസൈൻ പറഞ്ഞല്ലോ, ഫിൽജുംല മധുഹാണ് വാലാണെന്ന് അറിഞ്ഞാൽ മതി. എന്നാൽ ഇതൊരു ഫിൽജുംല മധുഹാണ് എന്ന ബോധത്തിലാണല്ലോ ആ കുട്ടി ഓതുന്നത്. അതേ സമയത്ത് അതിൽ ചെറിയ വിരോധിച്ച പദങ്ങളോ തെറ്റുകളോ ഉണ്ടെങ്കിൽ ആലിമീങ്ങൾ എന്ത് ചെയ്യണം? കാണിച്ചു കൊടുക്കണം. അത്രേ അതിനുള്ളൂ. ഇല്ല, അതൊക്കെ ഇതിൽ പെടും. അത് അംല് സക്കീൽ എന്നുള്ളതിന് പറയാം. ഭാരമുള്ള അമല് ചെയ്യുന്ന സമയത്ത് ചെല്ലുന്നതിനും എന്തില്ല, അതൊക്കെ ഇതിനു വേണ്ടിയുള്ളതാണ്. അറിയാതെ അത് നീങ്ങിപ്പോകാൻ അത് അങ്ങനെ തന്നെ പറയുന്നുണ്ട്. ഇത് കുട്ടികളുടേതും ഈ മൃഗങ്ങളുടെ എടുത്തിട്ട് തന്നെ അർത്ഥവുമായി ബന്ധപ്പെട്ട് അത് തിരിഞ്ഞിട്ടല്ലല്ലോ എന്നുള്ള ചോദ്യം തന്നെ ചോദിച്ചിട്ട് അത് പറയുന്നുണ്ട്. സദു പറഞ്ഞ പല കാര്യങ്ങളും ഹലാലാണെന്ന് പറയുന്ന ആളുകളുണ്ട്. അവർ പറയുന്ന രണ്ട് ന്യായം, ഒന്ന് അബൂ ഹനീഫ ഇമാമിലേക്ക് ചേർത്തി പറയുന്ന ഒരു ഇബാറത്താണ്, ഇന്നലില്ലാഹി ഇബാദൻ യദ്ഖുലൂനൽ ജന്നത ബിദ്ദുഫൂഫി വൽ മസാമിർ എന്ന് അബൂ ഹനീഫ ഇമാം പറഞ്ഞിട്ടുണ്ട് എന്നാണ് പറയുന്നത്. മറ്റൊന്ന് 33 കൃത്യമായിട്ട് എണ്ണോർമല്ല, അല്ലെങ്കിൽ 18 ആലിമീങ്ങൾ ഇത്തരം വിഷയങ്ങളെ ജായിസാക്കിയിട്ടുണ്ട്. മിൻഹുമുൽ ഗസാലി, അബ്നു ദഖീഖുൽ അഈദ്. അതെ, ഇബ്നു അബ്ദുസ്സലാമിനെ പറ്റി പറയുന്നുണ്ട്. അതുപോലെ തന്നെ അബൂ ഇസ്ഹാഖ് ഷിറാസി തങ്ങളെ സംബന്ധിച്ച് പറയുന്നുണ്ട്. ഇതൊക്കെ ഷാഫി മദ്ഹബിലെ ഹദാമി ഇബ്നു ഹജർ ഹൈതമി റളിയല്ലാഹു അൻഹു അല്ലേ, ഇദാ ഖാലത്ത് ഹദാമി ഫസദ്ദിഖൂഹാ ഫഇന്നൽ ഖൗല ഈ അസാലി ഇമാമിനെ ഉദ്ധരിച്ചിട്ടും ഇബ്നു അബ്ദുസ്സലാമിനെ റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ചിട്ടും എന്നല്ല, അവരുടെ ശിഷ്യനായ ഇബ്നു ദഖീഖുൽ അഈദ് അവരൊക്കെ ഈ മസാമീർ എന്തായിരുന്നു സമാഹ് ചെയ്തിരുന്നു എന്ന് വമാ ഉഖിയ ഇബ്നു അബ്ദുസ്സലാമി വബിൻ ദഖീഖിൽ അഈദി, വേറെ സ്ഥലത്ത് അബീ ഇസ്ഹാഖ് ഷിറാസി ഇങ്ങനെ തന്നെ ആളെന്നെ എടുത്തു പറഞ്ഞിട്ടുണ്ട്. വേറെ സ്ഥലത്ത് ബാലി സ്വഹാബ അമ്മൻ ബഅദഹു എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനത്തെ പറഞ്ഞിട്ട് വമാ നുഖില വമാ ഉഖിയ അൻ ഹൗലായി എന്ന് പറഞ്ഞിട്ട് കദിബുൻ ബാതിലുൻ എന്നാണ് ആര് തീരുമാനം പറഞ്ഞത്? ഷാഫി മദ്ഹബിലെ ഹദാമി ഇബ്നു ഹജർ തങ്ങൾ. ഇവർ പറഞ്ഞു അത് ബാത്തിലാണ്, അവരെ തൊട്ട് അങ്ങനെയല്ല. ഇനി വല്ല ആലിമീങ്ങളും അങ്ങനെ പറഞ്ഞതായിട്ടുണ്ട് എങ്കിൽ അത് മിനൽ കിസ്മിൽ ഔവലി. ഏതിൽപ്പെട്ടാണ്? നമ്മൾ പറഞ്ഞല്ലോ, ഒരു പിന്നെ അനുവദനീയമായ ഒന്ന് പറഞ്ഞല്ലോ, ഇത് ആലാത്തുകളെ പറ്റണം. മറ്റേതിനെ പറ്റി പിന്നെ തർക്കമില്ല, അനുവദനീയതുണ്ടല്ലോ സമാജ്. അതേസമയത്ത് ഈ യറാ എന്നോ ഷബാബത്ത് എന്നോ അത് തന്നെ അതിന്റെ ഇപ്പോൾ ഉള്ള വേർഷനുകളൊന്നും അല്ല, അതിന്റെ അനുവദനീയമാത് അതായിരിക്കാൻ ചിലപ്പോൾ പറഞ്ഞു. അല്ലെങ്കിൽ ഇന്നൊന്നും അറിയപ്പെടാത്ത ഇത്തരം വിഷയങ്ങളിൽ പെടാത്ത പേരിലുള്ളതിന് മസാമീർ എന്നുള്ളത് മയന കൊണ്ട് അവർ റിപ്പോർട്ട് ചെയ്തതായിരിക്കാം. എങ്കിലും അതിൽ ഉറച്ച മറുപടി ഇബ്നു ഹജർ തങ്ങള് ഈ കിതാബ് ഗഫൂർ എന്ന് പറയുന്ന കിതാബ് തന്നെ രചിച്ചപ്പോ പറഞ്ഞത് സഫിലത്ത് റാത്തിന്റെ ജമ്മായിട്ട് പറഞ്ഞാണ്, ഫത്ഹായിട്ടും ദമ്മായിട്ടും പറയാന്ന് പറഞ്ഞിട്ട് അവിടെ പറയുന്നുണ്ട് അൽ തഗ്ഗാമു അഹ്ദാസുന്നാസ് അത്തഗ്ഗാം എന്നാണ് മൂപ്പര അതിന് വിഷയിക്കുന്നത്. റാഅത്ത് തറ വാക്ക് പറയുന്നവര്, ഈ ഇമാമുമാരെ പറ്റി തറ വാക്ക് പറയുന്നവരെ റദ്ദ് ചെയ്യാൻ വേണ്ടിയാണ് ഈ കിതാബ് ഞാൻ ഉണ്ടാക്കുന്നത് എന്ന് ഇബ്നു ഹജർ തങ്ങൾ പറഞ്ഞാൽ, അതും ഇബ്നു ഹജർ തങ്ങൾ പറഞ്ഞത് ഷാഫി മദ്ഹബ് മാത്രമല്ല 4 മദ്ഹബ്. അതിൽ പ്രത്യേകിച്ച് അബൂ ഹനീഫ ഇമാമിന്റെ 2 റിപ്പോർട്ട് ഗഫൂർ റായിൽ കൊടുക്കുന്നുണ്ട്. ആ 2 റിപ്പോർട്ട് കൊടുത്തിട്ട് മുഅ്തമദ് അബൂ ഹനീഫ ഇമാമിനെ സംബന്ധിച്ച് ഹറാമാണ് എന്നാണ് എന്ന് ഗഫൂർ റായിൽ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ 4 ഇമാമുകൾ, അത് ഇബ്നു ഹജർ തങ്ങൾ സ്വന്തമായിട്ട് പറയുന്നതല്ല, ഖുർത്തുബി ഇമാം പറയുന്നുണ്ട്, മാവർദി ഇമാമ് വേറൊരു വിഷയം പറയുന്നിടത്ത് പറയുന്നുണ്ട്, റുയ്യാനി ഇമാം പറയുന്നുണ്ട്, ദർക്കശി ഇമാം പറയുന്നുണ്ട്. ഹാവിയിലൊക്കെ വളരെ വലിയ ചർച്ച തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ മാവർദി ഇമാമാണെങ്കിലും അതുപോലെ തന്നെ റുയ്യാനി ഇമാമാണെങ്കിലും ദർക്കശി ഇമാമാണെങ്കിലും ഇവരൊക്കെ മുൻഗാമികളെ തൊട്ട് വന്ന ഈ സംഗതി ഹറാമായത് അല്ല, കെദിബാണത്. അവരെ തൊട്ട് അങ്ങനെ ഹറാം ഉദ്ധരിക്കുന്നത് എന്ന് മാത്രല്ല, ഇബ്നു അബ്ദുസ്സലാം എന്നവര് റഖ്സ് ചെയ്തിരുന്നു എന്ന് ഇവരെ പറയുന്നത്. അതിൽ അനുവദനീയമായ റഖ്സ് ഉണ്ട്. എന്നാൽ മൂപ്പര് പറഞ്ഞത് റഖ്സ് അഹിലുൽ ബത്താലയുടെ പണിയാണെന്നാ മൂപ്പര് തന്നെ പറഞ്ഞു. പിന്നെ അങ്ങനെ മൂപ്പര റഖ്സ് ചെയ്യൽ അനുവദനീയാണെങ്കിൽ തന്നെ ഇവർ ചെയ്തിട്ടില്ല. എന്നിട്ട് മൂപ്പരെ സംബന്ധിച്ച് വളരെ ഖണ്ഡിതമായിട്ട് മൂപ്പര റഖ്സ് ചെയ്യാനുണ്ടായിരുന്നു എന്ന് രേഖപ്പെടുത്തി വെച്ചവരാണ്. അപ്പൊ അങ്ങനെ ആ പറയപ്പെടുന്നതൊക്കെ മുൻകാലഘട്ടങ്ങളിൽ മഹാന്മാരുടെ പേരിൽ ഇതിനെ ചാർത്തിയിട്ട് സ്വന്തം ചെയ്തികളെ ന്യായീകരിക്കാനുള്ള ശ്രമങ്ങൾ നടന്നിരുന്നു, ഇന്നത്തേനേക്കാൾ കൂടുതൽ എന്നുള്ളതിന്റെ വ്യക്തമായ തെളിവാണ് ഗഫൂർ റായ. അതുപോലെ തന്നെ തൗഫീഖ്, അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞ മുഗിനി വായിച്ചല്ലേ അത്. നേരത്തെ പറഞ്ഞ 4 മദ്ഹബിലും ഫത്വ കൊടുക്കുന്ന ഷാലിയാത്തി ഇമാം
വിശദമായി പറയുന്നുണ്ട്. അതെ, എല്ലാ ആലത്തുകളും പറ്റുമെന്നാണ് പറയുന്നത്. ആ അസ്ഹാബു ശൈത്താന് ഉപയോഗിച്ചത് ആ ത്വാഅത്തിന് വേണ്ടിയിട്ട് ആയുധങ്ങൾ ഉപയോഗിച്ചിട്ട് ആ ആ ആലത്തുകളൊക്കെ നമ്മൾ ഇബാദത്തിന് വേണ്ടി ഉപയോഗിക്കണമെന്നാണ് ഷാദുലി ഇമാമിനെ ഉദ്ധരിച്ചുകൊണ്ടും ഷാദുലി മദ്ഹബിലെ എല്ലാ ത്വരീഖത്തിലും സബാങ്കാന ബി ആലത്തിന്റെ എല്ലാ ദിക്റുകളും ആലത്ത് കൊണ്ടാണെങ്കിലും ഒക്കെ അനുവദനീയമാണ്. ആ ആലത്തുകൾ, തൊബൂലുകൾ, കുറെ ആലത്ത് ചണ്ടകൾ കുറെ ഉണ്ടല്ലോ. നമ്മൾ വാദ്യങ്ങൾ ഏതുണ്ട്, ആലാത്തുകൾ കുറെ ഉണ്ട്. ഏതൊക്കെ ആലാത്ത്? തൊബൂലുകൾ എത്ര ഐറ്റാണുള്ളത്. തുകൽ വാദ്യങ്ങളിൽ കൂബത്ത് മാത്രമേ നമ്മൾ എന്തുള്ളൂ. ഷാലിയത്ത് അങ്ങനെ പറയാനുള്ള കാരണം അതല്ലാത്ത ഉലമാവും വലിയ തർക്കം നടന്ന വിഷയമാണ്. തുകൽ വാദ്യങ്ങളിൽ കൂബത്ത് മാത്രമേ പറ്റൂ, അല്ല എല്ലാം പറ്റും. അതിൽ അസ്നൽ മത്താലിബ് അത് വിശദീകരിച്ച് പറയുന്നുണ്ട്. അസ്നൽ മത്താലിബ് പറയാണ് കൂബത്തല്ലാത്ത എല്ലാ തുകൽ വാദ്യങ്ങളും തെറ്റാണ്, അല്ല ദഫല്ലാത്ത എല്ലാ തുകൽ വാദ്യങ്ങളും ഹറാമാണ് എന്ന് പറഞ്ഞ ഉലമാവുണ്ട്. ആ ഉലമാവിനെ എതിർത്തിട്ടാണ് ആര് പറയുന്നത്? ചാലിയാത്തിന്റെയും മുമ്പുള്ള ഉലമാവിന്റെ ഒക്കെ പറഞ്ഞത് അത് ഏതാണ്? തുകൽ വാദ്യങ്ങൾ. ആ തുകൽ വാദ്യങ്ങളില് നമ്മൾ പറയുന്ന ദഫ് മാത്രമേ പറ്റൂ, ബാക്കിയൊക്കെ ഹറാമാണെന്നല്ലേ. അല്ല, കൂബത്ത് ഹറാമാണ്, ബാക്കിയൊക്കെ അനുവദനീയാണെന്നല്ലേ. എന്നാൽ അല്ല, ദഫ് മാത്രമേ പറ്റൂ, ബാക്കിയൊക്കെ പാടില്ല എന്ന് പറഞ്ഞത്. അവിടെയാണ് എന്ത് പറയുന്നത്? അല്ല, തുബൂലുകൾ കൂബത്തല്ലാത്തതെല്ലാം പറ്റത് ഏത് മോഡൽ ആരുപയോഗിച്ചാലും, അത് ഫസക്കത്തും ഷറബത്തും ഒക്കെ ഉപയോഗിക്കുന്നുണ്ട്, ആയിക്കോട്ടെ, ഒരു ഉപയോഗിച്ചോട്ടെ, അതിനൊന്നും വിരോധമില്ല, അത് പറ്റും. പക്ഷെ അവിടെ അപ്പൊ പിന്നെ ഇപ്പുറത്തൊരു ടീമുണ്ടല്ലോ, അത് മൊത്തം ഹറാമാണെന്ന് പറഞ്ഞവര്. ഓരോ ഉദ്ദേശം അത് കേവലം കളി വിനോദത്തിന് വേണ്ടി മാത്രമാണെങ്കിലാണ് മൊത്തം ഹറാം എന്ന് പറഞ്ഞ ഒരു ഉദ്ദേശമുള്ളൂ. ഹലാലാണെന്ന് പറഞ്ഞ എന്തിനാണ്? ഇതേപോലെ അള്ളാഹുവിലേക്ക് അടുപ്പിക്കാന്, ഇത്തരം വിഷയങ്ങൾക്കാണ് ചണ്ട, നഗാര, അറബന, ഇതൊക്കെ എന്ത് ചെയ്യും? പറ്റും. അതാണ് ആ പറഞ്ഞതിന്റെ ഉദ്ദേശം. അതുകൊണ്ടാണ് ചാലിയാത്തിന് തൊട്ട് ഞാൻ പറഞ്ഞു മൗസൂല് എന്ന് പറഞ്ഞ ആര് പറഞ്ഞതാണ്? ചാലിയാത്തി പറയാണ് ഈ ഇതിലേതേ പറ്റുള്ളൂ, ഇതേ പറ്റുള്ളൂ, മറ്റു പറ്റൂല എന്ന് ചാലിയാത്തല്ലേ പറഞ്ഞത്. അപ്പൊ ചാലിയാത്തിയാ പറഞ്ഞത് മുൻഗാമികളിൽ വലിയ ചർച്ച നടന്നിട്ടുണ്ട്. തൂഫെ തന്നെ പറയുന്നുണ്ട്. അസ്നുൽ മത്താലിബ് ഉദ്ദേശിക്കുന്നത് ഇതാണെന്ന് മൂപ്പര് സക്കറിയ അൻസാരി തങ്ങൾ പറയാനും കാരണം എന്താണ്? വലിയൊരു വിഭാഗം പണ്ഡിതന്മാര് തൊബൂലുകൾ മൊത്തം ഹറാമാണ്, ദഫ് മാത്രമേ പറ്റുള്ളൂ. അല്ല, അതല്ല മദ്ഹബിലെ മുഅ്തമദ്. മദ്ഹബിലെ മുഅ്തമദ് കൂബത്തെ തെറ്റുള്ളൂ. കാരണം റസൂലുള്ള അതേ കൃത്യമായിട്ട് തുകൽ വാദ്യങ്ങളിൽ തെറ്റെന്ന് പറഞ്ഞിട്ടുള്ളൂ. ബാക്കി തുകൽ വാദ്യങ്ങളെ നബി എന്ത് ചെയ്തിട്ടില്ല? എതിർത്തിട്ടില്ല. എന്നാൽ ദഫ് പിന്നെ സുന്നത്താകാനുള്ള കാരണം, അനുവദനീയം പ്രത്യേകം പറയാനുള്ള കാരണം, നബിയുടെ അടുക്കൽ വന്നിട്ട് ഞാനിങ്ങനെ ദഫ് കൂട്ടാൻ നേർച്ചാക്കിയിരുന്നു, നിങ്ങൾ പരിക്കില്ലാതെ വന്നാൽ, അതുപോലെ തന്നെ കല്യാണത്തിന്റെ ഫാത്തിമാവിന്റെ കല്യാണത്തിന്റെ ദഫ് കൂട്ടാൻ കൽപ്പിച്ചത്, ഇതൊക്കെ വെച്ചിട്ടാ പിന്നെ അത് സുന്നത്തിലേക്കും കിടന്നത്. അതേ സമയത്ത് തുകൽ വാദ്യങ്ങളാണല്ലോ അത്. അപ്പൊ ആ നിലക്ക് തുകൽ വാദ്യങ്ങൾ എല്ലാം പറ്റും. കൂബത്ത് പിന്നെ നബി പ്രത്യേകം ചെയ്തിട്ടുണ്ട്, ഹദീസിൽ വന്നിട്ടുണ്ട്. അത് വെച്ചുകൊണ്ടാണ് അത് പാടില്ല. പക്ഷെ എല്ലാം ഹറാമ് എന്ന് പറഞ്ഞതോ, നേരത്തെ പറഞ്ഞ പോലെ എല്ലാ അയലു ഷറബത്ത് അത് ഉപയോഗിക്കുന്നുണ്ട്, അപ്പൊ അതും തെറ്റാകണ്ടേ? അല്ല, അത് തെറ്റാണ് എന്ന് പറഞ്ഞവരുടെ ഉദ്ദേശം കേവല മലാഹിയാണെങ്കിൽ അത് അസ്നുൽ മത്താബിൽ ജമ്മു ചെയ്തത് കേവല മലാഹി എന്ന് ഉദ്ദേശിച്ചത് കൊണ്ടാണ് ആ പറഞ്ഞവരുടെ ലക്ഷ്യം. അതേ സമയത്ത് നന്മയിലേക്കാണെങ്കിലോ അത് ഏത് അയലു ഷറബത്ത് ഉപയോഗിച്ചാലും ആ ആലാത്തുകൾ മുഴുവനും ശരിയാണ്. അപ്പൊ അവിടെ ഫർക്കില്ല. ഷാലിയാത്തി പറഞ്ഞ നമ്മൾ പറഞ്ഞ എന്തല്ല, ദഫ് മുട്ടാനുള്ള അത് നമ്മളതിന് ദഫ് എന്ന് പറയുമ്പോൾ ഇങ്ങനെ ഈ നഖം കൊണ്ട് മുട്ടുന്ന ഒരു സിസ്റ്റം വരുന്നുണ്ട്. അത് ഹറാമ് എന്ന് പറയല്ല. യഥാർത്ഥത്തിൽ ദഫിന് ഓരോന്നിനും അതിൻ്റെ ശരിയായൊരു മാർഗം ഉണ്ടല്ലോ. അപ്പൊ ആ നിലക്കുള്ള മുട്ടാണ് വേണ്ടത് എന്ന് അഭിപ്രായപ്പെടുന്നവരുണ്ട്. ചില ഇബാറത്തുകളൊക്കെ അങ്ങനെ കാണുന്നുണ്ട്. ഇങ്ങനെ തൊറഫുകളെ കൊണ്ട് ഇങ്ങനെ ഇതാകുന്നത് പറ്റൂല, ദഫ് എന്ന് പറയാനുള്ള കാരണം തന്നെ എങ്ങനെയാണ് എന്ന് പറഞ്ഞവരുണ്ട്. അത് ഓരോരുത്തരുടെ വീക്ഷണമാണ്. അതെ, അപ്പൊ അത് ശ്രദ്ധിക്കാൻ നല്ലതാണ് എന്ന് മാത്രം. ദഫും തബലും അല്ലാത്ത ആലത്താണല്ലോ കമ്പ്യൂട്ടർ. ആ കമ്പ്യൂട്ടർ ആലത്തുകൊണ്ടുള്ള അല്ല, അതിനാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, കമ്പ്യൂട്ടർ എന്ന് പറയുന്ന സാധനത്തിലൂടെ നമ്മൾ ഉണ്ടാക്കുന്ന ഈ സ്വരനാദം ഏതാണ്, അത് ഹറാമാക്കപ്പെട്ട ആ ആയുധത്തിൽ നിന്ന് വരുന്നതിനോട് സാമ്യമുള്ളതാണെങ്കിൽ അത് തെറ്റാണ്. കാരണം അത് സ്വരശാസ്ത്രജ്ഞർക്ക് അറിയാം. ഇപ്പൊ ഈ ആലത്തുകളൊക്കെ ഒഴിവാക്കിയാൽ തന്നെ ഇതിലൂടെ അവർക്ക് എന്ത് ചെയ്യാൻ കഴിയും? ഓരോ മ്യൂസിക്കൊക്കെ ഓരോ പേരുണ്ട്, ഓരോ ശബ്ദത്തിനും ഓരോ പേരുണ്ട്, അതിന് ബട്ടനും ഉണ്ടാവും. അല്ലല്ല, ആ ആലത്തിൽ നിന്ന് വരുന്ന ഈണം, അത് നമ്മുടെ കണ്ടാധിഷ്ഠിത സ്വരങ്ങളുണ്ട്, ജീവികളുടെ കണ്ടാധിഷ്ഠിതമുണ്ട്. ഇത് രണ്ടും കണ്ടേതരമായ അചേതന വസ്തുക്കൾ.
ആ വസ്തുക്കളിൽ നിന്ന് നിർമ്മിച്ചുകൊണ്ട് ഈ ശബ്ദങ്ങൾ, ഏത് ശബ്ദം, ഈ മൂന്നിൽ നിന്നും ശബ്ദം ഏതാവണം? ഏതെങ്കിലും ശബ്ദമല്ലല്ലോ, ഏതാവണം? എന്റെ ശബ്ദം തന്നെ ഇതൊന്നും തെറ്റല്ലല്ലോ. ആ ശബ്ദം തൊറബുണ്ടാക്കുന്ന തൽഹീനാത്തുൽ അനീക വൻ നഗമാത്തുർ റഖീഖ എന്ന പരിധിയിൽപ്പെടുന്ന മദ്യചഷകം നുണഞ്ഞാൽ ഉണ്ടാകുന്ന അനുഭൂതിയുള്ളവർ കാട്ടുന്നത് പോലെ ഇങ്ങോട്ട് പുറത്തേക്ക് ഛർദി വരുന്ന രൂപത്തിൽ പ്രകമ്പനം ഉണ്ടാക്കി കളയും കൽബിനെ. അത് ഉണ്ടാക്കി കളയുന്ന ശബ്ദമാണ് മുറാദ്. അല്ല, അതാണ് പറഞ്ഞത്. എല്ലാ തൊറബും അല്ല. അതിന് നമ്മളത് കൂബത്ത് മാത്രം എന്താ ഹറാമായി, ദഫ് എന്താ ഹലാല്? അതാണ് നമ്മൾ താബൂദിയാണ്. കേവലാക്കൽ കൊണ്ടല്ലല്ലോ നമ്മളത് ശറവും കൂടി എന്തുണ്ട്, ശറ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള അക്കില് ഉള്ളല്ലോ. അപ്പൊ ഇത് നബി ഇസ്തിസ്ന ചെയ്തിട്ടുണ്ട്. ഉണ്ടായിക്കോട്ടെ, അതിന് വിഷയമില്ല എന്നുള്ള, മൃഗങ്ങളിതൊക്കെ കേൾക്കാന്ന്. അതുണ്ടാക്കി ഈ രൂപത്തിലാക്കുന്നതാവുമ്പോ പറ്റില്ല. അത് തൊറബുണ്ടാക്കുന്ന, ഇപ്പൊ നമ്മൾ നിരോധിക്കപ്പെട്ടതുണ്ടല്ലോ, മൃഗങ്ങളുടെ ശബ്ദം മിക്സ് ചെയ്തിട്ടുണ്ടാക്കുന്നില്ല യഥാർത്ഥത്തില്. ഇപ്പൊ ഈ ആയുധങ്ങൾക്ക് പകരം എന്ത് ചെയ്യാണ്, ഡിജിറ്റൽ സംവിധാനത്തിലൂടെ ഉണ്ടാക്കുകയാണല്ലോ. ഇപ്പൊ ഒരു കമ്പ്യൂട്ടറിലൂടെ ഒരു പശു ഇങ്ങനെ ശബ്ദം ഉണ്ടാക്കി, ഹറാമുണ്ടോ? അതെന്ത്? യഥാർത്ഥ പശുവിന്റെ ശബ്ദം കേൾക്കുന്നതിന് ഹറാമില്ല. കുയിലിന്റെ ശബ്ദം ഇല്ല, അതെന്നെ ഹറാമില്ല. പിന്നെ കുയിലിന്റെ ശബ്ദം കമ്പ്യൂട്ടറിൽ ഉണ്ടാക്കി, കുഴപ്പമില്ല. അപ്പൊ ഇത് ഏത് ഏത് സ്വരമാണ്, അത് അതിന്റെ ശാസ്ത്രജ്ഞർക്ക് അറിയാം. അങ്ങനത്തെ പോലും ഉണ്ടാക്കുള്ളൂ. ഇപ്പൊ തുറബുണ്ടാക്കുന്നേ ഓരെന്ത് ചെയ്യുള്ളൂ, ഉണ്ടാക്കുള്ളൂ. അപ്പൊ ഡിജിറ്റൽ ശബ്ദങ്ങൾ പറ്റോ ഇല്ലേന്ന് ചോദിച്ചാൽ, ഹറാമാക്കപ്പെട്ട ആയുധങ്ങളിലൂടെ വരുന്ന ശബ്ദമാണ് നിർമ്മിക്കുന്നത് എങ്കിൽ, കാരണം നിർമ്മിതോപകരണം എന്നാണ് ആ ശബ്ദം. അതിന് ഒരു ഉദാഹരണമുണ്ട്. 20 ഇത്തരം വാദ്യങ്ങളുണ്ടല്ലോ, 20 വാദ്യോപകരണങ്ങളിലൂടെ വരുന്ന ശബ്ദങ്ങൾ ഒരു വാദ്യത്തിലൂടെ വരുമെന്നാണ് ആ വാദ്യം തെറ്റാണ് എന്നുള്ളതിന് ഇബ്നു ഹജർ തങ്ങൾ തൂഫയിൽ കൊടുത്തത്. അതിന് മൂപ്പര് പറഞ്ഞ കാല അഹിലുൽ മൂസിക് ബാദു അഹിലുൽ മൂസിക്, ഈ സ്വരനാദങ്ങളുമായി ബന്ധപ്പെട്ട ജ്ഞാനത്തിൽ ചില പണ്ഡിതന്മാര് പറഞ്ഞു. എന്താ പറഞ്ഞത്? ഈ എറായിനെ പറ്റിയാണ് പറഞ്ഞത്. നബവി ഇമാം ഹറാമാണ് എന്ന് പറഞ്ഞല്ലോ, മറ്റോലെ ഹറാമില്ല കാരണം തുറബുണ്ടാക്കണില്ല എന്ന് പറഞ്ഞു. അതിനാ പറഞ്ഞ എറാഹ് തുറബുണ്ടാക്കുന്നു മാത്രല്ല, അത് 20 സ്വരനാദങ്ങളെ മേളിച്ചുകൊണ്ട് അതിലൂടെ പുറപ്പെടുവിക്കാൻ കഴിയും. കാരണം വ്യത്യസ്ത സുഷിരങ്ങൾ ഉണ്ടെങ്കിൽ വ്യത്യസ്ത സ്വരങ്ങൾ എന്ത് ചെയ്യാൻ കഴിയും, ഉണ്ടാക്കാൻ കഴിയും. അതുകൊണ്ട് ഇത് അശദ് ആണ് എന്നാണ് ആര് പറഞ്ഞതിന്. അപ്പൊ നമ്മളിപ്പോ നിരോധിക്കപ്പെട്ട ആലത്തുകളിലുള്ള ശബ്ദങ്ങളെ മുഴുവനായിട്ട് ഒന്നിലൂടെ കൊണ്ടുവന്നാൽ അത് തെറ്റാണെന്നുള്ള ആ ഇബാർത്തൊന്നും എന്ത് ചെയ്തു മനസ്സിലാവും. അത് ദഫ് മുട്ടുമ്പോള്ളത് ഏത് ശബ്ദം എന്നാലും ഒക്കെ, അത് മുട്ടിയിട്ട് ഏതുണ്ടാക്കിയാലും, കാരണം അതെന്തല്ല യഥാർത്ഥത്തിൽ ഒരു നിർമ്മിക്കുന്ന മറ്റ് ശബ്ദങ്ങളെ നിർമ്മിക്കാനുള്ള ആയുധമല്ലല്ലോ ഹക്കീക്കത്തിൽ. അത് കമ്പ്യൂട്ടർ അങ്ങനെയല്ല, മറ്റ് ശബ്ദങ്ങളെ നിർമ്മിച്ചെടുക്കാം വ്യത്യസ്തമായിട്ട്. അത് ഏതു ആകാന്നുള്ള എന്ന് മനസ്സിലാക്കാം. തുകൽവാദ്യങ്ങൾ എന്ന് പറഞ്ഞത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, കാരണം 4 ഇനത്തിൽ പറഞ്ഞ ഈ തുകൽവാദ്യം എന്നുള്ളിടത്ത് നമ്മൾ പറഞ്ഞ വാദ്യങ്ങളിൽ പെട്ടതാവരുത്. പറഞ്ഞ വിഷയങ്ങൾ ഇപ്പൊ മുന്തബകായത് എന്ന് പറഞ്ഞു, അത് യഥാർത്ഥത്തിൽ സീനിയ, ഏത് ഈ പിന്നെ നുഹാസി ചെമ്പ് പോലുള്ള. അപ്പൊ ചെമ്പിന്റെ കറ്റാണ്ട് വെച്ചിട്ട് മുട്ടിയാലോ അത് പറ്റൂല, ചെമ്പും മുട്ടലായി, അത് പറ്റൂല. അതല്ലാത്ത സാധാരണ ഫൈബറുകള് ഇത്തരം വിഷയങ്ങളൊക്കെ ആവുമ്പോഴും അത് ഏകദേശം ഒരു തുകലിന്റെ തീക്ക് തന്നെയാണ് എന്ത് ചെയ്യുക, അതിനൊക്കെ തുകൽ വാദ്യങ്ങളിലേ അത് പെടുത്തുള്ളൂ. അങ്ങനെയാണ് ഇവര് പെടുത്തിയിരിക്കുന്നത്. മുന്നേ ഈ വിഷയത്തിലൊരു ചർച്ച നടന്നിരുന്നു. അപ്പോ ഒരു ഉസ്താദ് പറഞ്ഞത് തൊറബുള്ളത് കൊണ്ട് ഡിജിറ്റൽ മ്യൂസിക് ഹറാമാണെന്ന് പറയാൻ പറ്റൂല, കാരണം കറാഹത്താകുന്നിടത്തും തൊറബാണെന്നാണ് കാരണം പറഞ്ഞത്. അപ്പോൾ തൊറബുണ്ട് കറാഹത്ത് ഉണ്ടെന്നേ വരുള്ളൂ, ഹറാം ഉണ്ടെന്ന് ഉറപ്പിച്ച് പറയാൻ പറ്റൂല. അത് ഞാൻ ഉറപ്പിച്ച് പറയണില്ല, ഒരു ബഴസാണെന്നുള്ള രീതിയിൽ ഉസ്താദ് പറഞ്ഞിരുന്നു. ആ പറഞ്ഞത് ഹിനായിന്റെ പ്രമേയം നല്ലതാണെങ്കിലാണ് കറാഹത്ത് എന്ന് പറഞ്ഞത്. ഹിനായിന്റെ പ്രമേയം നല്ലതല്ലെങ്കിലോ അപ്പോഴാണ് ഹറാമായി വരുന്നത്. കേവല തുറബ് മാത്രല്ലല്ലോ, പ്രമേയം കൂടി വർണ്ണന, സ്ത്രീകളെ വർണ്ണിക്കുന്നുണ്ട്. അത് മുഅയ്യനായ ഒരു സ്ത്രീയെ വർണ്ണിക്കണം. മുഅയ്യനായ ഒരു സ്ത്രീയെ വർണ്ണിച്ചു, സ്വന്തം ഭാര്യ ഒരാൾ വർണ്ണിച്ചു, കുഴപ്പമില്ല എന്ന്. അതേ സമയത്ത് സ്വന്തം ഭാര്യയുടെ രഹസ്യഭാഗങ്ങളെ വർണ്ണിച്ചാലോ അത് തെറ്റാ. ബാനത്തു സുഹാദ ഭാര്യയെ വർണ്ണിക്കാണത്, റസൂലുള്ളാഹിന്റെ മുന്നിൽ അത് പാടിയിട്ടുണ്ട്. അപ്പൊ അത് ആ പ്രമേയത്തിന് തെറ്റില്ലാതെ വന്നു. മുജ്മലായിട്ടുള്ള അതിന് തെറ്റില്ല പാടല് എന്നുള്ളത്.
അപ്പൊ ഈ തൊറബ് എന്ന് പറയുന്നത് ഈ ഹിനായിന്റെ അടിസ്ഥാന കാരണമാണ് ആ പറഞ്ഞത്. പിന്നീട് അത് എന്ത് എന്ന കാരണം കൊണ്ട് ഹറാം, ഇന്ന കാരണം കൊണ്ട് സുന്നത്ത് എന്നാ പറഞ്ഞത്. സുന്നത്തുള്ളിടത്ത് തൊറബ് ഉണ്ടാവുമല്ലോ, ആയിക്കോട്ടെ, നല്ല രീതിക്കുള്ള തൊറബാണ്. ഇവിടെ പ്രമേയം തെറ്റായപ്പോ തെറ്റിലേക്കുള്ള എന്തായി, തൊറബായി. അപ്പൊ തൊറബ് എന്നുള്ളത് കറാത്താനുള്ള ഹക്കീക്കത്തൻ കാരണമാണ്. അതേസമയത്ത് അവാരിലുകളെ കൊണ്ട് പിന്നെ എന്ത് ചെയ്യാണ്, ഇങ്ങോട്ട് പോകുന്നു ഇങ്ങോട്ടും പോകുന്നു. അങ്ങനെയാണല്ലോ 3 ഇനാണല്ലോ ആക്കിയത്. 3 ഇനാണ് ഇബ്നു ഹജർ തങ്ങൾ ആക്കുന്നത്. ഗസാലി ഇമാം 4 ഇനാക്കിയിട്ട് മുബാവും കൂടി പറയുന്നുണ്ട്. അല്ല, ഈ തൊറബ് എന്ന് പറയുന്നത് കേവലം എന്തല്ല കാരണം മാത്രല്ല, കാരണം ആയുധങ്ങൾ പറഞ്ഞല്ലോ. ആലാത്ത് മലാഹി നോക്കണം. നമുക്ക് 2-3 വിഷയമുണ്ട്. ആലാത്തുൽ മലാഹി, മഹാസിഫ്, ഇങ്ങനെ രണ്ടും എല്ലാം എന്തല്ല മഹാസിഫ് അല്ലല്ലോ. അപ്പൊ ഈ ആലാത്തു മഹയിൽ നിശ്ചിത ആലാത്തു മലാഹികളോടുള്ള ശബ്ദം പാടില്ല പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് ആലാത്തു മലാഹി അതന്നെയാണോ, ഒരാൾക്ക് തുറബുണ്ടായോ ഇല്ലയെന്ന് നോട്ടില്ല, അത് ഹറാം തന്നെയാണ്. അത് അടിസ്ഥാന ഇല്ലത്ത് പറഞ്ഞാണ്. ഈ ഇല്ലത്ത് എല്ലാവരിലും ഉണ്ടാവണമെന്നുണ്ടോ? അതില്ല. ആണ്ട് യുക്റഹു. ആ തൊറബ് വ്യത്യസ്ത വിഷയങ്ങൾ ഉണ്ടാവും. തൊറബിന് ശിദ്ദത്തു തൊറബ്. ഇപ്പൊ കള്ള് ഹറാമെന്നുള്ളടത്ത് തൊറബ് പറയും. നബീദിനെ സംബന്ധിച്ച് പറഞ്ഞിടത്ത് തൊറബ് പറയുന്നുണ്ട്. അവിടെ തുഫേല് കാണാൻ ശിദ്ദത്തു തൊറബ്. ഈ ഗാത്തിനൊക്കെ ശിദ്ദത്തു തൊറബില്ല എന്ന് പറഞ്ഞിട്ട് അത് ഓരോന്നിന്റെ അടുത്തും അതിൻ്റെതായ ഇതിലെന്തെങ്കിലും വ്യത്യാസമുണ്ട്. ഇവിടെ ഇപ്പം നേരത്തെ പറഞ്ഞ അയലു ഷറബത്ത് ഉപയോഗിച്ചു എന്നൊന്ന് പറഞ്ഞു. തൊറബ് വേറൊരു കാരണം പറഞ്ഞു. അത് പറയാനുള്ള 4 കാരണം മാതിരിയാണ്. ഇവിടെ ഈ കാരണമല്ലേ ഉള്ളൂ, അപ്പൊ ആ കാരണമില്ലല്ലോ എന്ന് പറഞ്ഞാൽ മൂത്രിച്ചാൽ ഒന്നുമുറി അല്ല എന്താവും, മൂത്രിച്ചാൽ ഒന്ന് മുറിഞ്ഞു പോകും. പിന്നെ കൈ കൊണ്ട് തൊട്ടാൽ ഒന്ന് മുറിയും. ഇങ്ങനെ തൊട്ടാൽ എന്താവൂല. അപ്പൊ അങ്ങനെയാണ് മൂത്രിക്കാന്ന് പറഞ്ഞാലോ, അല്ല, മൂത്രിച്ചാ ഒന്ന് മുറി എന്നുള്ള വേറെ വിഷയമുണ്ട്. അപ്പൊ ഈ തൊടുന്നത് മാത്രല്ല ഇതിന്റെ എന്ത് ഇല്ലത്ത്, അത് മാത്രമാകുമ്പോഴാണ് എന്ത് പ്രശ്നം വരും. അപ്പുറത്ത് വേറെ കാരണമുണ്ട്. എന്നാൽ ആലാത്തു മലാഹി ആവുക എന്നുള്ള ഒരു വിഷയമുണ്ട്. അങ്ങനെ വ്യത്യസ്ത കാരണങ്ങളാണ് എന്തുള്ളത് ഉള്ളത്. അപ്പൊ ഒന്നില്ലല്ലോ ഒന്നുണ്ടല്ലോ എന്നുള്ളത് എന്തല്ല. അതുപോലെ തന്നെ ചില വ്യക്തികൾക്ക് ഉണ്ടല്ലോ ഇല്ല എന്നുള്ളതും എന്തല്ല. പൊതു നിയമം പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ വ്യക്തികൾക്ക് പിന്നെ ഉണ്ടോ ഇല്ല എന്നുള്ളത് നോട്ടല്ല. എനിക്ക് എത്ര കേട്ടാലും തുറബുണ്ടാവില്ല. ഞാൻ കേൾക്കട്ടെ ഉസ്താദ് വെച്ചാൽ പറ്റൂല എന്നാണ് എൻ്റെ നോക്കുന്നത്. ഗഫൂർ പറഞ്ഞ കാര്യങ്ങളൊന്നും സൂഫികൾക്ക് ബാധകമല്ല എന്നുള്ളൊരു പറച്ചിലുണ്ട്. അതിന് കാരണം പറയുന്നത് നഫായി സുദ്ദുർ എന്ന കിതാബ് ഉണ്ടല്ലോ, ഇബ്നു ഹജർ തങ്ങളെ തർജമ എഴുതിയ. അതിൽ ഇബ്നു ഹജർ തങ്ങളെ കിതാബിനെ പറ്റി പറയുന്നിടത്ത് അവിടെ പറയുന്നുണ്ട്, കഫ് ആ കിതാബ് ഞാൻ കണ്ടപ്പോൾ അവിടെ കണ്ടു കഫ് റുവ എന്നാണ് എഴുതിയത്. അവിടെ ഒരാൾ എഴുതി കൊടുത്തിട്ടുണ്ട് റുവ എന്ന് പറയുമ്പോൾ അതിൽ നല്ല ആൾക്കാർ പെടൂല. കാരണം മൻ തഹല്ലാബി ഹഖീഖത്തിൽ മഅരിഫത്തി, അവര് മുജ്തഹിദ് മുത്ലഖായിരിക്കും, അതുകൊണ്ട് തന്നെ അവരെ ഇൻകാർ ചെയ്യാൻ പറ്റൂല എന്ന് ആരോ എഴുതി കൊടുത്തു. അതിന്റെ ശേഷം ഇബ്നു ഹജർ തങ്ങളുടെ കയ്യെഴുത്തിൽ ഞാൻ കണ്ടു വഹുവ അഹദുൻ ഹസനുന്ന മഖ്ബൂലുന്ന അങ്ങനെ എന്തോ കണ്ടെന്ന് പറഞ്ഞിട്ട് അതിലൊരു അത് കടുത്ത തെറ്റാണ്. കാരണം അതിന്റെ ശേഷം തൂഫ എഴുതിയത്. അതിന്റെ ശേഷമാണ് എന്ത് ചെയ്തത്, തൂഫയിലാണ് ഇപ്പോൾ ഇങ്ങോട്ട് തൂഫയിൽ പറയാം. ഞാൻ അവിടെ പറഞ്ഞു കേട്ടോ, അവിടെ സമ്മ എന്ന് പറഞ്ഞാൽ ഫുള്ള് ഗഫൂറിനെ പറ്റിയാണ്. ഗഫൂറിന്റെ പുറത്തെഴുതി കൊടുത്തു എന്നല്ല പറഞ്ഞത്. വേറൊരാൾ എഴുതിയപ്പോ അതിനെപ്പറ്റി അതെ, അത് നല്ലതാണെന്ന് പറഞ്ഞു എന്നല്ലേ. അങ്ങനെ ഇങ്ങോട്ട് പിന്നെ എന്താ തൂഫയില് പിന്നെ ഇതുമ്പോ അതിലുണ്ട് കിട്ടോ എന്ന് പറയുന്നത്. എഴുതി കൊടുത്ത അത് കണ്ടതിന്റെ ശേഷം അല്ല എന്നുള്ള എവിടുന്ന് കിട്ടി? ഈ തൂഫ എഴുതിയത് കണ്ടതിന്റെ ശേഷം അല്ല എഴുതിയത്, അതിന്റെ മുമ്പാണെന്നുള്ള ഇതാക്കിണ്ടോ? ഇല്ല, ഒരു കൗലും ഇല്ല. അതൊക്കെ ഏതാണ്? തഹ്മീനുകളാണ്. വഞ്ചന എന്ത് ചെയ്യാണ്? ഫുഖാഹിന്റെ മേലില് വഞ്ചനയാണ്. മാത്രമല്ല ഈ റുആഹ് എന്ന് അവിടെ പറഞ്ഞത് അവിടെ കൊടുക്കാനുള്ള കാരണം തന്നെ ഈ കഫുർ റുആഹ് അല്ലെങ്കിൽ റിയാഹ് എന്ന് പറഞ്ഞത് ഷർവാനിയിൽ കാണാം റാഅത്തിന്റെ ജമ്മാണ്. ഏത് റാഹ് എന്ന് പറയുന്നത് സഹാബു വസിനാണ് എന്നാണ്. മുജമുൽ മാനിൽ വേറൊന്ന് കൊടുത്താണ്. ഇതൊക്കെ കൊടുത്തിട്ട് അന്നുള്ള ഇതിനെ ന്യായീകരിച്ചിരുന്ന ആളുകളെ പേരല്ല, ചെയ്യണോല അത് എന്നുള്ളതല്ല. ഇതിനെ ഹലാലാണ് ഈ ഔത്താറുകൾ മസാമീറുകള് സൂഫിയത്തിന് എന്ന് വാദിച്ചിരുന്ന ആളുകളെ നിശിതമായി വിമർശിച്ചിട്ടാണ് ആ പേരെന്ത് ചെയ്യണത് ഇടണം. അല്ല ചെയ്യണോലല്ല. അങ്ങനെയാണെങ്കിൽ ആ ചെയ്യണോല് നല്ലോലും ഉണ്ട് ചീത്തോലും ഉണ്ടല്ലോ എന്ന് അറിയില്ല. അല്ല, ഈ മസാമീർ ഔത്താറ് തസൗഫിൽ പറ്റും എന്ന് ബാദുസ് മുത്തസവ്വിഫ എന്ത് ചെയ്തു? ബിദായത്തിലുള്ള ഇവര് പറഞ്ഞു. അത് ഓല് തബഅല്ലിബ്നി ഹസം വബിനി അബി ത്വാഹിർ അവരെയാണെങ്കിൽ അവരും വിമർശിച്ചു. അങ്ങനെ ഇതിനെ വാദിക്കുന്ന ആളുകളെ മോശാക്കിയിട്ടാണ് ആ പേരെന്ത് ചെയ്യണത്. അല്ല ചെയ്യണോലെ പറ്റിയല്ല. അങ്ങനെ വരുമ്പോഴേണ് ഓല് പറഞ്ഞ ന്യായം വരുള്ളൂ. അതുപോലെ ഈ പേരെന്ത് ചെയ്തിട്ടാണ് ഈ പേരെങ്ങനെ കൊടുത്തു എന്നുള്ള സബബ് നോക്കാത്തത് കൊണ്ടാണ്.
ഇനി നമുക്ക് നിസ്കരിക്കാനായിട്ടുണ്ടല്ലോ. അതിൻ്റെ ഇടയിൽ പിന്നെ വേറെന്തോന്ന് പറഞ്ഞല്ലോ നിങ്ങൾ, ഒരു മുജ്തഹിദ് മുത്തലഖാണ്. ഇതൊക്കെ ഇപ്പം ഇങ്ങനെ തിരികെ കൊടുക്കണാണ് മറ്റോലെ. മുജ്തഹിദ് മുത്തലഖാകുമ്പോൾ പിന്നെ 4 മദ്ഹബ് എന്തില്ല, തൂഫി മുഗനി ഇതൊന്നും ഓല് നോക്കണ്ടേ. അല്ല ഇരിക്കട്ടെ, അല്ല അതന്നെ ഓലെ എഴുതിയ മുജ്തഹിദ്, ഈ വിലായത്ത് കൊണ്ട് മഷ്ഹൂറായ ആള് എന്ന് പറഞ്ഞാൽ ഒരു മുറബ്ബിയായ ഷെയ്ഖ് മുജ്തഹിദായി, അയാൾ മുജ്തഹിദായിരിക്കണം, അത് നിബന്ധന. എന്നാലോ ഇത് പറയുന്ന അവര് തന്നെ പറയുന്നുണ്ട് 4-ാം നൂറ്റാണ്ട് മുതൽ മുജ്തഹിദ് ഇല്ലാന്നും പറയുന്നുണ്ട്. അങ്ങനെ ജമ്മിയ ബിൽഫീല് മുജ്തഹിദ് 4-ാം നൂറ്റാണ്ടിൽ ഉസൂല് ഖവായിദുകൾ ഇസ്തിഖ്റാജ് ചെയ്ത് എടുത്തവര് 4-ാം നൂറ്റാണ്ടിന് ശേഷം ഇല്ല, അത് ഉറപ്പാണല്ലോ, ഉണ്ടായിട്ടില്ല. എന്നാലോ പിന്നീട് ഈ ഔലിയാക്കള് മശായിഖമാര് കുത്തുബ് എല്ലാ കാലത്തും ഉണ്ടല്ലോ, ഗൗസ് എല്ലാ കാലത്തും ഉണ്ട്, ഓലെ കുത്തുബാണ്, ഓല് മുജ്തഹിദാ. പക്ഷെ മുജ്തഹിദ് ബിൽഖുവ, മുജ്തഹിദ് ബിൽഫീൽ, മുജ്തഹിദ് ബിൽഖുവ. എന്തുകൊണ്ട് ബിൽഫീൽ ആയില്ല? അതിന് പല കാരണങ്ങളുണ്ടാവും. അപ്പൊ അവര് മറ്റൊരു മുജ്തഹിദിനെ സ്വീകരിച്ചേ തീരൂ. കുത്തുബ് മുജ്തഹിദാണ്, ഓൽക്ക് തഖ്ലീദ് പറ്റുമോ, മുജ്തഹിദ് തഖ്ലീദ് പറ്റൂല അല്ല, മുജ്തഹിദ് ബിൽഫീലാണ്, തഖ്ലീദ് എന്ത് ചെയ്യാൻ പറ്റില്ല. അല്ലെങ്കിൽ അവന് ബിൽഫീലിനോട് അടുത്ത് ഖരീബ് ബിൽഫീൽ പറഞ്ഞാൽ ഓനിത് ഇസ്തിഖ്റാജ് ചെയ്തെടുക്കാനുള്ള അവസരം ഉണ്ടായി, എന്നാ ഓ ഇസ്തിഖ്റാജ് ചെയ്തണം. അതുകൊണ്ട് അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു ഷാഫി ഇമാമിന് വിട്ടുപോകുന്നത് ഇങ്ങോട്ട് ഇസ്തിഖ്റാജ് ചെയ്തു. അപ്പം ബിൽഫീലിനോട് അടുത്തു. അപ്പൊ ഒന്നിരിക്കൽ ബിൽഫീൽ മുജ്തഹിദാവണം, അല്ലെങ്കിൽ ബിൽഫീലിനോട് എന്ത് ചെയ്യണം, അടുക്കണം. അങ്ങനെ ആകുമ്പോഴേ ഒരു മറ്റുള്ളവരെ, അതേ സമയത്തോ ഗൗസുൽ പോലെ അബ്ദാലുകൾ അഖ്താബ് അർബയൊക്കെ മുജ്തഹിദ് തന്നെയല്ലേ, പക്ഷെ ഓല് തഖ്ലീദ് ചെയ്തു എന്നുള്ളത് മാലെ തന്നെയല്ലേ, തഖ്ലീദ് ചെയ്തു എന്ന് മാലെ തന്നെ. അതെന്തുകൊണ്ടാ? അവര് ബിൽഫീൽ ആയിട്ടില്ല. ഇനി അവരുടെ ബിൽഖുവ വെച്ചുകൊണ്ട് അവർക്ക് വേറെ നിയമങ്ങൾ ഉണ്ടാക്കാൻ പറ്റുമോ? ഇസ്തിഖ്റാജ് ചെയ്യാതെ. പക്ഷെ പറ്റുമോ? ഓൽക്ക് അതിനനുസരിച്ച് അമല് ചെയ്യാം. പക്ഷെ അമല് ചെയ്യുമ്പോൾ ഓരോട് നമ്മൾ ചോദിക്കുമ്പോൾ ഓര് പറഞ്ഞുതരാം, ഇന്ന കായിക വെച്ചിട്ടാണ്, ഇന്ന കായിക വെച്ചിട്ടാണ് ഞാൻ ചെയ്തത്, അത് പറഞ്ഞുതരണം. അത് ഓൽക്ക് മുജ്തഹിദാണെന്ന് പറഞ്ഞിട്ട് അങ്ങനെ പറഞ്ഞാൽ മുജ്തഹിദാണ്, അത് പറ്റൂല. മുജ്തഹിദ് ഏത് ഇതിനടിസ്ഥാനത്തിലാണ് എന്ന് ചോദിച്ചാൽ പറഞ്ഞു തരണം, ഇന്ന ഇതനുസരിച്ച്. അതുകൊണ്ടാണ് ഇവരൊക്കെ എന്ത് ചെയ്തത്. പിന്നെ ഓല് കൊണ്ട് എന്തുകൊണ്ട് അവർ ഇസ്തിഖ്റാജ് ഉസൂൽ ഖവായിദ് ഉണ്ടായില്ല? അതിന് കുറെ കാരണങ്ങളുണ്ട്. അതിലൊന്ന് ഓലെന്ത് ചെയ്തു, ഇവിടെ ആവശ്യങ്ങൾ ഇവിടെ വീട്, ഇനി ഇതിലേക്കൂടെ നടക്കുക, ഇതിന് മൻആവണ്ട. അതുകൊണ്ട് അശാഫിയ്യ വസിർത്തൽ അംബലിയ്യ ബിലാ ഹജ്രിൻ ലിതഹ്താത ബിൽ ഖൈറൈനി മുത്തദില, അല്ലെങ്കിൽ ഹറാമാവൂല. അപ്പൊ ഈ മുജ്തഹിദാണോ എന്ന് ഈ അഹ്ലുൽ ബാത്തിലിന്റെ ആളുകൾ ഇടയ്ക്കിടയ്ക്ക് എന്ത് ചെയ്യും. അതുകൊണ്ട് നിങ്ങൾ ആ ഫിഖ് വന്നിട്ട് ഇങ്ങോട്ട് വരണ്ട എന്ന് പറയുന്നത് സഫിയ പറയുള്ളൂ. എന്നാ നിർത്തല്ലേ, നമുക്ക് അസറായിട്ടില്ലേ. ഇതിങ്ങനെ പറഞ്ഞ അങ്ങനെ കുറെ പറയേണ്ടി വരും. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതൊരു ചർച്ചയാണ്. അപ്പൊ അതിനനുസരിച്ച് ഇനി കിതാബുകൾ നോക്കിയിട്ട് അതിന്റെ റൂട്ടുകൾ മനസ്സിലാക്കിയിട്ട് മഹലഹു അമാ അലൈഹി നമ്മൾ മനസ്സിലാക്കണം. കാരണം ഏറ്റവും അധികം ഇന്ന് ചൂഷണം ചെയ്യപ്പെടുന്ന ഒരു മേഖലയാണ് ഈ മേഖല. അപ്പം നമ്മുടെ ഉത്തരവാദിത്വം അതിൽ വളരെ കൂടുതലാണ്. നല്ല ഉണർന്ന് ആ രംഗത്ത് നമ്മൾ പ്രവർത്തിക്കണം. സമൂഹത്തിലേക്ക് ഇത് നമ്മൾ സ്പ്രെഡ് ചെയ്യണം. അതോടൊപ്പം ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ഭാഗം അടിവര ഇടണം. സംഗീതം പറ്റ തെറ്റാണ് എന്നുള്ളൊരർത്ഥത്തിൽ പറയുമ്പം ഈ സംഗീതജ്ഞരൊക്കെ എന്ത് ചെയ്യും, ഓരൊക്കെ ഇസ്ലാം എങ്ങനെയാണോ, ഒരു കെട്ടിപ്പൂട്ടലാണോ? അപ്പൊ അതിന് അനുവദനീയമായ ആ മേഖലകളും എവിടെയാണ് ഇത് നമ്മൾ എതിർക്കുന്നത് എന്ന ഒരു മേഖല വേർതിരിച്ചു കൊണ്ട് തന്നെ അത് നമ്മുടെ ദഅവാ പ്രഭാഷണങ്ങളിലൊക്കെ ഉണ്ടാവേണ്ടതുണ്ട്. നെല്ലും പതിരും വേർതിരിച്ച് സമൂഹത്തിന് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ നമ്മുടെ ഈ ചർച്ച ഒരു കാരണമായി അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.